എസൻസ് റിലീസ് ചെയ്യുന്ന വീഡിയോകൾ എത്രയും വേഗം ലഭിക്കുന്നതിന് ന്യൂറോൺസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സ്വതന്ത്ര ചിന്തകരുടെ കൂട്ടായ്മയായ എസൻസ് ഗ്ലോബലുമായി സഹകരിച്ച് നമ്മുടെ ഭരണസിരാ കേന്ദ്രത്തിൽ ഒരു സ്വതന്ത്ര ചിന്തകരുടെ കൂട്ടായ്മ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. പങ്കെടുക്കുന്ന എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി അറിയിക്കുന്നു. നമ്മൾ ഏവരും കാത്തിരുന്ന രവിചന്ദ്രൻ സി അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കാനാണ് എല്ലാവരും എത്തിയിരിക്കുന്നതെന്നറിയാം. ഒട്ടും തന്നെ സമയം വൈകിപ്പിക്കുന്നില്ല, അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. രാവിലെ 10:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഭയങ്കര ട്രാഫിക് ജാം. ഇപ്പോൾ ഓടി വന്ന് കയറിയതാണ്. തിരുവനന്തപുരത്ത് വന്നിട്ട് തന്നെ 1 മണിക്കൂറായി. ആദ്യമായി എസൻസിൻ്റെ സെക്രട്ടേറിയറ്റ് യൂണിറ്റിൻ്റെ തുടക്കം ഇവിടെ നടക്കുകയാണ്. അതിനെന്നെ പ്രാരംഭ സംഭാഷണം നടത്താനായിട്ട് എന്നെ വിളിച്ചതിൽ, പ്രഭാഷണം നടത്താനായിട്ട് വിളിച്ചതിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ എസൻസിൻ്റെ തിരുവനന്തപുരം യൂണിറ്റ് കേൾക്കാനായി ഈ ഉച്ചയ്ക്ക് ഇത്രയും എത്തിച്ചേർന്ന ആളുകൾ. ഇതെനിക്ക് ഒരുപാട് പരിചിതമായിട്ടുള്ള ഒരു മുറിയാണ്, ഒരു ഹോളാണ്. ഇവിടെ നമ്മൾ കുറേയധികം ഡിബേറ്റുകളൊക്കെ നടത്തിയിട്ടുണ്ട്. 1-2 വർഷത്തിന് ശേഷം വീണ്ടും തിരിച്ചു വരിക. വിഷയത്തിലേക്ക് കിടക്കാം. സെക്യുലറിസം എന്നാണ് വിഷയം. സെക്യുലറിസം എന്ന് പറയുമ്പോൾ സാധാരണ സെക്യുലറിസം എന്നാണ് പറയുക. അപ്പോൾ പലരും ചോദിച്ചാൽ എന്തുകൊണ്ടാണ് ഈ സിക്ക് എന്തുകൊണ്ട് വരുന്നത്? ഇന്ത്യയിൽ പൊതുവിൽ സെക്യുലറിസത്തെക്കുറിച്ചുള്ള ഇപ്പോൾ ഉള്ള പല ഡിസ്കോഴ്സുകളിലും ആളുകൾ വിശേഷിപ്പിക്കുന്ന ഒരു രീതിയാണ് ഈ സെക്യുലറിസം, രോഗാതുരമായ അവസ്ഥ എന്നുള്ളതാണ്. സിക്ക് എന്ന് പറയുമ്പോൾ മനസ്സിലാവില്ല, മറ്റേ സിക്കല്ല, പഞ്ചാബിലെ സിക്കാരല്ല, അസുഖം എന്നുള്ള സിക്കാണ്. അതിന് മലയാളം മതേതരത്തിന് പകരം മതേതരത്വം എന്ന് പറയാറുണ്ട്. മതേതരത്വം, മതേതറകളാണ് ഇന്നാര് എന്നൊക്കെ പറഞ്ഞ കമൻറ്റുകളൊക്കെ നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്താണ് മതേതരത്വം, അല്ലെങ്കിൽ എന്താണ് സെക്യുലറിസം? എന്തുകൊണ്ടാണ് അതിനെ സെക്യുലറിസം എന്ന് പലരും പറയുന്നത്? ഉദാഹരണമായിട്ട്, പണ്ട് ഈ ലോകം മുഴുവൻ ഉണ്ടായിരുന്ന ഭരണവ്യവസ്ഥ എന്ന് പറയുന്നത് മതത്തിൻ്റേത് മാത്രമായിരുന്നു. ലോകം മുഴുവൻ കടലായിരുന്നു. കരയുണ്ടായിരുന്നില്ല, എല്ലാം കടലായിരുന്നു. ഈ കടലിൽ നിന്ന് കുറേ കരകൾ ഇങ്ങനെ തെളിഞ്ഞു വരുന്നതാണ് മതേതരമായ ഇടങ്ങളുണ്ടാകുന്നത്. മതം സമ്പൂർണ്ണ ആധിപത്യം ഉണ്ടായിരുന്ന ഒരു ഭൂതകാലത്തിൽ നിന്നാണ് മതത്തെ ഒഴിച്ചു നിർത്തുന്ന ചില തുരുത്തുകൾ ഉണ്ടാകുന്നത്. ആ തുരുത്തുകൾ ക്രമേണ വലുതായി വന്നു. അതിൽ യൂറോപ്പ് പോലെയുള്ള വലിയ തുരുത്തുകളുണ്ടായി. ചില തുരുത്തുകൾ വളരെ ചെറുതാണ്. ചില തുരുത്തുകളിൽ തന്നെ ഉള്ളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായ തുരുത്ത്. അതുപോലെ തന്നെ മതേതരത്വം എന്ന് പറയുന്നത് പെട്ടെന്ന് സ്വിച്ചിട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു സാധനമല്ല. ഇന്നലെ വരെ മതപരം, നാളെ തൊട്ട് മതേതരത്വം, അങ്ങനെ ഒരു മതേതരത്വം ഉണ്ടാവില്ല. മതേതരത്വം ബേസിക്കലി ഒരു പ്രോസസ്സാണ്, ഒരു പ്രക്രിയയാണ്. ആ പ്രക്രിയ യഥാർത്ഥത്തിൽ നമ്മൾ വണ്ടി ഓടിച്ചപ്പോൾ, ഞാൻ പൗത്രേശ്വരത്ത് നിന്ന് വണ്ടി ഓടിച്ച് ഇവിടെ വരുന്നത് പോലെ നമ്മൾ വണ്ടി ഓടിച്ച് ചെല്ലേണ്ടുന്ന ഒരവസ്ഥയാണ്. അല്ലാതെ എന്താ പറയുക, നമ്മളൊരു തുണി തിരഞ്ഞെടുക്കുന്നത് പോലെ മതാധിപത്യം, മതേതരത്വം അങ്ങനെ സാധിക്കില്ല. ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ പലരും പറയാറുണ്ട് ഇന്ത്യയിൽ മതേതരത്വത്തിനുള്ള കുഴപ്പത്തിനൊക്കെ കാരണം ഇന്ത്യയിൽ ഭയങ്കരമായിട്ടുള്ള മതവിശ്വാസ ആളുകൾക്കുണ്ട്, കൾച്ചറുണ്ട്, സംസ്കാരമുണ്ട്. അതുകൊണ്ട് പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റില്ല എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ കൈയടിക്കും ഇത് കേൾക്കുമ്പോൾ. അത് ശരിയാണല്ലോ, ഭയങ്കര യാഥാർത്ഥ്യബോധത്തോടെ നടക്കുന്നൊരു കാര്യമാണല്ലോ. അപ്പോൾ ഇവർ പറയുന്നതൊക്കെ ശരിയാണല്ലോ എന്ന് നമ്മൾ കരുതും. പിന്നെ കണക്ക് തന്നെ ജാതി ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ, ജാതി ഉണ്ട്, അപ്പോൾ പിന്നെ അതൊരു യാഥാർത്ഥ്യമല്ലേ? മതമുണ്ട്, അതൊരു യാഥാർത്ഥ്യമല്ലേ? മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ജാതി ആയാലും മതമായാലും വർണ്ണമായാലും വംശമാണെങ്കിലും ഇതെല്ലാം ഉള്ള സാധനം തന്നെയാണ്. നമ്മൾ മതേതരത്വം എന്ന് പറഞ്ഞൊരു പുരോഗമനാവസ്ഥയാണ്. എന്താ ഈ പുരോഗമനാവസ്ഥ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? ഇപ്പോൾ ഉള്ള അവസ്ഥയെ താലോലിച്ചുകൊണ്ട് അതിനെ പുകഴ്ത്തിക്കൊണ്ട് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങളൊരു പുരോഗമനവാദി അല്ല. കാരണം ഇപ്പോൾ ഉള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടുണ്ടായിരുന്ന പല മോശം അവസ്ഥകളിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന, മോചനം നേടി വന്നതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമുക്കെന്തിനാണ് ലെജിസ്ലേച്ചേഴ്സ് ഉള്ളത്? നിയമനിർമ്മാണ സഭകൾ ഉണ്ടാകുന്ന കാര്യം. എല്ലാ നിയമങ്ങളും അതിനകത്തുണ്ടല്ലോ. എന്തിനാ പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്? എന്തിനാണ്? നിയമങ്ങൾ മാറ്റുന്നത് എന്തിനാണ്? പരിഷ്കരിക്കുന്നത് എന്താണ്? കാരണം നമ്മൾ ഇപ്പോഴുള്ള അവസ്ഥയിൽ നമ്മൾ തൃപ്തരല്ല. ഇത് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് മുന്നിൽ കാണുന്നത് ഒരു ബെറ്റർ ആയിട്ടുള്ള സാഹചര്യം മുന്നിൽ കാണും.
ആ സാഹചര്യം മുന്നിൽ കാണുക, അതിനെക്കുറിച്ച് സംസാരിക്കുക, അതിനെ പ്രൊമോട്ട് ചെയ്യുക, അതിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാക്കുക, നിയമനിർമ്മാണങ്ങൾ നടത്തുക. അതാണ് നമ്മൾ പുരോഗമനപരമായ ഒരു സാധനം എന്ന് പറയുന്നത്, ഒരു ആഭിമുഖ്യം എന്ന് പറയുന്നത്. മതേതരത്വവും അതേപോലെ എത്തിച്ചേരേണ്ട ഒന്നാണ്. അല്ലാതെ നമ്മൾ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇവിടെ ഇന്ത്യയിൽ ഒരുപാട് മതങ്ങളുണ്ട്, വിശ്വാസികളുണ്ട്, അതുകൊണ്ട് മതമൊക്കെ ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വാലിഡായിട്ടുള്ള ആർഗ്യുമെൻ്റ് അല്ല. അങ്ങനെയാണെങ്കിൽ ഈ മതമൊക്കെ എല്ലായിടത്തും ഉണ്ടായിരുന്നു. യൂറോപ്പിലുണ്ടായിരുന്നോണം മതാധിപത്യം വേറെ എങ്ങും ഉണ്ടായിരുന്നില്ല. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ സെക്കുലറായിട്ടുള്ള സ്പേസ് വരുന്ന യൂറോപ്പിലാണ്. എവിടെയാണ് മതം ഉണ്ടാകാതിരുന്നിട്ടുള്ള? എവിടെയാണ്? മതം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മതം എന്ന് പറയുന്ന ഏകശിലാരൂപം അല്ലെങ്കിൽ ഏകശിലാ വ്യവസ്ഥയിൽ നിന്ന് ഭിന്നമായ ഒരു മോചനമാണ് മതേതരത്വം, മത ഇതരമായ അവസ്ഥ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ പൊതുവിൽ മതേതരത്വം ആദ്യം ഉണ്ടായിരുന്നില്ല. 1949 നവംബറിൽ അംഗീകരിക്കുകയും 50 ജനുവരി 26 പ്രാബല്യത്തിൽ വരികയും ചെയ്ത ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ സെക്കുലർ എന്നുള്ള വാക്ക് ഉണ്ടായിരുന്നു. ഒരു വാക്കുണ്ട്, പക്ഷേ ആ വാക്ക് വരുന്നത് ആർട്ടിക്കിൾ 25 സെക്കുലർ ആക്ടിവിറ്റീസ്, അതർ സെക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നൊരു പദമുണ്ട്. പക്ഷേ അത് സെക്കുലറിസവുമായി ബന്ധപ്പെട്ടതല്ല, മറിച്ച് റൈറ്റ് ടു റിലീജിയൻ, ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് പറയുന്ന ആ വകുപ്പിൽ വരുന്ന ഒരു സാധനമാണ്. അപ്പം അതിൽ സെക്കുലർ ആക്ടിവിറ്റി ഉണ്ടെങ്കിലും സെക്കുലറിസം ഇന്ത്യയിലില്ല. സെക്കുലറിസത്തെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് കമ്മിറ്റിയിലും അസംബ്ലിയിലും ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. പക്ഷേ സെക്കുലറിസം എന്താണ് എന്ന് പറയാൻ, എന്താണെന്ന് തീരുമാനിക്കാൻ, നിർവചിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അസംബ്ലിക്കും കഴിഞ്ഞില്ല. ഇത്രയധികം ചർച്ച നടന്നിട്ടും അത് അവസാനം ഇന്ത്യയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ രാഷ്ട്രീയക്കാരുടെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു നിസ്സഹായത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും തന്നെ തീരുമാനമെടുക്കാനായിട്ടുള്ള ശക്തിയില്ല എന്നുള്ളതാണ്. അത് ബാബറി മസ്ജിദ് ആയാലും കൊള്ളാം, ഏകീകൃത സിവിൽ കോഡ് ആയാലും കൊള്ളാം, സെക്കുലറിസത്തിൻ്റെ നിർവചനമായാലും കൊള്ളാം, എന്ത് കാര്യമാണേലും മതം കാണുന്നിടത്ത് കുതിര നിൽക്കുക, വെള്ളം കണ്ടാൽ നിൽക്കുക എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് വരുമ്പോൾ എന്നാൽ എല്ലാം കൂടെ ഒരു ഉഡായിപ്പ് എന്നുള്ള രീതിയിൽ അങ്ങ് മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഭരണഘടനയിൽ ആദ്യം സെക്കുലറിസം ഇല്ലാതിരിക്കുന്നത്. പിന്നീട് 76 ഇന്ദിരാഗാന്ധിയാണ് സെക്കുലറിസം എന്നുള്ള വാചകം ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ എഴുതി ചേർക്കുന്നത്, 42ാമത്തെ അമെൻമെൻറ്റ്. ഈ സെക്കുലറിസം അന്നേരവും എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നില്ല. എന്താണ് ഈ സെക്കുലറിസം എന്ന് ഇന്ദിരാഗാന്ധിയോ അല്ലെങ്കിൽ ഭരണഘടനയോ ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ സെക്കുലറിസം എന്താണ് ഡിഫൈൻ ചെയ്യാനായിട്ടുള്ള ബാധ്യത ഇന്ത്യയുടെ കോടതികൾക്ക് പലപ്പോഴും ഉണ്ട്. 73 കേശവ ഭാരതി കേസ്, അതിലാണ് ആദ്യമായിട്ട് സുപ്രീം കോടതി സെക്കുലറിസം എന്താണെന്ന് പറയാൻ ശ്രമിക്കുന്നത്. വൺ ഓഫ് ദ പില്ലേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് സെക്കുലറിസത്തെ സുപ്രീം കോടതി വിശദീകരിക്കുന്നത്. അതായത് ശക്തി സ്തംഭം, ഇന്ത്യൻ ഭരണഘടനയുടെ, ഇന്ത്യൻ ഡെമോക്രസിയുടെ ശക്തി സ്തംഭമാണ്, അല്ലെങ്കിൽ ഒരു പില്ലറാണ് സെക്കുലറിസം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? വൺ ഓഫ് ദ പില്ലേഴ്സ്, ഒരു ആശയം കിട്ടും. പക്ഷെ എന്താണ് എന്ന് അവിടെയും പറയുന്നത്. പിന്നീട് അത് കഴിഞ്ഞിട്ട് ജനതാ ഗവൺമെൻറ് വരുമ്പോൾ 1978 മൊറാർജി ദേശായിയുടെ ഗവൺമെൻറ് വരുമ്പോൾ ഈക്വൽ സ്റ്റാറ്റസ് ടു ഓൾ റിലീജിയൻ എന്നുള്ള രീതിയിൽ ഇതിനെ റീഡിഫൈൻ ചെയ്യുന്നു. എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണന, തുല്യ പ്രാധാന്യം. അത് ഒരു വലിയ അബദ്ധമാണ് യഥാർത്ഥത്തിൽ. എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണനയും തുല്യ പ്രാധാന്യവും കൊടുക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. 1. 2, 1000 പേരുള്ള ഒരു മതത്തിനും 50 കോടി പേരുള്ള ഒരു മതത്തിനും തുല്യ പരിഗണന കൊടുക്കാൻ കഴിയില്ല. പക്ഷേ പറയാണ് സഹായം കൊടുക്കും. അവരുടെ പ്രധാനപ്പെട്ട ഉത്സവത്തെ ഞങ്ങൾ സഹായിക്കും, പ്രധാനപ്പെട്ട ആഘോഷത്തെ സഹായിക്കും എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമുള്ളത്, ഉദാഹരണമായിട്ട് പാഴ്സികളുടെ ഒരു ഉത്സവത്തെ സഹായിക്കാനായിട്ട് ഫണ്ട് കൊടുക്കുന്നു. അതൊരു 5 ലക്ഷം രൂപയാണെന്നിരിക്കട്ടെ. ഈ 5 ലക്ഷം രൂപ കുംഭമേളയ്ക്ക് കൊടുക്കാൻ പറ്റുമോ? മിഠായി വാങ്ങിക്കാനുള്ള പൈസയുള്ളൂ. അപ്പോൾ അത് 50 കോടിയോ 5000 കോടിയോ വരും. അപ്പോൾ സഹായിക്കും. ഈക്വൽ സ്റ്റേറ്റസ് എന്ന് പറയുമ്പോൾ എല്ലാവരെയും സഹായിക്കുമെന്നാണ്. അപ്പോൾ ആ സഹായത്തിന് ആളിൻ്റെയും സൈസിൻ്റെയും അനുസരിച്ച് മാറ്റം വരും. സ്വാഭാവികമായിട്ടും മെജോറിറ്റി ആയിട്ടുള്ള റിലീജിയന് വലിയ തോതിലുള്ള നേട്ടമുണ്ടാകും. ഈ മെജോറിറ്റേറിയനിസം തടയുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ സെക്കുലറിസത്തിൻ്റെ അടിസ്ഥാനം. ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ മലേഷ്യ എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു കാലഘട്ടത്തിൽ അവിടെ ഇസ്ലാം 50% താഴെയായിരുന്നു. ക്രമേണ അത് 50% കഴിഞ്ഞു വന്ന ഒരു കാലഘട്ടം. അപ്പോൾ 2001 മഹാതിർ മുഹമ്മദ് എന്ന് പറയുന്ന പ്രധാനമന്ത്രി പറഞ്ഞത്, അതുവരെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് മലേഷ്യ ഒരു സെക്കുലർ സ്റ്റേറ്റും അല്ല, ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റും അല്ല, സമയ വിറ്റുവീനായിരുന്നു. പക്ഷേ 50% എന്നുള്ള മാർക്ക് ഇസ്ലാം അവിടെ ക്രോസ് ചെയ്യുമ്പോൾ അവിടുത്തെ ഭരണകർത്താക്കളുടെയൊക്കെ
ഭാഷയും സ്വരവും ഒക്കെ മാറി വരുന്നു. അവരിപ്പോൾ 2007 അന്നത്തെ പ്രധാനമന്ത്രിയും പറഞ്ഞു ഇത് ഇസ്ലാമിക് സ്റ്റേറ്റാണ്, ഇസ്ലാമിക് കൺട്രിയാണ്. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നതും ഇസ്ലാമിക് കൺട്രി എന്ന് പറയുന്നത് രണ്ടർത്ഥമാണ്, വലിയ വ്യത്യാസമുണ്ട് അതിനകത്ത്. ഇസ്ലാമിക് കൺട്രി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് ഭൂരിപക്ഷമുള്ള ഒരു കൺട്രി എന്നേ അർത്ഥമുള്ളൂ. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അതിന് ഭയങ്കരമായ അർത്ഥമാണ്. ഇസ്ലാമത്തിൻ്റെ ക്രെഡൻഷ്യൽസ് എല്ലാം തന്നെ ഭരണഘടന അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരും. മലേഷ്യയിലെ ഫെഡറൽ റിലീജിയൻ എന്ന് പറയുന്നത് ഇസ്ലാമാണ്. ഇപ്പോൾ അവിടെ 61% ഇസ്ലാമുണ്ട്. 61.3% മലേഷ്യയിൽ ഇപ്പോൾ ഇസ്ലാം ലേറ്റസ്റ്റ് കണക്ക്. ഒരു 19-20% ബുദ്ധിസ്റ്റുകളുണ്ട്, ഒരു 9% ക്രിസ്ത്യാനികളുണ്ട്, 6.5% ഹിന്ദുക്കളുണ്ട്. മലേഷ്യ വളരെ ടിപ്പിക്കലായിട്ടുള്ളൊരു കേസാണ്. മലേഷ്യയിൽ ഈ 40% വരുന്ന ന്യൂനപക്ഷങ്ങൾ അവർക്ക് ഇത് ഇസ്ലാമിക രാജ്യമാകും എന്ന് പറയുമ്പോൾ അവർക്ക് അതൊരു പേടി സ്വപ്നമാണ്. ഇസ്ലാമിൻ്റെ ജനസംഖ്യ വർദ്ധിച്ചും വരുന്നവരുണ്ട്. അപ്പോൾ അവിടെ ഒരു വലിയൊരു രാഷ്ട്രീയ പോരാട്ടം, അതൊരു സർവൈവലിനായിട്ടുള്ള പോരാട്ടമാണ്. ഇത് എങ്ങനെയെങ്കിലും മലേഷ്യ അപ്പടി തന്നെ നിലനിർത്തുക എന്നുള്ളതാണ്. ഈ മതേതരത്തിൻ്റെ ഒരു പ്രാധാന്യം ഞാൻ പറയുകയാണ്. ആ ഒരു രാജ്യം തിയോക്രസിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഭൂരിപക്ഷ ഭീകരത എന്ന് പറയുന്ന സമ്മതം വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ജനങ്ങൾക്കുണ്ടാകുന്ന അരക്ഷിതാവസ്ഥ, ആശങ്ക അത് ഭയങ്കരമാണ്. മലേഷ്യയിൽ അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇന്ത്യയുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ പൊതുവിൽ നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് സെക്യുലറിസം എന്ന് അവരതിനെ വിളിക്കുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ടും വലതുപക്ഷ സംഘപരിവാർ പോലെയുള്ള സംഘടനകളും ഒക്കെ അവർ പറയുന്നൊരു സാധനമാണ് ഇന്ത്യയുടെ സെക്യുലറിസമാണ്. ഇന്ത്യക്ക് മേളിൽ വന്ന ഒരു രോഗമാണിത്. ഇത് യൂറോപ്പിൽ നിന്ന് കൊണ്ടുവന്നൊരു സാധനമാണ്, ഇന്ത്യയുടെ സാധനമല്ല, ഇത് നമുക്ക് ആവശ്യമില്ല എന്നാണ് അവർ പറയുക. എന്തുകൊണ്ടാണ് സെക്യുലറിസം എന്ന് അവർ വിളിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇന്ത്യയിലെ സെക്യുലറിസം, ഇന്ത്യയിലെ നല്ല എവിടത്തെയും സെക്യുലറിസം അവിടുത്തെ ഭൂരിപക്ഷ മതത്തിൻ്റെ ഔദാര്യമാണ് എന്നാണ്. ഇപ്പോൾ മലേഷ്യയിൽ വീണ്ടും മലേഷ്യയിലേക്ക് പോവുകയാണ്. 61% മുസ്ലിങ്ങളുള്ള മലേഷ്യയിൽ 3/2 ഭൂരിപക്ഷം പാർലമെൻറ്റിൽ ഉണ്ടാക്കാമെങ്കിൽ അതിനെ ഇസ്ലാമിക് സ്റ്റേറ്റായിട്ട് മാറ്റാൻ കഴിയും. അവിടെ 220 സീറ്റും കണ്ടാണ് അവിടെ പാർലമെൻറ്റിലുള്ളത്. എത്തനിക്കാണ്, റേസിസ്റ്റാണ് കൺട്രി ബേസിക്കലി. പക്ഷേ 3/2 ഭൂരിപക്ഷം ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ഇസ്ലാമിക് സ്റ്റേറ്റാണ്. ഇസ്ലാമിക് സ്റ്റേറ്റ് ആയിക്കഴിഞ്ഞാൽ അത് ഇറിവേഴ്സിബിളാണ്, തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഓരങ്ങളിലേക്ക് ഒതുങ്ങി പോകും ന്യൂനപക്ഷങ്ങൾ. ഇത് 50% കഴിഞ്ഞപ്പോഴേ 50% ആകുമ്പോഴേ അവർക്ക് ആശങ്കയുണ്ടായിരുന്നു. 2000 ആയപ്പോൾ 50% കഴിഞ്ഞാണ്. ഇന്ത്യയിൽ അതനുസരിച്ചാണെങ്കിൽ ഇന്ത്യയിലെ സംഘപരിവാർ അല്ലെങ്കിൽ ഹിന്ദു മത അല്ലെങ്കിൽ ആ രാഷ്ട്രീയക്കാർ പറയുന്നൊരു കാര്യം ഞങ്ങളുടെ ഔദാര്യമാണ്. പ്രാക്ടിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭൂരിപക്ഷ മതത്തിന് അതിൻ്റെ ഭരണഘടന ആ മതത്തിനെ അടിസ്ഥാനപ്പെടുത്തി ആക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ സാധിക്കും. പക്ഷേ ഇന്ത്യ വന്ന ഒരു ചരിത്രം അങ്ങനെ ആയിരുന്നില്ല. ഉദാഹരണമായിട്ട് പാകിസ്ഥാൻ്റെ കാര്യം പറയാറുണ്ട്. പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയ രാജ്യമാണ്. ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകുന്ന സമയത്ത് പാകിസ്ഥാൻ പ്രദേശത്ത് ഏതാണ്ട് 14% ഹിന്ദുക്കളുണ്ടായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 1%, 1.9 ഏറ്റവും ലേറ്റസ്റ്റ്. ഇത്രയും കഴിഞ്ഞ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമുള്ള ഈ ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിൽ ഈ 14% നിന്ന് എങ്ങനെയാണ് 1.9% കുറഞ്ഞത്? അതേസമയം ഇന്ത്യ വിഭജിക്കപ്പെടുമ്പോൾ ഇവിടെ മുസ്ലിങ്ങൾ യഥാർത്ഥത്തിൽ 9% ഉണ്ട്. ഇപ്പോൾ മുസ്ലിങ്ങൾ 15% കഴിഞ്ഞിരിക്കും. 2 രീതിയിൽ പോപ്പുലേഷൻ വളരുന്നുണ്ട്. ഒന്ന്, പോപ്പുലേഷൻ ടോട്ടൽ പെർസെൻറ്റേജ് ഓഫ് ജനസംഖ്യ അനുപാതികമായിട്ട് പെർസെൻറ്റേജ് കൂടുന്നുണ്ട്. ഉദാഹരണമായിട്ട് ജനസംഖ്യയുടെ 9% എന്നുള്ളത് ജനസംഖ്യയുടെ 16%, 15%. പിന്നെ അബ്സല്യൂട്ടായിട്ട് കൂടുന്നുണ്ട്. ഉദാഹരണമായിട്ട് 12 കോടി എന്നുള്ളത് 20 കോടിയാകും. ഇപ്പോൾ 2 രീതിയിലും വളർച്ച ഉണ്ടാകുന്നുണ്ട്. അതേസമയം നേരെ തിരിച്ചാണ് പാകിസ്ഥാനിൽ എന്നുള്ളൊരു വാദം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ വാദം യഥാർത്ഥത്തിൽ ശരിയല്ല എന്നുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. കാരണം ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ രസകരമാണ് അല്ലെങ്കിൽ ശരിയാണെന്ന് തോന്നാവുന്ന ഒരു വാദമാണ്. പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഭജിക്കുന്ന സമയത്ത് സെൻസസ് എടുത്തിട്ടല്ല വിഭജിക്കുന്നത്. 1941 ഒരു സെൻസസ് എടുത്തിട്ടു. ആ 41 എടുത്ത സെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനിലോട്ട് പോകേണ്ട സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങളിൽ ബ്രിട്ടീഷുകാരെടുത്ത ഒരു സെൻസസാണ്. ഹിന്ദു, മുസ്ലിം, സിഖ് അതിൻ്റെ ഒരു കണക്കായിരുന്നു. ആ കണക്കനുസരിച്ചാണ് ആ സ്ഥലങ്ങളിലെല്ലാം കൂടെ 14% ഹിന്ദുക്കളുണ്ട് എന്ന് പറഞ്ഞത്. 6% സിഖുകാരും ഉണ്ടെന്ന് പറഞ്ഞത് 5.5%. പക്ഷേ 47 വിഭജനം. 51 ഒരു കണക്കെടുക്കുന്നുണ്ട്. പാകിസ്ഥാൻ്റെ ആദ്യത്തെ സെൻസസ് എടുക്കുമ്പോൾ
അതിനിടയിൽ ഈ പറയുന്ന 14% ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ പലരും ഇപ്പോഴത്തെ പാകിസ്ഥാൻ്റെ സ്ഥലത്തുണ്ടായിരുന്ന ഹിന്ദുക്കളെല്ലാം തന്നെ ഇന്ത്യയിലേക്ക് തിരിച്ചു പോയിരുന്നു. മൈഗ്രേഷൻ എന്ന് പറഞ്ഞത് 10 ലക്ഷം പേര് കൊല്ലപ്പെട്ട ഒരു കലാപമാണ് വിഭജന സമയത്തുണ്ടായത്. ഏതാണ്ട് 100 ലക്ഷം 10 ലക്ഷം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, 100 ലക്ഷം എന്ന് പറഞ്ഞാൽ 1 കോടി ആളുകളാണ് ഡിസ്പ്ലേസ്ഡ് ആയിപ്പോയി. ആ ഒരു സമയത്ത് കുറേ പേര് ഇങ്ങോട്ട് പോയി. അതുപോലെ തന്നെ മുസ്ലിങ്ങൾ, ഇന്ത്യൻ പ്രദേശത്തുള്ള മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്കും പോയി. അപ്പോൾ ഈ 10 വർഷം കൊണ്ട് അവിടുത്തെ ജനസംഖ്യയുടെ ഉള്ളടക്കം മൊത്തത്തിൽ മാറിപ്പോയി. അങ്ങനെ 1951 പാകിസ്ഥാൻ ഒരു കണക്കെടുക്കുമ്പോൾ അവിടെ ഹിന്ദുക്കളുടെ എണ്ണം അല്ലെങ്കിൽ ശതമാനം എന്ന് പറയുന്നത് 1.6% മാത്രമാണ്. 1951 1.6% പാകിസ്ഥാനിലെ ഹിന്ദുക്കളെങ്കിൽ 1996 വരുമ്പോൾ അത് 1.9% കൂടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. ഇതാണ് അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ളൊരു കാര്യം. പക്ഷേ ഇതുപോലല്ല ബംഗ്ലാദേശിൻ്റെ കാര്യം. അത് ഞാൻ സമ്മതിക്കുന്നു. ബംഗ്ലാദേശിൽ 22%-ലേറെ 22.4% ഹിന്ദുക്കളുണ്ടായിരുന്നു. അത് കുറഞ്ഞ് 12 ഇപ്പോൾ 8%-ലേക്ക് പോകുന്നുണ്ട്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. മൈഗ്രേഷൻ, കൺവേർഷൻ, പിന്നെ അതുപോലെ തന്നെ ഈ ബെറ്റർ ഓപ്പർച്യൂണിറ്റി. ബംഗ്ലാദേശ് ഇന്ന് ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇന്ത്യൻ പൗരന്മാരായിട്ട് അല്ലെങ്കിൽ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഹിന്ദുക്കൾ സ്വാഭാവികമായിട്ടും ബംഗാളിലൊക്കെയുള്ള ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ഇന്ത്യയിലോട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്നു. പെൺകുട്ടികളെല്ലാം ഇന്ത്യയിലേക്ക് വിദ്യാഭ്യാസം നടത്തിക്കുന്നു. എന്നിട്ട് ഇവിടെ വന്ന് വിവാഹം കഴിഞ്ഞിട്ട് അവർ ഇവിടെ തന്നെ തങ്ങുന്നു. അങ്ങനെ ബംഗ്ലാദേശിൽ നിന്ന് കുറേ ഹിന്ദുക്കൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അവിടെ കൺവേർഷൻ നടക്കുന്നുണ്ട്, മൈഗ്രേഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടെ വരുമ്പോൾ അവിടെ ഹിന്ദു പോപ്പുലേഷൻ കുറയുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാൻ്റെ കാര്യം അതല്ല എന്നാണ് ഞാൻ പറയുന്നത്. പാകിസ്ഥാനിലേക്ക് പോകാൻ പറയുന്നുണ്ട്. പാകിസ്ഥാനിൽ അതിലെ ഈ മൈനോറിറ്റീസിനെതിരെയുള്ള ആക്രമണങ്ങളും റിപ്രഷനും ഒക്കെ ഒരുപാട് കൂടിയ സമയത്ത് പാകിസ്ഥാൻ്റെ സുപ്രീം കോടതി ഒരു നിർദ്ദേശം പുറപ്പെടുവിക്കുകയുണ്ടായി. അതിലൊന്നെന്ന് പറഞ്ഞാൽ അവിടെ ഒരു മൈനോറിറ്റി കമ്മീഷൻ ഉണ്ടാക്കണം എന്ന്. നമ്മുടെ മൈനോറിറ്റി കമ്മീഷൻ പോലും ന്യൂനപക്ഷങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ. അന്ന് നവാസ് ഷെരീഫാണ് പ്രധാനമന്ത്രി. പക്ഷേ അന്നത്തെ സുപ്രീം കോടതി അവിടെ പറഞ്ഞ കുറേ കൂടെ രസകരമായിട്ടുള്ള വേറെ ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം 3% പാകിസ്ഥാനിലെ ന്യൂനപക്ഷത്തിന് 5% റിസർവേഷൻ കൊടുക്കണമെന്നും പാകിസ്ഥാൻ സുപ്രീം കോടതി പറഞ്ഞു. നടപ്പിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ഒരു പുനർവിചിന്തനം അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാര്യം ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും ഒപ്രസ് ചെയ്യുക എന്നുള്ളതല്ല. അതിനേക്കാൾ കൂടുതൽ അവിടെ ഒപ്രസ് ചെയ്യുന്നത് അഹമ്മദിയ വിഭാഗക്കാരാണ്. അഹമ്മദിയ വിഭാഗക്കാരെന്ന് നിങ്ങൾക്കറിയാം, ഗുലാം അഹമ്മദ് എന്ന് പറയുന്ന, ഗുലാം മിർസ അഹമ്മദ് എന്ന് പറയുന്ന ഒരു 2ാം പ്രവാചകൻ, പഞ്ചാബുകാരനായിരുന്നു. പുള്ളി ഈ അഹമ്മദിയ വിഭാഗക്കാർ സ്വാഭാവികമായിട്ടും ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുന്നുണ്ട്, ഖുർആൻ അംഗീകരിക്കുന്നുണ്ട്. റസൂൽ അന്ത്യപ്രവാചകനല്ല, റസൂൽ മുഹമ്മദ് പ്രധാന പ്രവാചകനാണ്. അന്ത്യപ്രവാചകൻ ഇദ്ദേഹം. ഒരു പുതിയ പ്രവാചകനെ കൊണ്ടുവരുമ്പോൾ അത് വളരെ പ്രശ്നമാണ്. പാകിസ്ഥാനിലെ സിയാഉൽ ഹക്കിൻ്റെ കാലഘട്ടത്തിൽ അഹമ്മദിയക്കാരെ അമുസ്ലിങ്ങളാക്കി മാറ്റപ്പെട്ടു. അവരുടെ പള്ളികളിൽ ബോംബ് വെക്കുക, അവരെ തകർക്കുക. ഇപ്പോൾ ശ്രീലങ്കയിലെ തന്നെ യഥാർത്ഥ പ്രശ്നം, ശ്രീലങ്കയിൽ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഓൺസ്ലോട്ട് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്ന് പറയുമ്പോൾ എല്ലാം പിടിച്ചുകൊണ്ട് ഇറങ്ങി ഓടുന്നതിൽ നമ്പർ 1 അഹമ്മദിയക്കാരാണ്. അവർ ഇവിടുത്തെ അടിയും ബഹളവും കാരണമാണ് അങ്ങോട്ട് പോയത്. അവിടെ ചെന്നപ്പോൾ അവിടെ പൊട്ടിക്കുന്ന അവർ തിരിച്ചിങ്ങോട്ട് വേണം. അഹമ്മദിയ ലോകമെമ്പാടും പീഡിപ്പിക്കപ്പെടുന്ന ഒരു മുസ്ലിം വിഭാഗമാണ്. പാകിസ്ഥാനിലെ ഏറ്റവും കൂടുതൽ ഷിയ പള്ളികളിലും അഹമ്മദിയ പള്ളികളിലുമാണ് ബോംബ്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ബോംബ് വെക്കുന്നു, ആളുകൾ കൊല്ലപ്പെടുന്ന ആളുകളെ എടുത്തുകൊണ്ട് ആശുപത്രിയിൽ പോകുന്നു. അവിടെ ആശുപത്രി കൊണ്ടുപോയി ബോംബ് വെക്കുന്നു. ആശുപത്രിയിൽ നിന്ന് എടുത്തിട്ട് അടക്കം കൊണ്ടുപോകുന്നു, അവിടെയും കൊണ്ടുവന്ന് ബോംബ് വെക്കുന്നു. എല്ലാം ചാവേറുകൾ, മൊത്തം കണക്റ്റഡ് ചാവേർ നെറ്റ്വർക്കിലൂടെ ഇല്ല. ഇതാണ് പാകിസ്ഥാനിൽ. അപ്പോൾ പാകിസ്ഥാനിലെ യഥാർത്ഥത്തിൽ തിയോക്രാറ്റിക് കൺട്രിയാണ്. 96% മുസ്ലിങ്ങളാണ്. അപ്പോൾ ഇവിടെ രസം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ പ്രധാന മതം എന്ന് പറയാവുന്ന ഹിന്ദു മതം. അതിലൊരു വിഭാഗം എടുക്കുകയാണ്, SC/ST എന്ന് പറയുന്നൊരു വിഭാഗം എടുക്കുക. അവർ പൊതുവിൽ പറയുന്നത്, ഞാൻ എൻ്റെ ഒരു കണക്കാണ് പറയുന്നത്, എന്താണ് ഈ സെക്യുലറിസം എന്നുള്ള ആശയം വരിക. അവർ 16.5% SC, 8.5% ST. ഇവർ രണ്ടുപേരൂടെ കൂടുമ്പോൾ ഒരു 16, 8 എല്ലാം കൂടെ 25%. ഈ 25% ആളുകൾ ഹിന്ദുക്കളല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിന്ദു എന്ന് പറയുന്ന ബ്രാക്കറ്റിൽ യഥാർത്ഥത്തിൽ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് ഹിന്ദു, സിഖ്, ജൈന, ബുദ്ധ, ഇതെല്ലാം കൂടെ ചേർന്നാണ് ഹിന്ദു. ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയൊക്കെ ഹിന്ദു വരുന്നോ ഇത് 4 കൂട്ടിക്കണം. ഇതെല്ലാം വ്യത്യസ്തമാണ് എങ്കിലും അങ്ങനെയാണ് പറയുന്നത്. അപ്പം ഈ 25% കുറച്ച് ആളുകളോട് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ
ബാക്കി വരുന്ന ഹിന്ദു എന്ന് പറയുന്നത് ഇന്ത്യയിലെ ന്യൂനപക്ഷമായി മാറും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നൊരു കാര്യം, പല സംസ്ഥാനങ്ങളിലും പല സ്ഥലങ്ങളിലും ഹിന്ദു മതത്തെ ന്യൂനപക്ഷങ്ങളായിട്ട് പ്രഖ്യാപിക്കാൻ പോവാണ്. കഴിഞ്ഞ വർഷം നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും, നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിൽ പല സ്ഥലങ്ങളിൽ ഹിന്ദു മതത്തെ ന്യൂനപക്ഷമാക്കി. അതെന്തുകൊണ്ട് വരിക? ഒരു രാജ്യത്തും ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി എല്ലായിടത്തും ന്യൂനപക്ഷമാകണമെന്നില്ല. ഇപ്പോൾ കാശ്മീരിൽ 94% മുസ്ലിംസ് ഉണ്ട്. പക്ഷേ കാശ്മീരിൽ മുസ്ലിംസിൻ്റെ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂനപക്ഷം എന്നാണ്. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ വന്നു കഴിഞ്ഞാൽ 60-70% മുസ്ലിങ്ങളാണ്. അവിടെയും അവർക്ക് കിട്ടുന്നത് ന്യൂനപക്ഷ അവകാശങ്ങളും ആനുകൂല്യങ്ങളുമാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഹിന്ദുക്കൾ ന്യൂനപക്ഷമായിട്ടുള്ള ഡിസ്ട്രിക്റ്റുകൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ. ഇപ്പോൾ ഏറ്റവും BJP മന്ത്രിസഭ അവസാനം ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് ഇറങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കണക്ക് നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ വരണം. ന്യൂനപക്ഷ ജില്ലകൾ ഉണ്ടാക്കിക്കൊണ്ടുവരികയാണ്, ന്യൂനപക്ഷ സ്ഥലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരികയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഭൂരിപക്ഷം എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ ഔദാര്യത്തിലാണ് മതേതരത്വം പുലരുന്നത് എന്നുള്ള അവസ്ഥ എല്ലായിടത്തും ഉണ്ട്. അത് ഇന്ത്യയിലും ഉണ്ട് യഥാർത്ഥത്തിൽ. അതാണ് യഥാർത്ഥ നമ്മൾ നേരിടുന്ന വെല്ലുവിളി. ഈ മതേതരത്വത്തിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. കാര്യം മതം എല്ലായിടത്തും കയറി പിടിക്കും. എങ്ങനെയാണ് നമ്മൾ വിട്ടുപോയത്? ഒരുപാട് മൂവ്മെൻറ്റ്സിലൂടെയാണ്, ചിന്തകളിലൂടെയൊക്കെയാണ്. നിങ്ങൾ ഒരുപക്ഷേ എമിൽ ഡക്കം എന്ന് പറയുന്ന ഒരു സോഷ്യോളജിസ്റ്റിനെ കുറിച്ച്, മാക്സ് വെബർ, കാൾ മാക്സ്, ഈ 3 പേരെ എടുക്കാം. ഇതിൽ മാക്സും എമിലി ഡക്കമും ഏതാണ്ട് ഒരേ രീതിയിൽ കാര്യങ്ങൾ പറയുന്ന ആളുകളായിരുന്നു. അവർ പറഞ്ഞൊരു കാര്യം, ഈ മതം എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ അതിജീവിച്ചു പോകുന്നത്. മാക്സും അതുപോലെ തന്നെ എമിൽ ഡക്കോ ഒക്കെ പറഞ്ഞൊരു ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാമ്പത്തികമായ അഭിവൃദ്ധി, ഭൗതികമായ പുരോഗതി, വിദ്യാഭ്യാസം, സാക്ഷരത, വ്യവസായവൽക്കരണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്ന് ഭൗതികമായിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഫുൾഫിൽഡ് ആയി കഴിഞ്ഞാൽ ജനത്തിന് മതവും ദൈവവും ഒക്കെ പിന്നെ വലിയ പ്രാധാന്യമില്ലാതായി തീരും എന്നാണ് എമിൽ ഡക്കവും ഇത് തന്നെയാണ് മാക്സും പറഞ്ഞത്. മനസ്സിലായോ? സാമ്പത്തികമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങൾ മെച്ചപ്പെടുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മതത്തെക്കുറിച്ച് ആളുകൾക്ക് വേവലാതി ഉണ്ടാവില്ല. മറ്റേത് ദാരിദ്ര്യം, പട്ടിണി, ആശങ്ക, തൊഴിലില്ലായ്മ, ഇങ്ങനെയാണ് ആളുകൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു പോകുന്നതും മതപരമായി അടിമപ്പെടുന്നതും. ഇങ്ങനെയുള്ളൊരു രീതിയാണ് യഥാർത്ഥത്തിൽ മാർക്സിസ്റ്റ് തിയോളജി. ഇതാണ് എമിൽ ഡക്കോണ് ആദ്യം പറഞ്ഞത്, അത് തന്നെയാണ് മാക്സ് ആവർത്തിച്ചത്. പക്ഷേ കഴിഞ്ഞ വർഷം 2018 തോന്നുന്നു, UK ബ്രിസ്റ്റൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു പഠനഫലം നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ്, വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള സ്റ്റഡിയാണ്. 109 രാജ്യങ്ങളിലെ ജനാധിപത്യവും മതേതരത്വവും പഠിച്ചിട്ട് അവർ നടത്തിയൊരു സ്റ്റഡിയാണ്. കഴിഞ്ഞ 100 വർഷത്തെ പ്രവർത്തനങ്ങൾ, 100 വർഷത്തെ ചരിത്രം അവർ പഠിച്ചു. ഒരു വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു ബ്രിസ്റ്റൽ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ അമേരിക്കയിലെ ടെന്നസി യൂണിവേഴ്സിറ്റിയിലെ സഹായത്തോടുകൂടി കൊളാബറേഷനോട് നടത്തിയൊരു പഠനമാണ്. അത് ഇന്ത്യയിൽ പല മാഗസിനുകളിലൊക്കെ അത് വരികയുണ്ടായി, പല ചാനലിലൊക്കെ വന്നു. അതിനകത്ത് പറയുന്നൊരു കാര്യം, നമ്മളിപ്പോൾ എസൻസ് പോലെയൊക്കെയുള്ള സംഘടനകൾ പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് എന്തുകൊണ്ടാണ് മതേതരത്വം ഒരു സമൂഹത്തിന് വേണ്ടത്? കാരണം ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചോളം പ്രാണവായുവാണ്. ഇപ്പം മലേഷ്യയിലെ ന്യൂനപക്ഷമായാലും പാകിസ്ഥാനിലെ ന്യൂനപക്ഷമായാലും ഇന്ത്യയിലെ ന്യൂനപക്ഷമായാലും അവരെ സംബന്ധിച്ചോളം ഏറ്റവും അനുകൂലമായിട്ടുള്ള, ഏറ്റവും സഹായകരമായ അവസ്ഥയാണ് മതേതരത്വം. നിങ്ങൾക്ക് മതേതരത്വം അനാകർഷകമാകുന്നത് എപ്പോഴാണ്? നിങ്ങളുടെ മതം വലുതായിരിക്കുകയും പക്ഷേ ആ മതത്തിൻ്റെ ശക്തിക്കും അതിൻ്റെ ഇതനുസരിച്ചുള്ള സ്വാധീനത്തിനും അനുസരിച്ചുള്ള ഒരു വിഹിതം രാഷ്ട്രത്തിൽ കിട്ടാതെ വരുമ്പോഴാണ് നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാകും. ഇപ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളെയോ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് മതേതരത്വം എന്ന് പറയുന്നത് പാൽപ്പായസമാണ്. പക്ഷേ പാകിസ്ഥാനിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് മതേതരത്വം വളരെ അരോചകമാണെന്നല്ല, അവിടെ മതേതരത്വം ഇല്ലല്ലോ, അത് തിയോക്രാറ്റിക്കായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഭൂരിപക്ഷം വിട്ടുവീഴ്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ടർക്കിയിലെ മുസ്ലിങ്ങൾ 94% ഉണ്ട്, പക്ഷെ അവർ കോൺസ്റ്റിറ്റ്യൂഷനിലി അത് മതേതരത്വം അവിടെ എഴുതി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല രാജ്യങ്ങളിലും ഉദാഹരണമായിട്ട് നിങ്ങൾ ഒരു രാജ്യമുണ്ടല്ലോ, എൻവർ റോജ, അൽബേനിയ എന്ന് പറയുന്ന രാജ്യം 1967 ലോകത്തെ ആദ്യത്തെ എത്തിസ്റ്റ് സ്റ്റേറ്റായിട്ട് പ്രഖ്യാപിച്ച രാജ്യം. അന്ന് കമ്മ്യൂണിസത്തിൻ്റെ പുഷ്കല കാലഘട്ടമാണ്. ഒരു രാജ്യത്തെ എത്തിസ്റ്റ് സ്റ്റേറ്റായിട്ട് അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. പള്ളിയുടെ അധികാരങ്ങൾ പോവുക, പ്രൈവറ്റ് പ്രോപ്പർട്ടി ഓൺ ചെയ്യാൻ പറ്റില്ല, എഡ്യൂക്കേഷനിൽ കൈകടത്താൻ പാടില്ല, അല്ലേ? ഇവിടെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം രാവിലെ കൂപ്പുകൈകളുമായിട്ടാണ് അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാം തുടങ്ങുന്നത്. പിന്നെ ഓരോ സെക്കൻഡിന് വരുന്ന എല്ലാ സാധനം ഇതാണ്. പിന്നെ സിലബസ് ഇത്, മതത്തെ വിമർശിക്കുന്ന പാഠഭാഗങ്ങൾ പാടില്ല.
അൽബേനിയയിൽ 67 മതത്തെ വലിയ തോതിൽ അടിച്ചമർത്താണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു രസം ഞാൻ പറയാം. 67 സെക്കുലർ അല്ല, ശരിക്കും എത്തി സ്റ്റേറ്റ് എന്നാണ് അൽബേനിയ വന്നത്. ഈ 3 തരം സ്റ്റേറ്റുകളെ കുറിച്ച് പറയേണ്ടത്. ഒന്നൊരു എത്തി സ്റ്റേറ്റ്, തിയോക്രാറ്റിക് സ്റ്റേറ്റ്, സെക്കുലർ സ്റ്റേറ്റ് എൻ്റെ നടുക്ക് വരുന്ന, മധ്യത്തിൽ വരുന്ന. സെക്കുലർ സ്റ്റേറ്റിന് യഥാർത്ഥത്തിൽ ഇമ്പാർഷ്യൽ ആൻഡ് ന്യൂട്രൽ ടു റിലീജിയൻ എന്നേ പറയാൻ പറ്റും. ആൻഡ് സ്റ്റേറ്റ് വിൽ നോട്ട് ഹാവ് എനി റിലീജിയൻ. പക്ഷേ ആൻറ്റി റിലീജിയസ് അല്ല, മതവിമുക്തമാണ്, പക്ഷേ മതവിരുദ്ധമല്ല. ഇന്ത്യയൊക്കെ മതവിമുക്തമല്ല, മതവിരുദ്ധമല്ല, പക്ഷേ നമ്മൾ സെക്കുലറാണ്. അതാണ് രസം. പിന്നെ പുഷ്പിക്കാത്ത സസ്യമെന്നോ അല്ലെങ്കിൽ എന്താണ് രതിരഹിത വിവാഹമെന്നോ ഒക്കെ പറയാവുന്നതാണ്. നമുക്ക് പേരിനുണ്ട് സാധനം, പക്ഷേ ഇവിടെ മതവിരുദ്ധവും അല്ല, മതേതരവും അല്ല, മതപരമാണ്. അപ്പോൾ നമുക്കിപ്പോൾ കേരളത്തിൽ തന്നെ വന്നു കഴിഞ്ഞാൽ ആസ്ഥാന വാസ്തു വിദഗ്ധനുണ്ട്, ആസ്ഥാന ജ്യോതിഷിയുണ്ട്, എല്ലാ സംഭവങ്ങളും ഇങ്ങനെയാണ്. ഞാൻ ഈ അടുത്തിടെ ഒരു ഫേസ്ബുക്കിലൊരു സാധനം കണ്ടിരിക്കുന്നു. പണ്ടേ ഉള്ളതാണ്, എന്നാലും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താണ്. ഈ തൃപ്പൂണിത്തറ ക്ഷേത്രത്തിൽ പൂർണ്ണത്രയീശൻ എന്നാണ് അവിടുത്തെ ദൈവത്തിൻ്റെ പേരെന്ന് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹത്തെ എഴുന്നള്ളിച്ചുകൊണ്ട് വരുമ്പോൾ 2 പോലീസുകാർ അവിടെ പോയി സല്യൂട്ട് ചെയ്യുകയാണ്, തോക്കൊക്കെ വെച്ച്. ആരെയാണ് സല്യൂട്ട് ചെയ്ത്? ദൈവത്തെയാണ് സല്യൂട്ട് ചെയ്തത്. മതേതരത്തിൻ്റെ കോറായിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ മാൻ ടു മാൻ റിലേഷൻഷിപ്പിൽ, അതാണ് രാഷ്ട്രീയം, അതാണ് രാഷ്ട്രം കൈകാര്യം ചെയ്യുന്നത്. മാൻ ടു ഗോഡ് റിലേഷൻഷിപ്പ് ഉണ്ട്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള റിലേഷൻ, ദൈവവും പ്രേതവും തമ്മിലുള്ള റിലേഷൻ, ദൈവവും ചാത്തനും തമ്മിലുള്ള റിലേഷൻ. അതിനകത്ത് രാഷ്ട്രം ഇടപെടുന്നില്ല. ഇവിടെ ദൈവവും ചാത്തനല്ല, അതിനേക്കാൾ കൂടിയ ആളുമായിട്ടുള്ള റിലേഷനിലാണ് സംസ്ഥാന പോലീസിനെ വിട്ടിട്ട്. അപ്പോൾ നമ്മളും പറയുന്ന മതേതരത്വം. എന്നിട്ട് നമ്മളെന്താ പറയുന്നത്? ഇന്ത്യൻ മതേതരത്വം എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ മതേതരത്വമാണ്. എന്നിട്ട് എന്തിനാണ് ഈ പേര് കൊണ്ട് നടക്കുന്നത് എന്നുള്ളതാണ് കാര്യം, അല്ലേ? യഥാർത്ഥത്തിൽ there is no American chemistry, there is no Spanish physics, you don't say. മതേതരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1951 ആദ്യമായി ഈ വാക്ക് കോയിൻ ചെയ്തത് ഹോളിയോക്ക് എന്ന് പറയും. ജോർജ് ഹോളിയോക്ക് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് അഗ്നോസ്റ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. പുള്ളിയെ മതനിന്ദയ്ക്ക് 6 മാസം പിടിച്ച് ജയിലിലിട്ടപ്പോൾ പുള്ളി തിരിച്ചു വന്ന് എഴുത്തായിരുന്നു. അതിനകത്ത് വന്നൊരു വാക്കാണ് മതേതരത്വം. മതത്തിൻ്റെ ഇതിൽ നിന്ന് രാഷ്ട്രം മോചിതമാകുന്നു. ഞാൻ ആ പഠനത്തേക്ക് തിരിച്ചു വരുന്നതിന് മുമ്പ് അൽബേനിയയിലേക്ക് ഒന്നുകൂടെ വരാം. അൽബേനിയയിൽ ഇപ്പോഴെന്താ അവസ്ഥ? അൽബേനിയയിൽ സുന്നികളാണ് കൂടുതൽ. 70% മുസ്ലിങ്ങളായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഒരു 28 ലക്ഷം ജനസംഖ്യയുള്ള രാജ്യമാണ്. ഇപ്പോൾ അവിടെ 59% മുസ്ലിങ്ങളുണ്ട്. റമദാൻ നോയമ്പെടുക്കുന്ന മുസ്ലിങ്ങളുടെ എണ്ണം മൊത്തം മുസ്ലിങ്ങളുടെ 5%-നും താഴെയാണ്. പള്ളി പോകുന്ന ബാക്കി കാത്തലിക്സാണ്. പള്ളി പോകുന്ന കാത്തലിക്സിൻ്റെ എണ്ണവും 7%-നും താഴെയാണ്. 80%-ഓളം ചെറുപ്പക്കാർക്ക് മതം അവരുടെ ജീവിതത്തിൽ യാതൊരു റോളും വഹിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അൽബേനിയൻ സ്റ്റഡി. കമ്മ്യൂണിസം അടിച്ചമർത്തിയ മതം തിരിച്ചു വരാത്ത ഒരു സ്ഥലമാണ് അൽബേനിയ. ബാക്കി എവിടെയൊക്കെ കമ്മ്യൂണിസം കാര്യം അടിച്ചമർത്തിയ മതത്തെ ഒതുക്കാൻ പറ്റില്ല. സ്പ്രിങ് പോലാണ്. ഇത് മാറ്റുമ്പോൾ ഇത് തിരിച്ചു വരും. കാര്യം എന്തോ ഒക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്നതാണ്, നമുക്ക് അത് പോയിക്കൊണ്ടിരുന്നതാണ്, പൊങ്കാല ഇടുന്ന അത് പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ എല്ലാം കൂടെ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് ഇരട്ടിയായിട്ട് ചെയ്യലാണ് സാധാരണ സംഭവിക്കുന്നത്. പക്ഷേ അൽബേനിയയിൽ സംഭവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അങ്ങ് അടിച്ചമർത്തി. വിദ്യാഭ്യാസത്തിൽ നിന്ന് മതത്തെ മാറ്റി. വിദ്യാഭ്യാസമാണ് മതം എന്ന് പറഞ്ഞൊരു വിദ്യാഭ്യാസമാണ് ശരിക്കും. ഇവിടുന്ന് ഇങ്ങോട്ട് മാറ്റിയപ്പോഴത്തേക്ക് പുതുതലമുറ ഇതില്ലാത്ത ഒരു ലോകത്തിലേക്ക് ജനിച്ച് ജീവിച്ച് കളിച്ച് വളരാൻ തുടങ്ങി. അപ്പോൾ അവരോട് ചോദിക്കണം മതം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിക്കുമ്പോൾ 80% ഓഫ് ദ പീപ്പിളാണ് യൂത്ത് പറയുന്നത് അവർക്ക് മതം ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഇന്നത്തെ അൽബേനിയയുടെ അവസ്ഥ. അൽബേനിയയിൽ 1992 മതപരമായ അടിച്ചമർത്തൽ നിയമങ്ങളെല്ലാം തന്നെ പിൻവലിച്ചു. 67-നും 92-നും ഇടയ്ക്കാണ് മതം അവിടെ പൂർണ്ണമായി അപ്രസക്തമായിരുന്നു. പക്ഷേ 92 ഈ നിയമങ്ങളെല്ലാം പിൻവലിച്ചിട്ടും അൽബേനിയയുടെ അവസ്ഥ ഇപ്പം അതേ കണക്ക് തന്നെ തുടരുകയാണ്. ഇന്ത്യയിൽ അതല്ല അവസ്ഥ. ഇന്ത്യയിലിപ്പോൾ ആർട്ടിക്കിൾ 25 എന്ന് പറയുന്നൊരു ഇതാണല്ലോ, റൈറ്റ് ടു ഫ്രീഡം. ആർട്ടിക്കിൾ 25 വെച്ചാണ് യഥാർത്ഥത്തിൽ ശബരിമല കേസിൽ അയ്യപ്പൻ്റെ പാർട്ടിക്കാർ വാദിച്ചത്. അതിനെ എതിർത്തുകൊണ്ട് ആളുകൾ വാദിച്ചത് ആർട്ടിക്കിൾ 14 മുതൽ 16 വരെയുള്ള ഈക്വാലിറ്റി സംബന്ധിച്ചുള്ള വകുപ്പുകൾ. ഇതിൽ യഥാർത്ഥത്തിൽ തോൽവി സംഭവിച്ചത് മതപക്ഷത്തിനാണ്. അപ്പോൾ അവർ ഇപ്പോൾ ആ കേസ് സുപ്രീം കോടതി കിടക്കുകയാണ്. എന്തായിരിക്കും ഇതിൻ്റെ ഭാവി? അപ്പോൾ ഞാനൊന്ന് ആലോചിക്കുന്നത്, സാധാരണ ഇതിൽ ഇന്ത്യൻ ഭരണഘടന അതേപടി വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ഇപ്പോൾ വന്ന ഒരു നിയമം അല്ലാതെ വേറൊരു നിയമം സാധ്യമല്ല. വലിയ ബുദ്ധിമുട്ടാണ്. കാരണം കാസ്റ്റ്, ജെൻഡർ,
അതുപോലെ തന്നെ പ്ലേസ്, ലാംഗ്വേജ്, ഇതിൻ്റെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല ഇന്ത്യൻ പൗരന്മാർക്ക് എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ടെങ്കിൽ അങ്ങനെ ചില വിവേചനങ്ങളൊക്കെ ഇന്നിടത്തൊക്കെ ആകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിൽക്കില്ല. അപ്പോഴാണ് ഇവർ റൈറ്റ് ടു റിലീജിയസ് ഫ്രീഡം എന്നുള്ള വകുപ്പ് എടുക്കുന്നത് 25. അതിനകത്ത് യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് പറയുന്നത്? ഒന്നതിനകത്ത് നിങ്ങളുടെ റിലീജിയൻ 3 കാര്യങ്ങൾ ചെയ്യാനാണ് നിങ്ങൾക്ക് അവകാശമുള്ളത്. ഒന്ന്, പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ്, PPP. അതായത് ഒരു മതത്തോട് അലീജിയൻസ് പ്രഖ്യാപിക്കുക, അതിനകത്ത് ആരാധകനാണെന്ന് സ്വയം പ്രഖ്യാപിക്കുക. 2, അത് ആചരിക്കുക. 3, അത് പടർത്തുക. ഇതിൽ ഭരണഘടനാ സഭയിൽ നടന്നിട്ടുള്ള ചർച്ചകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വേർഷിപ്പ് എന്നുള്ളതിൽ അല്ലെന്നുണ്ടെങ്കിൽ പ്രൊഫസ് എന്നുള്ളതിൽ ഒതുക്കാനായിരുന്നു ആദ്യം ശ്രമം. ആദ്യമൊക്കെ വന്ന നിയമം അങ്ങനെ തന്നെയായിരുന്നു. ആർട്ടിക്കിൾ 25. ആർട്ടിക്കിൾ 25ൻ്റെ തന്നെ ആവശ്യമില്ല എന്നൊരു വാദം ഉണ്ടായിരുന്നു. അന്ന് 19 ഫ്രീഡം ഓഫ് എക്സ്പ്രഷനകത്ത് തന്നെ മതം എക്സ്പ്രസ് ചെയ്യാനുള്ള അവകാശം അതിനകത്ത് തന്നെ ഉള്ളതാണ്. പിന്നെ എന്തിനാ പ്രത്യേകിച്ച് വകുപ്പെന്ന് പറഞ്ഞപ്പോൾ പട്ടേലിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൈനോറിറ്റി, ട്രൈബൽ ഏരിയ, അതിനൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഒരു മൈനോറിറ്റി കമ്മിറ്റി ഉണ്ടായിരുന്നു. ഇവരെല്ലാം കൂടെ കൊണ്ടുവന്നാണ് ആർട്ടിക്കിൾ 25 എന്ന് പറഞ്ഞ് മതവകുപ്പ്, റിലീജിയസ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞൊരു സാധനം. അങ്ങനെ അല്ലാണ്ട് പേര് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. 25 ആദ്യം പറയുന്നൊരു കാര്യം, മതം ആചരിക്കാനായിട്ടുള്ള അവകാശമുണ്ട്. എങ്ങനെ? 1, പ്രൊഫസ് ചെയ്യുക. 2, പ്രാക്ടീസ് ചെയ്യുക. 3, പ്രൊപ്പഗേറ്റ് ചെയ്യുക. പ്രൊഫസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമില്ല. വർഷിപ്പ് ചെയ്യുക. ഞാൻ ഒരാളെ ആരാധിക്കുന്നു, കൃഷ്ണൻ, ഞാനേ കണ്ടോളൂ, ഞാൻ മാത്രമേ കണ്ടോളൂ. നിങ്ങൾ വീട്ടിലിരിക്കുന്നു, TV കാണുന്നോണം കാണുന്നു, നോ പ്രോബ്ലം. രണ്ടാമത്തെ ഭയങ്കര പ്രശ്നമാണ് പ്രാക്ടീസ്. നിങ്ങൾ മതം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊരു സമൂഹത്തിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു ക്രാക്കർ പൊട്ടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാവരുടെയും ഇത് അടിച്ച് പൊട്ടിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റൂ. നിങ്ങൾക്കൊരു ഘോഷയാത്ര നടത്തണമെങ്കിൽ, നിങ്ങൾക്കൊരു ഉത്സവം സംഘടിപ്പിക്കണമെങ്കിൽ നിങ്ങളുടെ കൈ എല്ലാവരുടെയും പോക്കറ്റിലേക്ക് നീണ്ടിച്ചു. പ്രാക്ടീസിങ് എന്ന് പറഞ്ഞാൽ വളരെ അപകടകരമായൊരു കാര്യമാണ്. കാര്യം പ്രാക്ടീസ് മതം മാത്രം വിചാരിച്ചാൽ മതം പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അതാണ് അതിൻ്റെ പോയിന്റ്. ഇനി മൂന്നാമത്തത് നിങ്ങൾക്കറിയാം, പ്രൊപ്പഗേറ്റ് ചെയ്യുക. പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴും മിക്കവാറും ഉള്ള നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലും സ്വാതന്ത്ര്യത്തിന് മുന്നേ ഉള്ള ഇന്ത്യയിലും ഉണ്ടായിട്ടുള്ള കലാപങ്ങളുടെ എല്ലാം അടിസ്ഥാനം ഈ മൂന്നാമത്തെ സാധനമാണ്, പ്രൊപ്പഗേറ്റിംഗ് റിലീജിയൻ. നിങ്ങളിൽ തന്നെ നിർത്താൻ നിങ്ങൾക്ക് ഉദ്ദേശമില്ല, നിങ്ങൾ റിക്രൂട്ട് ചെയ്യാം. ആളുകളെ, പുതിയ ആളുകളെ കൊണ്ടുവരികയാണ്, മതം പടർത്തുക, കൺവേർട്ട് ചെയ്യുക, റീകൺവേർട്ട് ചെയ്യുക, കർവാപ്പസി. ആ ഒരു സാധനം മാത്രം കട്ട് ചെയ്തിരുന്നെങ്കിൽ ഇന്ത്യയിൽ നിന്ന് നമുക്ക് ലാഭിക്കാവുന്ന മതലഹളകളും സംഘർഷങ്ങളും ഒരുപാടാണ്. പക്ഷേ സാധിക്കുമായിരുന്നില്ല. അത്രമാത്രം മതനിബിഡമായിരുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്നത്. പശുവിൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങൾ കണ്ടു. പശുവിൻ്റെ യഥാർത്ഥത്തിൽ പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ BJPയുടെ ആണ്, ഞാൻ പലയിടത്തും പറഞ്ഞിട്ട് BJPയുടെ ഒരു സാധനമാണ് പശു എന്ന് കരുതുകയേ വേണ്ട. BJP ഇപ്പോഴാണ് ഈ സാധനം കാണുന്നത്. ഇത് കോൺഗ്രസ് കഴിഞ്ഞ 150 വർഷമായിട്ട് 1857 മുതൽ ഇന്ത്യയിൽ വളരെ സജീവമായി ഉപയോഗിക്കപ്പെടുന്ന രാഷ്ട്രീയ ആയുധമാണ് പശു. 57-ലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് നമ്മൾ പറയുന്ന ശിപായി ലഹള എന്ന് അവർ വിളിക്കുന്ന ആ സംഭവത്തിൽ പശുവിനെ വെച്ചുകൊണ്ടാണ് സിഖുകാരും ഹിന്ദുക്കളും ആദ്യമായി ഒന്നിക്കുന്നത്. 2 കൂട്ടർക്കും പ്രധാനപ്പെട്ടതാണ്. പിന്നെ അത് കഴിഞ്ഞ് മഹാത്മാഗാന്ധിയുടെ കാലഘട്ടം, തിലകനൊക്കെ അറിയാമല്ലോ, നിങ്ങൾക്കറിയാമല്ലോ, എന്നെ കൊന്നോളൂ എന്നാലും പശുവിനെ വെറുതെ വിടുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കോൺഗ്രസിൻ്റെ ആയുധമായിരുന്നു പശു. ഇന്ദിരാഗാന്ധിയുടെ ചിഹ്നം തന്നെ പശുവും കിടാവും. പശുവും കിടാവും വെച്ചുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി ആ ഒരു സാധനം കുറേ കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് എങ്ങനെയോ താഴ്ത്ത് വെച്ച് നോക്കിയപ്പോൾ കാണാം മോദി വന്ന് എടുത്തു എന്നേ ഉള്ളൂ. ഈ സാധനം ഇവിടെ ഉള്ളതാണ്, അല്ലാതെ ഇത് BJPയുടെ കണ്ടുപിടുത്തോ അല്ലെങ്കിൽ ജനതാദളിൻ്റെ കണ്ടുപിടുത്തോ ഒന്നുമല്ല. ഈ സാധനം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലും ഉണ്ടായിരുന്നു. ഇത് ഫണ്ടമെൻ്റൽ റൈറ്റ് ആക്കാനായിരുന്നു ആദ്യത്തെ ശ്രമം. പശുവിൻ്റെ കാര്യം ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ട് കൊടുക്കാം, അത് ഭയങ്കര സംഭവമാണ്. അതിൽ നിന്നാണ് നിർദ്ദേശ തത്വങ്ങളിലേക്കൊന്ന് മാറ്റിയത്. അതൊക്കെ തള്ളി നീക്കിയാണ്. നെഹ്റുവും അംബേദ്കറും കൂടെ ചേർന്ന് ഇങ്ങനെ തള്ളി നീക്കിയ സാധനമാണ്. അതേപോലുള്ള ആളുകൾ വളരെ ന്യൂനപക്ഷമായിരുന്നു. എന്നാലും ഈ പുരോഗമന ആശയങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ നടക്കും. ഞാൻ വീണ്ടും എസൻസിൻ്റെ ഒരു കാര്യം പറഞ്ഞതിലേക്ക് തന്നെ വരികയാണ്. ഇപ്പോൾ എമിൽ ഡക്കവും മാക്സും പറഞ്ഞൊരു കാര്യം, ഒരു മതപരമായ ദുർബലീകരണം അല്ലെങ്കിൽ ഒരു ഡൈല്യൂഷൻ ഒരു സമൂഹത്തിൽ സംഭവിക്കണമെങ്കിൽ ഭൗതിക പുരോഗതി ഉണ്ടാവണം, എഡ്യൂക്കേഷൻ ഉണ്ടാവണം, അല്ലേ? ഇന്നസെൻ്റ് പറയുന്നതാണോ എഡ്യൂക്കേഷൻ? അങ്ങനെയൊക്കെ വരുമ്പോൾ ജനങ്ങൾക്ക് മതമൊക്കെ. പക്ഷെ നമ്മളിവിടെ എന്താ കാണുന്നത്? ഇവിടെ ഏറ്റവും കൂടിയ വിദ്യാഭ്യാസമുള്ള ആളുകൾ ഏറ്റവും കൂടിയ അന്ധവിശ്വാസികളാണ്. ഇപ്പോൾ UGCയോ അല്ലെങ്കിൽ നിങ്ങളൊരു എഞ്ചിനീയറിംഗ് കോളേജിലോ അല്ലെങ്കിൽ നിങ്ങളൊരു റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ഒരു ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ ഡാഷ് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ അന്ധവിശ്വാസികളെ നിങ്ങൾ അവിടെയാണ് കാണുന്നത്.
അപ്പോൾ എഡ്യൂക്കേഷൻ ഒരു പിണ്ണാക്കം ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അർത്ഥം. എഡ്യൂക്കേഷൻ ഹെൽപ്ഫുള്ളാണ്, പക്ഷേ എന്ത് എഡ്യൂക്കേഷൻ? നിങ്ങൾ കളക്ഷൻ ഓഫ് ഡേറ്റയാണ് മാത്രം. നിങ്ങൾ കുറേ കാര്യങ്ങൾ അറിഞ്ഞു വെക്കുകയാണ്. ഇല്ല PSCക്ക് പഠിക്കുന്നോണം ഭൂട്ടാനിലെ നാണയം ഇത്, ഇറാനിലെ നാണയം ഇത്, മഡഗാസ്കറിലെ നാണയം ഇത്, ഇങ്ങനെ കുറേ നാണയങ്ങളുടെ പേര് പഠിക്കുന്നു. അറിവുണ്ടാവുന്നു, നിങ്ങൾക്ക് ജോലി കിട്ടുന്നു, നിങ്ങൾ അംഗീകരിക്കപ്പെടുന്നു. അറിവല്ല, ഒരു തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ മതത്തിൽ നിന്ന് പുറത്തു വരാൻ നമ്മളെ സഹായിക്കുക. അതാണ് നമ്മൾ സയൻറ്റിഫിക് ടെമ്പർ, ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഞാൻ മുമ്പേ സൂചിപ്പിച്ച ബ്രിസ്റ്റൽ സർവകലാശാലയുടെ ഒരു സർവേയുടെ ഒരു വലിയൊരു എക്സ്റ്റെൻസീവായിട്ടുള്ള ഒരു പഠനം, അത് നിങ്ങളെല്ലാം ഒന്ന് പോയി അടിച്ചു നോക്കണം. 2018 എനിക്ക് തോന്നുന്നു. അവർ പറയുന്നത് ഈ 109 രാജ്യങ്ങളുടെ പഠനം വെച്ച് 100 വർഷത്തെ ചരിത്രത്തിൽ നിന്ന് അവർക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം, ഏത് രാജ്യത്ത് സെക്കുലറിസം വരുമോ ആ രാജ്യം ഭൗതികമായും സാമ്പത്തികമായും അഭിവൃദ്ധിപ്പെടുത്തുന്നു. വെറുതെ വാചമടിയല്ല, കട്ട പഠനമാണ്. അതായത് സെക്കുലറിസം എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ, ഏതൊരു സമൂഹത്തിൻ്റെയും വിമോചന മന്ത്രമാണ്. വെറുതെ അല്ല, സർവ്വരംഗത്തുള്ള പുരോഗതി. ലോകത്തുള്ള രാജ്യങ്ങളിൽ സെക്കുലറായിട്ടുള്ള രാജ്യങ്ങളെ എടുത്തു നോക്കുക, അവയെല്ലാം തന്നെ പുരോഗമിച്ച് മുന്നോട്ട് പോകും. മതം തിന്ന് ജീവിക്കുന്ന രാജ്യങ്ങൾ എടുത്തു നോക്കുക, അവയെല്ലാം തന്നെ പുറകോട്ട് പോകും. എക്സെപ്റ്റ് കൺട്രീസ് ലൈക്ക് ഗൾഫ് കൺട്രീസ്, ഓയിൽ കൺട്രീസ്. ഓയിലുള്ളത് കൊണ്ട് അവർക്ക് സമ്പന്നതയെല്ലാം ഉണ്ട്, പക്ഷേ രാജ്യം അടിസ്ഥാനപരമായിട്ടില്ല. ചില സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഇതൊക്കെ കാണും, കോട്ടും സൂട്ടും ഒക്കെ കാണും, മുണ്ടും ഒക്കെ കാണും, പക്ഷേ മറ്റേത് പാളക്കര ആയിരിക്കും അതിൻ്റെ അടിയിൽ എന്ന് പറയുന്നത്. അപ്പോൾ സൗദി അറേബ്യ ഭയങ്കര പുരോഗതിയൊക്കെയാണ്, എല്ലാ സംഭവം ഉണ്ട്. UAE, പക്ഷേ എന്താണ് അതിൻ്റെ കോർ? എന്താണ് രാജ്യത്തിൻ്റെ? അതിപ്പോഴും പച്ചയാണ്, അത് ഉണങ്ങിയിട്ടില്ല. അത് 7-ാം നൂറ്റാണ്ടിലെ സാധനമാണ്. എണ്ണയുള്ളത് കൊണ്ട്, പണമുള്ളത് കൊണ്ട് ഭൗതിക സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. മതം മാത്രമേ ഉള്ളെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാനായിട്ട് സോമാലിയയിൽ ചെന്നാൽ മതി, ബംഗ്ലാദേശിൽ ചെന്നാൽ മതി, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ചെന്നാൽ മതി, പാകിസ്ഥാനിൽ ചെന്നാലും മതി. അവിടെ അത്ര എണ്ണയില്ല. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങൾ മതപരമായി കൂടുതൽ മതപരമാകുന്നു ആ രാജ്യം പുറകോട്ടേ പോകും. ഏതൊക്കെ രാജ്യങ്ങൾ സെക്കുലർ കൂടുതലാകുന്നു ആ രാജ്യങ്ങൾ സാമ്പത്തികമായും ഭൗതികമായും മുന്നോട്ട് പോകും. ഇന്ത്യയുടെ ഭൗതികമായ സാമ്പത്തികമായ മുന്നോട്ട് പോകലിന് ഒരു വലിയ കാരണം ഇന്ത്യൻ സെക്കുലറിസമായിരുന്നു. പക്ഷേ ഇവിടുത്തെ അണ്ണന്മാർ നേരെ തിരിച്ചു കണ്ടെത്തി, എന്താണ്, പുരോഗമിക്കുകയല്ല, അപ്പം നമുക്ക് മതത്തെ കൂടെ വളർത്താം. ഇതിൻ്റെ ഫലം അനുഭവിക്കാൻ പോകുന്ന ഇനി വരാൻ പോകുന്ന ദശകങ്ങളിലാണ്. മനസ്സിലായി? മാക്സ് വെബർ എന്ന് പറയുന്ന ഒരു ഓസ്ട്രിയൻ സോഷ്യോളജിസ്റ്റ് ഉണ്ടായിരുന്നു. മാക്സ് പുള്ളി പറഞ്ഞത് ഈ മാക്സും ഡക്കും ഒക്കെ പറയുന്ന അല്ല ശരിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാര്യം ഇത് ആദ്യം ഏതാണ് വരുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. കോഴിയാണോ മുട്ടയാണോ എന്നുള്ള ചോദ്യം. ആദ്യം സെക്കുലറിസം വരും, പിന്നെ ഭൗതിക പുരോഗതി ഉണ്ടാകുമോ, അതോ ഭൗതിക പുരോഗതി ഉണ്ടാകുന്നതനുസരിച്ച് സെക്കുലറിസം വരുമോ? മാക്സും ഡക്കോമും പറഞ്ഞ എന്താണ്, ഭൗതിക പുരോഗതിയും വിദ്യാഭ്യാസവും വികസനവും ഒക്കെ ഉണ്ടാകുമ്പം ജനം മതം മറക്കും എന്നാണ് മാക്സ് പറഞ്ഞത്. ഇപ്പോഴും അവരതാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അത് ശരിയല്ല, അത് ലോകത്തെല്ലായിടത്തും തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ട കാര്യം. മാക്സ് വെബർ പറഞ്ഞ നേരെ തിരിച്ചാണ്. സെക്കുലറിസം, മതരാഹിത്യം, മതം ദുർബലീകരിക്കപ്പെടുമ്പോഴാണ് ഭൗതിക പുരോഗതി ഉണ്ടാകുന്നത്. ആദ്യം വരേണ്ടത് മതവിശ്വാസത്തിൽ, അന്ധവിശ്വാസങ്ങളിൽ, ചിന്താരീതിയിലെ മാറ്റമാണ് ആദ്യം വരേണ്ടത്. എന്നിട്ടാണ് ഭൗതിക പുരോഗതി വരുന്നത്. ഇത് മാക്സിയം തിയറിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. ഈ പഠനഫലം ഞാൻ എടുത്തു പറയാൻ കാരണം, പലരും കേരളത്തിലൊക്കെ ഒരു മാക്സിയം വ്യൂ ആണ് പലർക്കും മതത്തെക്കുറിച്ചുള്ളത്. മാക്സ് മതത്തെക്കുറിച്ച് വാലിഡായിട്ടുള്ള ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഈ ഒരു കാര്യം തെറ്റാണ്. ഈ ഭൗതിക പുരോഗതിയോ വിദ്യാഭ്യാസമോ അങ്ങനെയുള്ള കാര്യം ഉണ്ടായതുകൊണ്ട് മതം ദുർബലപ്പെടില്ല. സാധാരണ ഈ ഭൗതിക പുരോഗതി ഉപയോഗിച്ചുകൊണ്ട് അവർ മതം വളർത്തും. അങ്ങനെയാണ് ഒരു മലേഷ്യൻ ആസ്ട്രോനോട്ട് പോയി ബഹിരാകാശത്തിരുന്ന് നൊയമ്പ് പിടിച്ചത്. അങ്ങനെയാണ്, മനസ്സിലായില്ലേ? ഈ ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങൾ കൊണ്ടുപോയിട്ട് അത് മതം വളർത്താനായി ഉപയോഗിക്കും. യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ എസൻസ് പോലെയുള്ള സംഘടനകളൊക്കെ ചെയ്യുന്നു, ആ മനോഗതി, ചിന്താ രീതി മാറ്റിയെടുക്കുക. അപ്പോൾ അത് ഭൗതിക പുരോഗതി കൊണ്ടുവരും. അല്ലാതെ ഭൗതിക പുരോഗതിയും വികസനമൊക്കെ വന്നു കഴിഞ്ഞാൽ മതം പോവില്ല. മതം യഥാർത്ഥത്തിൽ അതും കൂടെ ആസനം അല്ലേ, വാല്, ആൽമരം കേട്ടിട്ടില്ലേ, അതും ഒരു തണലായിട്ട് കരുതുകയുള്ളൂ. ഇനി മതേതരത്വത്തെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് USSR. USSRലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരായിരുന്നു. മറ്റൊരു രാജ്യം ചൈന, അവിടെയും കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. ചൈന എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും നല്ല മൂലധന രാഷ്ട്രീയം, മുതലാളിത്ത രാജ്യമാണ്. ഇപ്പോൾ മുതലാളിത്ത രാജ്യത്തിന് വിജയങ്ങളുടെ പഠനങ്ങൾക്ക് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഒരു രാജ്യം ഇപ്പോൾ ചൈനയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. കാര്യം ചൈന, ഞാൻ ഇന്നലെ നിങ്ങൾ ഒരുപക്ഷെ പീറ്റേഴ്സണും
പീറ്റേഴ്സിൻ്റെ ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നല്ലോ, എന്തോ ആരുമായിട്ടായിരുന്നു ഒരു ഓർക്കുന്നത്, കണ്ടാരെങ്കിലും ഉണ്ടോ? ജസ്റ്റ് ലൈക്ക് ജോർഡൻ പീറ്റേഴ്സിൻ്റെ ലേറ്റസ്റ്റ് ഡിബേറ്റ് 5 ദിവസം കൊണ്ട് 10 ലക്ഷം പേരാണ് കണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഇൻ്റലക്ച്വൽ. ഓക്കെ, റൈറ്റ്. സിസക് പുള്ളിയായിട്ടായിരുന്നു അത്. ഹാപ്പിനെസ്സിനെ കുറിച്ചുള്ള ഒരു ഡിബേറ്റാണ്. ഹാപ്പിനെസ്സിനെ കുറിച്ച് 2 പേര് ഡിബേറ്റ് ചെയ്യുന്നു. 4 ദിവസം കൊണ്ട് അത് 10 ലക്ഷം പേര് കാണുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും. എന്ത് ബോറൻ വിഷയമാണ്. പക്ഷേ പാശ്ചാത്യ ലോകത്തൊക്കെ ഇത്തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ, മാർക്സിസത്തെക്കുറിച്ചും ഹാപ്പിനെസ്സിനെ കുറിച്ചൊക്കെയുള്ള ചർച്ച, അതിൽ സിസക്ക് പറയുന്നത്, സിസക്കും പീറ്റേഴ്സണും ഉന്നയിക്കുന്ന ഒരു കാര്യം, ചൈന എന്ന് പറയുന്നത് മുതലാളിത്തത്തിൻ്റെ ഏറ്റവും വലിയ വിജയമാണ് എന്ന്. ചൈനയിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ചൈന അവിടെ ഒരു പ്രത്യേക പ്രവിശ്യയുണ്ട്. ആ പ്രവിശ്യയിൽ, അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, റമദാൻ നോയമ്പ് അനുവദിക്കുന്നില്ല, അല്ലെ നോയമ്പെടുക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ആഹാരം കഴിക്കാതെ ആളുകളിരിക്കുന്ന പോയി ആഹാരം കഴിക്കടാന്ന് പറയുന്നു. മതപരമായ ചിഹ്നങ്ങൾ അനുവദിക്കുന്നില്ല. ഈവൻ ഖുറാൻ പോലെയുള്ള മതസാഹിത്യം പിടിച്ചെടുക്കുന്നുണ്ട്. പാകിസ്ഥാൻ്റെ അടുത്ത സുഹൃത്താണ് ചൈന. ചൈന പാകിസ്ഥാൻ വഴി അറേബ്യൻ സീയിലേക്കുള്ള ഒരു ഹൈവേ, അവിടെ എത്തിച്ചേരാൻ കഴിയുന്ന ഒരു രീതിയിലുള്ളൊരു ഹൈവേ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കോടിക്കണക്കിന് വെറുതെ പണിഞ്ഞുകൊണ്ടിരിക്കുക. പൈസയൊന്നും പാകിസ്ഥാനിൽ നിന്ന് വാങ്ങിക്കുന്നില്ല. ചൈനയുടെ ഒറ്റ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഈ ആളുകളെ അങ്ങോട്ട് പറഞ്ഞു വിടരുതെന്നാണ്. നിങ്ങളുടെ ആർമി ഉണ്ടല്ലോ, നിങ്ങളുടെ ആദ്യത്തെ ആർമി, 4ാമത്തെ, ഇന്ത്യക്ക് 3 ഉള്ളൂ, ആർമി, നേവി, എയർഫോഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് 4ാമതൊരെണ്ണമുണ്ട് പാകിസ്ഥാൻ എന്നാണ് നമ്മൾ പറയുക. അതിനെതിരെയാണ് സാധാരണ ഇതിലിപ്പോൾ യാതൊരു പ്രതിരോധവും ഇല്ലാത്തത്. കാരണം ലോകത്തുള്ള എല്ലാ പ്രതിരോധങ്ങളും സംഘടിപ്പിച്ചിരിക്കുന്ന ഒറ്റ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്താണ് ആ തത്വം? എല്ലാവരും അവരുടെ ജീവൻ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവായി കരുതുന്നു എന്നുള്ള തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോകത്തെ സെക്യൂരിറ്റി മൊത്തം ഉണ്ടാക്കിയിരിക്കുന്നത്. അമേരിക്കയുടെ ആയാലും റഷ്യയുടെ ആയാലും സെക്യൂരിറ്റി മൊത്തം ഇങ്ങനെയാണ്. എവറിബഡി വാല്യൂ ദെയർ ലൈഫ്. ആ ഒരു തത്വത്തിൻ്റെ അടിസ്ഥാനം. ഒരാൾ ആ തത്വം തെറ്റിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവനെ ഈസ് അൺസ്റ്റോപ്പബിൾ. അത് ശ്രീലങ്കയിലായാലും ന്യൂയോർക്കിലായാലും ലണ്ടനിലായാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് എൻ്റെ ജീവൻ പ്രയാസമില്ല, ഞാൻ വെച്ച് കെട്ടിക്കൊണ്ട് പോകും. ഞാൻ വെച്ച് കെട്ടിക്കൊണ്ട് പോകുകയാണെന്ന് പറയുമ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു പള്ളി ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് എല്ലായിടത്തും സെക്യൂരിറ്റി, ഒരു പക്ഷേ നമുക്ക് സെക്രട്ടേറിയറ്റിലും പാർലമെൻറ്റിലും ഒക്കെ സെക്യൂരിറ്റി ഉണ്ട്, എയർപോർട്ടിലും സെക്യൂരിറ്റി കൊടുക്കാൻ പറ്റും. നിങ്ങൾക്കൊരു പള്ളിയിലോ ഒരു ചന്തയിലോ സാധിക്കില്ല. ഒരാളൊരു ബാഗും കെട്ടിക്കൊണ്ട് വരിക. ഡോസ്റ്റോസ്കിയുടെ കാരമോവ് സഹോദരന്മാരെന്ന് പറയുന്നൊരു നോവലുണ്ട്. അതിനകത്ത് ഒരു ക്യാരക്ടർ പറയുന്നുണ്ട്, ദർ ഈസ് നോ ഗോഡ്, എവറിത്തിങ് ഈസ് പെർമിറ്റഡ്. ദൈവം ഇല്ലെങ്കിൽ അതൊരു വലിയ മോശം അവസ്ഥയാണ്. എല്ലാം അനുവദിക്കപ്പെട്ടിരിക്കുന്നു. എന്തും ചെയ്യാം, എന്ത് മോശം കാര്യങ്ങളും ചെയ്യാം. ദൈവമാണ് ഇതെല്ലാം പിടിച്ചു നിർത്തുന്ന മോറൽ അതുകൊണ്ട്. പക്ഷെ നമ്മളിന്ന് കാണുന്നത് എന്താണ്? ഇഫ് ദർ ഈസ് ഗോഡ് എവറിത്തിങ് ഈസ് പെർമിറ്റഡ്. ദൈവം ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം. നിങ്ങൾ 2 ദിവസത്തിന് മുന്നിൽ കാണുന്നുണ്ട്, ഒരു പള്ളിയിലേക്ക് ഇങ്ങനെ കുറേ കൊലയൊക്കെ ചുമന്നുകൊണ്ട് പോകുന്നതാണ്. ആളുകൾ കയറി പോവുകയാണ് ബാക്ക് പാക്ക് കെട്ടിക്കൊണ്ട്. ഒരു കൊച്ചു പെൺകുട്ടിയെ കാണുന്നു, അവളെ തല ഓടിക്കൊണ്ട് പോകുന്നു. അവൻ എന്തുകൊണ്ടോ ഒന്നും തോന്നുന്നില്ല, അവൻ്റെ കയ്യിൽ ഈ സാധനം ഇരിപ്പുണ്ട്. അകത്ത് കയറിയിരിക്കുന്നു കുട്ടി. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സാന്ദ്രതയെക്കുറിച്ച്, ഇതിൻ്റെ ഈ ഒരു ലൂണസിയുടെ ഒരു ആഴത്തെക്കുറിച്ച് നിങ്ങൾക്കൊന്ന് ചിന്തിച്ച് നോക്കേണ്ടി വരും. നിങ്ങളുടെ ഏറ്റവും പരമമായ സ്വത്തായ ജീവൻ, നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ സുഹൃത്തുക്കൾ, ഈ ഭൂമി, ഈ അനുഭവങ്ങളെല്ലാം നിങ്ങൾ ഏതോ ഒരു പൊട്ടക്കഥയ്ക്ക് വേണ്ടി ത്യജിക്കുകയാണ്. എത്ര നാൾ ആസൂത്രണം ചെയ്ത് നിങ്ങൾ നടന്നു വരികയാണ്. ഓരോ സ്റ്റെപ്പിലും നിങ്ങൾക്ക് പിഴയ്ക്കുന്നില്ല. ആ സാധനം കയറിയിരിക്കുകയാണ് വൈറസ്. നമ്മൾ ഈ പാരസൈറ്റ് ആയിട്ടുള്ള വൈറസുകളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ബയോളജിയിൽ. ഒരു 10-12 പ്രധാന വൈറസുകളുണ്ട്. ചില വൈറസ്, ലാൻസെറ്റ് ഫ്ലൂക്ക് എന്നൊക്കെ പറയുന്ന വൈറസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ചില വൈറസുകളുണ്ട്, ഈ എലിയിൽ ആ വൈറസ് കയറിയിട്ട് അതിൻ്റെ മസ്തിഷ്കത്തിൽ കയറിയിരിക്കും. എന്നിട്ട് ഈ എലി പൂച്ചയുടെ അടുത്ത് പോകും. പൂച്ചയുടെ അടുത്ത് പോയി കളിച്ച് അതിനെ ചൊറിയും ചവിട്ടും ഇതും അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ ആ എലിയെ പൂച്ച ചെന്നു. യഥാർത്ഥത്തിൽ എലി ആ പൂച്ചയുടെ അടുത്ത് പോകുന്നത് എലിക്ക് ആവശ്യം ഉണ്ടായിട്ടല്ല, എലിയുടെ തലച്ചോറിൽ കയറിയിരിക്കുന്ന ആ പരാതം എലിയെ ഒരു സ്വപ്നാടകനെ പോലെ പൂച്ചയുടെ അടുത്തേക്ക് നയിക്കുകയാണ്. എന്നിട്ട് പൂച്ചയായിട്ട് അടി ഉണ്ടാക്കിയിട്ട് പൂച്ചയുടെ വായിലായിട്ട് വേണം ആ പാരസൈറ്റിന് വളരാൻ. കണ്ടിട്ടില്ല പാരസൈറ്റുകൾ? അതിൻ്റെ പ്രവർത്തനമാണ് നടക്കുന്നത്.
ഈ ഈ ഈ ലാൻസെറ്റ് ഫ്ലൂക്ക് എന്ന് പറയുന്ന ഇതേ കണക്കുള്ളൊരു പാരസൈറ്റാണ്. അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഉറുമ്പുകളിലാണ് അത് കയറി കളയുന്നത്. ഉറുമ്പിൻ്റെ മസ്തിഷ്കത്തിലേക്ക് കയറുക, ആ സോഫ്റ്റ്വെയറാണ്. കയറിയിട്ട് എന്ത് ചെയ്യും? ഈ ഉറുമ്പുകൾ ഈ ഗ്രാസ്, ഈ ഇലത്തുമ്പിൻ്റെയൊക്കെ അഗ്രത്തേക്ക് വലിഞ്ഞു കയറും. ഉറുമ്പിന് അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. പ്രയോജനം ഇല്ലെന്ന് മാത്രമല്ല, മടപ്പണിയാണ്. എന്തിനാണ് ഈ ഇലയുടെ അറ്റത്തോട്ട് ഈ ഉറുമ്പ് കയറുന്നത്? ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്താ അറിയോ? ഇലയുടെ അറ്റത്ത് എന്നിരുന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഇല ഏതെങ്കിലും കന്നുകാലികൾ കഴിക്കും. കന്നുകാലികൾ കഴിക്കുമ്പോൾ ഈ കന്നുകാലികളുടെ ഉദരത്തിനുള്ളിലാണ് ഈ ലാൻസെറ്റ് ഫ്ലൂക്കിൻ്റെ അടുത്ത സൈക്കിള് പൂർത്തീകരിക്കേണ്ടത്. അതുകൊണ്ടാണ് അത് ബാധിച്ച ഉറുമ്പ് ഇങ്ങനെ കയറുന്നത്, കയറി ഇലയുടെ അറ്റത്ത് വന്നിരിക്കുന്നത്. ഇങ്ങനെ കയറിയവരെയാണ് നിങ്ങൾ ശ്രീലങ്കയിൽ കാണുന്നത്. ഈ പരാതങ്ങൾ, ഈ റോങ് സോഫ്റ്റ്വെയർ, അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ ആ സാധനം എടുത്തു വെച്ചുകൊണ്ട് അങ്ങോട്ട് തന്നെ പോകും. അവർ പൊട്ടിത്തെറിക്കും. അവരറിയുന്നില്ല അവരെന്താണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ മതേതരത്വം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ അസുഖകരമായ ഒരു ആശയമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞതിൻ്റെ കാര്യമാണ്. കാരണം ഇതൊരു ക്രിസ്ത്യൻ സങ്കല്പമാണ്. യഥാർത്ഥത്തിൽ സെക്കുലറിസം അത് സംഭവിച്ചു. എങ്ങനെയാണ് ക്രിസ്ത്യാനികൾ ഇത് കണ്ടെത്തിയത് എന്നുള്ളൊരു രസകരമാണ്. ക്രിസ്ത്യാനികൾ യഥാർത്ഥത്തിൽ മതാധിഷ്ഠിതമായിട്ടുള്ള രാജ്യവും ഭരണവും ഒക്കെ തന്നെയാണ് എല്ലായിടത്തും അവർ പിന്തുടർന്നിട്ടുള്ളത്. യൂറോപ്പിലൊക്കെ ആണെങ്കിൽ കുരിശ് യുദ്ധങ്ങളും ഇൻക്വിസിഷനും, കൈമുറിക്കുക, കാല് മുറിക്കുക, ചുട്ടുകരിക്കുക, നിങ്ങൾക്കറിയാൻ കഴിയും. പക്ഷേ അവരെങ്ങനെയാണ് ഈ സാധനം കളഞ്ഞത്? ഇനഫ് ഈസ് ഇനഫ്. എന്താണ് ഇപ്പോൾ ഒരു സമൂഹത്തിൽ നിന്ന് ഒരു മോശം കാര്യം പുറത്തു പോകണമെങ്കിൽ ആ സമൂഹത്തിന് ആ കാര്യം അസഹനീയമായി തീർന്ന് അത് പുറത്ത് കളയും. പുതിയ തലമുറയാണ് വരികയാണെങ്കിൽ അതിന് ആ അനുഭവമില്ല. ഞാനീ പറയുന്നത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. പുതുതായിട്ട് മതപരത വലിയ കൂടിയുള്ളൊരു സമൂഹത്തിൽ മതത്തിൻ്റെ ദുഷിച്ച ഫലങ്ങൾ, ഇപ്പോൾ താലിബാൻ എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാനിൽ വരും. ഒരു 20 വർഷം താലിബാൻ നിൽക്കുമ്പോൾ ആ 20 വർഷത്തിനുള്ളിൽ അഫ്ഗാനിസ്ഥാനികൾ ഈ താലിബാനെ പുറത്തേക്ക് നയിച്ചില്ല എങ്കിൽ പിന്നീട് അത് നയിക്കണമെന്നില്ല. കാര്യം പിന്നീട് വരുന്ന പുതിയ തലമുറയ്ക്ക് താലിബാനെ അറിയില്ല. അവരും പരിചയപ്പെട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ആ സമയവും കഴിയും. പിന്നെ പുതിയൊരാൾ വരും. എപ്പോഴും ഒരു സാധനം നീക്കം ചെയ്യേണ്ടത് ഒരു ക്രിട്ടിക്കൽ പീരീഡിലാണ്. ക്രിട്ടിക്കൽ പീരീഡിൽ നീക്കം ചെയ്യില്ലെങ്കിൽ അത് സ്റ്റിക്കായിപ്പോയി. അതുകൊണ്ടാണ് ഈ മതമൊക്കെ എന്തുകൊണ്ടാണ് നൂറ്റാണ്ടുകൾ നിലനിൽക്കുന്നതെന്ന് ചോദിക്കില്ല. പ്രത്യേകിച്ച് മതത്തിൻ്റെ ഗുണം കൊണ്ടൊന്നുമല്ല, ഈ സ്റ്റിക്കിംഗ് തിയറിയാണ്. ഒരു ക്രിട്ടിക്കൽ പീരീഡിൽ ആ സാധനത്തെ മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പുതിയ തലമുറയ്ക്ക് അതൊരു പുതിയ അനുഭവമായിരിക്കും. ഇപ്പോൾ വിവാഹ ബന്ധങ്ങളൊക്കെ നമ്മൾ പറയില്ലേ, ഡിവോഴ്സിൽ ഒരാളെണ്ണം അവസാനിക്കുന്നു, ഒരെണ്ണം അടിയുണ്ടാകുന്നു, വീണ്ടും ആളുകൾ വിവാഹം കഴിക്കുന്നില്ല. കാര്യം എന്താണ്? അവരാരും വിവാഹം കഴിച്ചിട്ടില്ല, അവരും കഴിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. സമൂഹത്തിനും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ബൈബിളിൽ തന്നെ ഒരു വാചകമുണ്ട്. ജീസസിനെ ഈ ഫരീസിയർ പരീക്ഷിക്കുമ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും ഈ റോമക്കാരുടെ മുന്നിൽ ജീസസിനെ ഹാജരാക്കി കൊല്ലണം, അല്ലെങ്കിൽ വധശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് ഏറ്റവും എളുപ്പമുള്ളതെന്ന് പറഞ്ഞാൽ സീസറിനെതിരെയാണ് ജീസസ് എന്ന് വരുത്തുക എന്നുള്ളതാണ്. അങ്ങനെ വരുത്താനായിട്ടൊരു ട്രാപ്പ് ജീസസിന് ഇവർ കൊടുക്കുന്നുണ്ട്. ടൈബീരിയസ് സീസറിൻ്റെ ഒരു നാണയം അന്നത്തെ ഈ ടാക്സ് കൊടുക്കാനായിട്ട് ഈ ജുഡായിലുള്ളവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഫരീസിയർ ചോദിക്കുന്നുണ്ട്, എന്തായിരിക്കണം രാജാവിനെക്കുറിച്ചുള്ള, ഭരണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള രീതിയിലൊരു കാര്യം ചോദിക്കുന്നു. നികുതി കൊടുക്കേണ്ടതുണ്ടോ? ടാക്സ് എന്ന് പറയുന്ന ഭരണം. ഇപ്പോൾ ജീസസിനോട് ഈ ചോദ്യം ചോദിച്ചാൽ ജീസസിന് അപ്പോഴേ ട്രാപ്പ് മനസ്സിലായി. അവർ പണി തരികയാണല്ലോ. ജീസസ് കുറേ നേരം ഒന്നും പറയുന്നത്. ജീസസ് എന്ന കഥാപാത്രത്തിന് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനായിട്ട് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം വെറുതെ കുറച്ച് നേരം മൗനം പാലിക്കും. നമ്മുടെ നരസിംഹറാവു മോഡലിലേക്ക് പോകും. അദ്ദേഹം കുറേ നേരം ഒന്നും പറയുന്നില്ല. അപ്പോൾ വീണ്ടും അവർ ചോദിക്കുന്നത്, എന്താ നികുതി കൊടുക്കേണ്ടതുണ്ടോ? അപ്പോൾ പുള്ളി പറയുന്നു, ഒരു കാര്യം ചെയ്യും, നിൻ്റെ കയ്യിരിക്കുന്ന നാണയം ഇങ്ങ് തരുമെന്ന് പറയുന്നു. നാണയം എടുക്കുന്നു. നാണയത്തിൽ ആരുടെ പടമാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ സീസറുടെ പടമാണ്. സീസറുടെ പടമാണല്ലോ നാണയത്തിന്. അപ്പോൾ സീസറിനുള്ളത് സീസറിന് കൊടുത്തേക്ക്, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുത്തേക്ക്. ഭരണാധികാരിക്കുള്ളത് ഭരണാധികാരിക്കും, ദൈവത്തിനുള്ളത് ദൈവത്തിനും. പാലും വെള്ളവും പോലെ രാഷ്ട്രവും മതവും തമ്മിൽ വിഭജിക്കുകയാണ്. ഇതൊരു ക്രിസ്ത്യൻ ഡിസ്കവറിയാണ്. ഈ സാധനം അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടെന്നാണ് യൂറോപ്പിലും പാശ്ചാത്യ ലോകത്തും സെക്കുലറിസം വളർത്തുന്നത്. അതുകൊണ്ട് 40ഓളം രാജ്യങ്ങളിൽ പല രൂപത്തിലും ഭാവത്തിലും ഇന്ന് സെക്കുലറിസം വളരെ ശക്തമായിട്ടുണ്ട്. അതിൻ്റെ എല്ലാം കാരണം എന്ന് പറഞ്ഞാൽ ഒരു ബിബ്ലിക്കൽ ആശയമാണ്. ഇന്ത്യയിൽ അങ്ങനെ ഒരു സാധനം ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ എന്താ പറയുക, എല്ലാ മതങ്ങളും ഒരുപോലെ എന്നൊക്കെ പറയുന്നൊരവസ്ഥ യഥാർത്ഥത്തിൽ ഭൂരിപക്ഷം മതത്തിന് അനുകൂലമാകുകയാണ് ചെയ്യുന്നത്. അത് മൊറാർജി ദേശായി, ഞാനത് 78 കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിർത്തിയിട്ട് വേറൊരു കാര്യം പറയാൻ പോയി. 78 എന്താ സംഭവിച്ചത്?
ഈക്വൽ റെസ്പെക്ട് ടു ഓൾ റിലീജിയൻ എന്നുള്ള വകുപ്പ് മൊറാർജി ദേശായി കൊണ്ടുവന്നപ്പോൾ CPM അതിനെ അനുകൂലിച്ചു. പക്ഷേ അത് വളരെ റിഗ്രസീവായിട്ടുള്ള ഒരു വകുപ്പായിരുന്നു, ഒരു നീക്കമായിരുന്നു. അതിനെ രാജ്യസഭയിൽ പരാജയപ്പെടുത്തിയത് ഒരുപാട് റിഗ്രസീവ് ആയിട്ടുള്ള പല മെഷേഴ്സും പല കാലഘട്ടങ്ങളിലും ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ള കോൺഗ്രസ്സാണ്. അതുകൊണ്ട് ഈക്വൽ റെസ്പെക്റ്റ് ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ ഏറ്റവും അവസാനത്തെ 2006 സുപ്രീം കോടതി വിധി വെച്ച് നോക്കുകയാണെങ്കിൽ സുപ്രീം കോടതി വേണം ഇതെല്ലാം ഡിഫൈൻ ചെയ്യാൻ. അതാണ് രസം. രാഷ്ട്രീയക്കാരും മിണ്ടത്തില്ല. ബാബറി മസ്ജിദ് ഞങ്ങളൊന്നുമില്ലേ, ഏകീകൃത സിവിൽ കോഡ് ഞങ്ങളൊന്നിനുമില്ല, ശബരിമല ഞങ്ങളൊന്നിനുമില്ല, എന്താണ് സെക്യുലറിസം ഞങ്ങളൊന്നിനുമില്ല, എല്ലാം കോടതി പറയും. കോടതിയാണ് മൊത്തം പറയുന്നത്. ഇന്ത്യയിൽ ഒരു മതാധിപത്യത്തിന് മുന്നിൽ പകച്ചുപോയൊരു രാജ്യമാണ് സമ്പൂർണ്ണമായിട്ട്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല പറയും, നമ്മൾ വേറെ എന്തോ സംഭവമാണെന്നാണ് പറയുന്നത്. 2006 കോടതി പറഞ്ഞൊരു കാര്യം വളരെ കൃത്യമാണ്. സ്റ്റേറ്റിന് റിലീജിയൻ ഇല്ല എന്നുള്ളതാണ്. സ്റ്റേറ്റ് ഹാസ് നോ റിലീജിയൻ. റിലീജിയസ് ആക്ടിവിറ്റിയിലും സ്റ്റേറ്റ് പങ്കെടുക്കാൻ പാടില്ല. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്കറിയാം. ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഒരു 5 വർഷത്തിന് മുമ്പ് തന്നെ എനിക്ക് ഓർമ്മയുണ്ട് 12 കോടി രൂപയാണ്. അതിന് 2 ദിവസത്തിന് മുമ്പ് ഉത്സവം തുടങ്ങുന്നതിന് 2 ദിവസം മുന്നെയാണ് കൊടുത്തത്. അപ്പോൾ അവർ സർവ്വ ചെലവും കഴിഞ്ഞ് പരസ്യമൊക്കെ ആയി അടിപൊളിയായിട്ടിരിക്കുന്ന സമയത്താണ് കൊടുത്തത്. ഇപ്പോൾ ശബരിമലയിൽ വലിയ തൊഴിലാണ് 50 കോടി 60 കോടി രൂപയുടെ വരുമാന നഷ്ടം ഉണ്ടായപ്പോൾ 700 കോടി രൂപയുടെ ബഡ്ജറ്റ് അലൊക്കേഷനാണ് ശബരിമലയ്ക്ക് കൊടുക്കുന്നത്. നമ്മൾ വിചാരിക്കും വെറുതെ കൊടുക്കുന്നതെന്ന്. വെറുതെ കൊടുത്തതൊന്നുമല്ല. നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പ്രസംഗിച്ചു. ശബരിമലയിൽ ഒരു വീഴ്ച ഉണ്ടായപ്പോൾ ആരാണ് പണം കൊടുത്തതെന്ന് ജനങ്ങൾക്കറിയാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നമ്മളൊക്കെ ഈ അപ്പീസ്മെൻറ്റിൻ്റെയും ഈ ടോളറൻസ് എന്ന് പറയുന്നത് റിലീജിയൻ ഇല്ലാത്ത കാര്യവും റിലീജിയനോട് മറ്റുള്ളവർക്ക് ഉണ്ടാകേണ്ട കാര്യവുമാണ് എന്നുള്ള ഒരു തത്വമാണ് നമ്മളിപ്പോൾ പിന്തുടരുന്നത്. ഇന്ത്യയിൽ ഇപ്പോൾ സിഖുകാരുടെ ഒരു ഗുരുദ്വാര കമ്മിറ്റിയുണ്ട്. അതിൻ്റെ തെരഞ്ഞെടുപ്പ് മൊത്തം നടത്തുന്നത് ഇന്ത്യ ഗവൺമെൻറ്റാണ്, സംസ്ഥാന സർക്കാരാണ്. ഫണ്ട് അനുവദിക്കുന്നതും അതിൻ്റെ വോട്ടിങ്ങും പോളിങ്ങും എല്ലാം നടത്തുന്നത്. അങ്ങനെ പല സ്ഥലങ്ങളിലും പല തലങ്ങളിലും വലിയ തോതിൽ മതപരമായിട്ട് തന്നെ സർക്കാർ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമാണ് ഇന്ത്യയിലുള്ളത്. എന്നിട്ട് ഇന്ത്യയിൽ മതേതരത്വം ഉണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പം ഭൂരിപക്ഷത്തിന് ഇത് സെക്യുലറിസമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതാണെങ്കിൽ നമുക്കും ഇത് സെക്യുലറിസമായിട്ട് തന്നെയാണ് അത് എടുക്കേണ്ടത്. കാരണം ഇറ്റ് ഈസ് വെരി സിക്ക്. ഇത് രോഗാതുരമായ അവസ്ഥ. യഥാർത്ഥത്തിൽ സെക്യുലറിസം എന്നുള്ള മതനിരപേക്ഷമായ മതേതരമായിട്ടുള്ള ഒരു അവസ്ഥയിലുള്ളത്. മതേതരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മതത്തിനും തുല്യ അവസരം, എല്ലാ മതത്തിനും ഈക്വൽ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും പറയാറുള്ളത്. മദ്യേതരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഐറ്റവും ഒരുമിച്ച് അടിക്കുക എന്നാണോ അർത്ഥം? അല്ല. മദ്യേതരം എന്ന് പറഞ്ഞാൽ മദ്യം ഒഴിവാക്കുക എന്നാണ്, അല്ലാതെ എല്ലാത്തിനും ഒരേപോലെ കൊടുക്കുക എന്നുള്ളത്. പക്ഷേ ഇന്ത്യയിൽ അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനെ ഒരു അവസ്ഥയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ ആർട്ടിക്കിൾ 25 കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് റൗണ്ട് ഓഫ് ചെയ്യാം. 25 എങ്ങനെയാണ് മതം ആചരിക്കേണ്ടത്? പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് എന്ന് പറയുന്നത് വെറുതെ ചെയ്യാൻ പറ്റില്ല. 3-4 റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ആദ്യത്തെ റെസ്ട്രിക്ഷൻ നിങ്ങൾക്കറിയാം, പബ്ലിക് മൊറാലിറ്റി, ഹെൽത്ത്, ഓർഡർ, പൊതുജനാരോഗ്യം, പൊതുക്രമസമാധാനം, പൊതു ശുചിത്വം, ഇത്തരം കാര്യങ്ങൾക്ക് വിധേയമായി മാത്രമേ മതം ആചരിക്കാൻ പാടുള്ളൂ. അതായത് കോളാമ്പി പാടില്ല, ട്രാഫിക് ബ്ലോക്ക് പാടില്ല, അസഭ്യ പ്രകടനം പാടില്ല, ന്യൂഡ് സന്യാസിമാർ പാടില്ല, ഇമ്മൊറലാണ്, പബ്ലിക് മൊറാലിറ്റിക്ക് ഇതാണ്. ഇതിനൊക്കെ ഉപരിയായി ഇതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് മാത്രമേ മതം ആചരിക്കുന്നു. 2, സ്റ്റേറ്റ് നടപ്പിലാക്കുന്ന നയങ്ങൾ, നിയമങ്ങൾ, ഇതിനൊന്നും തന്നെ തടസ്സം നിൽക്കുന്ന രീതിയിൽ മതം ആചരിക്കാൻ പാടില്ല. അല്ലെങ്കിൽ മതാചാരണത്തിൻ്റെ കാര്യത്തിൽ സ്റ്റേറ്റിന് നിയമം കൊണ്ടുവരാം, ഓർഡിനൻസ് കൊണ്ടുവരാം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കൊണ്ടുവന്നിട്ടില്ല, കൊണ്ടുവരാമെന്ന് പറയുന്നത്. അങ്ങനെ കൊണ്ടുവരാമെന്ന ആർട്ടിക്കിൾ തന്നെ ഉണ്ട്. പിന്നീട് റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസും റെഗുലേഷൻസും മതവിശ്വാസത്തിനും ആചാരത്തിനും കൊണ്ടുവരാമെന്ന് അതിനകത്തുണ്ട്. അതിനകത്ത് അവസാനം സിഖുകാരുടെ കൃപാണം പോലെയുള്ള കാര്യങ്ങൾ അവർക്ക് കൊണ്ടു നടക്കാം എന്ന് പറയുന്നുണ്ടെങ്കിലും ബാക്കി നിയമനിർമ്മാണം നടത്താം, റെസ്ട്രിക്ഷൻസ് നടത്താം. അതുപോലെ തന്നെ ഈ പബ്ലിക് മൊറാലിറ്റി, ഹെൽത്ത് ആൻഡ് ഓർഡർ, ഈ 3 കാര്യങ്ങൾക്ക് വിധേയമായി. അപ്പോൾ യഥാർത്ഥത്തിൽ മതം ആചരിക്കാനും പ്രൊപ്പഗേറ്റ് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് തന്നെ വളരെ ലിമിറ്റഡ് ആൻഡ് റെസ്ട്രെയിൻഡ് ആണ്. ഇത് മനസ്സിലാക്കാതെ അതൊരു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു തുറന്ന ഒരു അവസരമല്ല അതുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ മതേതരത്വത്തിന് അല്ലെങ്കിൽ മതവിശ്വാസം ഇല്ലാത്തവർക്ക് ഒരുപാട് സാധ്യത ഉള്ള രീതിയിലാണ് ഭരണഘടന ഉള്ളത്. പക്ഷെ ഒരു പ്രശ്നം കൂടിയുണ്ട്, അതുകൂടെ ഞാൻ പറഞ്ഞേക്കാം. നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് നമ്മൾ കരുതുന്നത് പോലെ, പലരും പറയാറുണ്ട് ഭരണഘടന ഭയങ്കര സംഭവമാണ്. അങ്ങനെ ഭയങ്കര സംഭവമാകാൻ സാധ്യമല്ല. കാരണം ഏതൊരു ഭരണഘടനയും ഉണ്ടാകുന്നത് അതൊരു പുസ്തകമാണ് അല്ലെങ്കിൽ ഒരു തീരുമാനമാണ്.
ആ തീരുമാനം എന്ന് പറഞ്ഞാൽ ആ അവസരത്തിൽ ആ സമയത്തുണ്ടായിരുന്ന ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഏറ്റവും മികച്ച ആശയങ്ങൾ വെച്ചേ നമുക്ക് ആ പുസ്തകം ഉണ്ടാക്കാൻ പറ്റും. ഈ മനുഷ്യൻ്റെ നാഗരികം എന്ന് പറഞ്ഞാൽ ഒഴുകുന്ന ഒരു പുഴയാണ്. ആശയങ്ങൾ മാറി വരുന്നുണ്ട്, പുതിയ പുതിയ കാര്യങ്ങൾ കയറി വരുന്നുണ്ട്. ഭരണഘടന നമുക്ക് തിരുത്താം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ബ്യൂട്ടി. പക്ഷേ എപ്പോഴും ദിവസവും തിരുത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഭരണഘടനയിലെ പല കാര്യങ്ങളും, ഉദാഹരണമായിട്ട് ബ്ലാസ്ഫമി ലോ എന്ന് പറയുന്ന സാധനം, മതനിന്ദാക്കുറ്റം. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു പ്രസംഗം വെച്ച് വേണമെങ്കിൽ എന്നെ പിടിച്ചകത്തില്ല 41 ദിവസം എന്തെങ്കിലുമൊക്കെ അതിനകത്ത് കണ്ട് ഒരാൾ പറയുകയാണ് എനിക്കത് കേട്ടപ്പോൾ വ്രണപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. എങ്ങനെ വ്രണപ്പെട്ടു? അതൊന്നുമില്ല, വ്രണപ്പെട്ടു. പിന്നെ അവസാനം പറയാം വ്രണപ്പെട്ടില്ല, തെറ്റാണെന്ന് കോടതി വിധിച്ചാൽ നമുക്ക് ഗുണമൊന്നുമില്ല. തെറ്റാണെന്ന് ഇന്ത്യയിൽ മതനിന്ദ കുറ്റപ്രകാരം ആരെയും ശിക്ഷിച്ചിട്ടില്ല. പക്ഷെ ഒരുപാട് പേര് അറസ്റ്റിലായി. രഹന ഫാത്തിമ അറസ്റ്റിലായി. ഇപ്പോൾ ശബരിമലയിൽ പോകാൻ ശ്രമിച്ച സ്ത്രീകളെല്ലാം തന്നെ ഒന്നുകിൽ അവർ നിയമത്തിൻ്റെ കുരുക്കിൽ കിടക്കുകയാണ്, ഭീഷണിയിൽ കിടക്കുകയാണ്. മതനിന്ദ കുറ്റം ഇന്ത്യയിൽ മതനിന്ദ യഥാർത്ഥത്തിൽ ഭരണഘടനയിലില്ല. ഭരണഘടനയിൽ മതനിന്ദ കുറ്റമില്ല. പക്ഷേ IPC-യിലുണ്ട്. 295A ഉണ്ട്, 153B, C, 153A. ഈ IPC ഒക്കെ യഥാർത്ഥത്തിൽ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെങ്കിൽ IPC റദ്ദാക്കപ്പെടേണ്ടതാണ്. ഭരണഘടനയ്ക്കാണ് പ്രാമുഖ്യം. പക്ഷേ അത് ഇതുവരെ ഇന്ത്യയിൽ നടന്നിട്ടില്ല. അങ്ങനെ ഒരു മൂവ്മെൻറ്റ് പോലും നടക്കുന്നില്ല ഇന്ത്യയിൽ. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടന നോക്കുകയാണെങ്കിൽ അതിനകത്ത് പല വകുപ്പുകളും പൂർണ്ണമായി അപ്ഡേറ്റഡ് അല്ല. അപ്ഡേറ്റ് ആകാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ബ്യൂട്ടി. ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഒരു മൊറാലിറ്റി എന്ന് പറയുന്നത്, ഇപ്പം റിലീജിയനായിട്ട് ഈ ആർട്ടിക്കിൾ 25 തന്നെ യഥാർത്ഥത്തിൽ ആവശ്യമുണ്ടോ എന്ന് ആലോചിക്കേണ്ടതാണ്. ആർട്ടിക്കിൾ 25 ആണ് യഥാർത്ഥത്തിൽ ഈ ശബരിമലയുടെ പേരിലും ഇപ്പോൾ ഈ ആളുകളെ ഓരോന്ന് കളയുക. അപ്പോൾ ഉദാഹരണമായിട്ട് ഈ റോഡിൽ നിസ്കാരം, റോഡിൽ എന്താണ് പറയുന്നത്, മുറജപം, നാമജപം, ഇങ്ങനെ ഈ പബ്ലിക് സ്പേസിലേക്ക് മതം ഇങ്ങനെ ഇരച്ച് കയറുമ്പോൾ ഈ ഭരണഘടന വെച്ച് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? ആർട്ടിക്കിൾ 19 ഉണ്ട്, വളരെ വീക്കാണ്. ആർട്ടിക്കിൾ 25 ഉണ്ട്, സപ്പോർട്ടീവാണ് വിത്ത് റെസ്ട്രിക്ഷൻ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ലൗഡ് സ്പീക്കർ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കാതിരിക്കുകയാണോ അവർ? ഞാൻ കഴിഞ്ഞ 7 ദിവസമായിട്ട് നാട്ടിൽ എനിക്ക് ഫോൺ ചെയ്യാൻ പോലും പറ്റുന്നില്ല. അകത്തിരുന്ന് ഫോൺ ചെയ്യാൻ പറ്റില്ല, പുറത്തിരുന്ന് ഫോൺ ചെയ്യാൻ പറ്റില്ല. TV വെക്കാൻ പറ്റില്ല. TV വെക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ പോലും പറ്റില്ല. ഒന്നും കേൾക്കണം, ആരും ഇങ്ങനെ വെച്ചിരിക്കുകയാണ് 7 ദിവസം. ഇപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ഇരിക്കുന്ന പലരും നമ്മളെ ഈ അന്തരീക്ഷത്തിലെ വായുവിൻ്റെ കമ്പനങ്ങൾ ചെന്ന് നമ്മളെ ആ ഒരു ചെറിയൊരു സ്ഥലത്തിൽ ഇടിച്ചാണ്, ഒരു കൊട്ടുപിടിയിൽ ഇങ്ങനെ ഇടിച്ചാണ് അത് നമ്മൾ ശബ്ദമായിട്ട് കേൾക്കുന്നത്. അതൊരു ഒരു പ്രഷറൈസിങ് ആണ്, ശരിക്കും ഫിസിക്കൽ സാധനമാണ്. മനസ്സിലായി? നിങ്ങളിപ്പോൾ കാറ്റ് കണ്ടില്ലേ, നല്ല രീതിയിൽ കാറ്റടിക്കാന്നുണ്ടെങ്കിൽ കുഴിഞ്ഞു പോകത്തില്ല അവിടെ. അപ്പോൾ അതേ കണക്ക് അതിൻ്റെ കമ്പനങ്ങൾ വന്ന് ഇടിച്ചാണ് ശരിക്കും ശബ്ദങ്ങൾ പല ഫ്രീക്വൻസിയിലുണ്ടാക്കുന്നത്. ഇത് വലിയ തോതിൽ വളരെ ഭീകരമായിട്ടുള്ള ഈ ശബ്ദം വന്നു കഴിഞ്ഞ് നമ്മളുടെ അവിടെയുള്ള പല കോശങ്ങളും കലകളും നശിച്ചു പോയിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ അറിയുന്നില്ല. നമുക്ക് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടിയിരുന്നതിലും 20% 30% കുറഞ്ഞ കേൾവി ശക്തിയായിട്ടായിരിക്കും നമ്മളെല്ലാം ജീവിക്കുന്നത്. പക്ഷേ നമ്മൾ അറിയുന്നില്ല. കാരണം അത്രമാത്രം ശബ്ദം നമ്മളെ അലോസരപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഒരു അൺറെസ്ട്രെയിൻഡ് ആയിട്ടുള്ള റിലീജിയസ് ഫ്രീഡത്തിനായിട്ടുള്ള ഓപ്ഷൻസ് അല്ലെ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അവ്യക്തമായതുകൊണ്ട് ഈ ഭരണഘടനയിലുണ്ട്. ഭരണഘടനാ മൊറാലിറ്റി പറയുമ്പോഴും എപ്പോഴും വാദിക്കേണ്ടത് ഭരണഘടനാ മൊറാലിറ്റിയെ തന്നെ പരിഷ്കരിക്കണം. ഇപ്പോഴുള്ള മൊറാലിറ്റിയേക്കാൾ മികച്ചതാണ് ഭരണഘടനാ മൊറാലിറ്റി. അതാണ് രസം. കാരണം ഇപ്പോഴുള്ള മൊറാലിറ്റി മോശമാവാൻ കാര്യം അത് മത മൊറാലിറ്റിയായി മാറി എന്നുള്ളത്. മതത്തിന് കൂടുതൽ സ്വാധീനം വരുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? അത് പുറകോട്ടുള്ള വണ്ടിയാണ്. മതം പുറകോട്ടുള്ള വണ്ടിയാണ്. വണ്ടിയുടെ ഇത് നോക്കി എഞ്ചിൻ പുറകിലാണ്. നമ്മൾ വിചാരിക്കും ഇങ്ങനെ പോകുന്നുണ്ട്, അത് പുറകിലോട്ടാണ് പോകുന്നത്. എങ്ങനെ ഒരു മുസ്ലിം എന്താണ് ശ്രമിക്കുന്നത്? 7-ാം നൂറ്റാണ്ടിലെ മുസ്ലിം ആവാനാണ് ശ്രമിക്കുന്നത്. ഒരു ഹിന്ദു എന്താണ് ശ്രമിക്കുന്നത്? വേദകാലത്തെ ഹിന്ദു ആവാനാണ് ശ്രമിക്കുന്നത്. ഒരു ക്രിസ്ത്യാനി ക്രിസ്തുവിനെ പോലെ ജീവിക്കാനും അപ്പോസ്തലന്മാരെ പോലെ പ്രവർത്തിക്കാനുമാണ് അവൻ ശ്രമിക്കുന്നത്. ഇതൊരു പുറകോട്ടുള്ള വണ്ടിയാണ്. പക്ഷേ ഭരണഘടന എന്ന് പറഞ്ഞാൽ 47-50 കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലും ലോകത്തും ഉണ്ടായിരുന്ന വിശിഷ്ട ആശയങ്ങളുടെ ഒരു സംഭവമാണ്. അതിൽ നമ്മൾ 76-ലാണ് ഈ സെക്കുലറിസം എഴുതി ചേർത്തത്. അപ്പം ഭരണഘടന ഉണ്ടാകുമ്പോൾ സെക്കുലറിസം ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ നമ്മൾ ആഡ് ചെയ്തു. ഭരണഘടനയും ഒരു ഒഴുകുന്ന നദിയാണ്. പക്ഷേ അതിൻ്റെ മൊറാലിറ്റി എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് വളരെ പ്രധാനമാണ്. നമ്മൾ വലിയ തോതിൽ സപ്പോർട്ട് ചെയ്യണം. പക്ഷേ അതേപോലെ തന്നെ അത് അവസാന പുസ്തകമായിട്ടോ അവസാന വാചകമായിട്ടോ കാണേണ്ടതില്ല. അതിനെ പരിഷ്കരിക്കാനായിട്ടുള്ള ഒരു ഭരണഘടനയാണ് എൻ്റെ ബൈബിൾ എന്നുള്ള രീതിയിലേക്ക് പോകേണ്ട കാര്യമില്ല. ഭരണഘടന ഈസ് യൂസ്ഫുൾ, ഹെൽപ്ഫുൾ ആൻഡ് വെരി സപ്പോർട്ടീവ് ഫോർ എ ബെറ്റർ ലൈഫ്. അതുപോലെ തന്നെ ടു ഓയിൽ ദ വീൽ ഓഫ് സിവിലൈസേഷൻ ദാറ്റ് വി ഹാവ്, ഇറ്റ്സ് ഗുഡ്. പണ്ട് നമ്മൾ ഈ രാഷ്ട്രത്തിൽ മുദ്രാവാക്യങ്ങളൊക്കെ വെക്കുമ്പോൾ
അവിടെ PC തോമസ് എന്ന് പറയുന്നൊരു MP ഉണ്ടായിരുന്നു മൂവാറ്റുപുഴ. പുള്ളിയുടെ ഇലക്ഷൻ റദ്ദാക്കി. അതിൻ്റെ കാരണം എന്തായിരുന്നു? ഒരു ലഘുലേഖയാണ്. അതിനകത്ത് പോപ്പിൻ്റെ കൈമുത്തിയ ഒരു ചിത്രമൊക്കെ ചേർത്തുകൊണ്ട് മതം പറഞ്ഞ് വോട്ട് വാങ്ങിച്ചു എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ റദ്ദാക്കിയിട്ട് തൊട്ടടുത്ത സ്ഥാനാർത്ഥിയെ വിജയമായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോൾ ഈ മതം പറയുക, മതപരമായ കാര്യങ്ങൾ പറയുക എന്നുള്ളത് ജയിച്ചു കഴിഞ്ഞാൽ പോലും പ്രശ്നമാകും എന്നുള്ളൊരവസ്ഥയാണ് ഇന്ത്യയിലുണ്ടത്. പക്ഷേ നമ്മുടെ മുദ്രാവാക്യങ്ങളൊക്കെ ഇപ്പോൾ വളരെയധികം മാറി വരികയാണ്. നമ്മൾ സെക്കുലറിസം എന്നൊക്കെ പറയുമ്പോൾ അത് സിഖാണോ എന്ന് നോക്കേണ്ടുന്ന ഒരു കാര്യം അവിടെ വരുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പോൾ ജയ് ജവാൻ ജയ് കിസാൻ എന്നാണ് ലാൽ ബഹദൂർ ശാസ്ത്രി 65 പറഞ്ഞത്. ഗരീബി ഹടാവോ എന്നൊരു മുദ്രാവാക്യമുണ്ട്. ഇന്ദിരാ ഹടാവോ എന്നായിരുന്നു വേറൊരു മുദ്രാവാക്യം. ഇന്ത്യ ഷൈനിങ് എന്ന് പറയുന്ന മുദ്രാവാക്യം. പലതരം മുദ്രാവാക്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ പലപ്പോഴും ഈ കഴിഞ്ഞ ഇലക്ഷനിൽ കണ്ട പല മുദ്രാവാക്യങ്ങൾ വിശ്വാസ സംരക്ഷണം. വിശ്വാസ സംരക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അന്ധവിശ്വാസ സംരക്ഷണം എന്നർത്ഥം. ജനങ്ങളുടെ അന്ധവിശ്വാസികളായിരിക്കാനുള്ള അവകാശം സംരക്ഷിക്കാൻ വേണ്ടി പൊരുതാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് രാഷ്ട്രീയ കക്ഷികൾ വരികയാണ്. ഇത് ഒരു സെക്യുലറിസത്തിൻ്റെ തന്നെ ഒരു രോഗലക്ഷണമാണ്. ബിക്കോസ് യു ആർ ക്ലെയിമിങ് ദാറ്റ് യു ആർ ഹാവിങ് സെക്യുലറിസം, ബട്ട് ഇറ്റ് ഇസ് നോട്ട് വൺ. ഇറ്റ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. ഇത് വളരെ പ്രിക്കേരിയസ്, നമ്മളുടെ ഒരു എന്താ പറയുക, ഒരു പിടിവള്ളിയാണ് യഥാർത്ഥത്തിൽ മതേതരത്വം. അത് സംരക്ഷിക്കാനും അത് പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ വളരെ വ്യാപകമായി നടത്തേണ്ടതായിട്ടുണ്ട്. അതിനാദ്യം ചെയ്യേണ്ടത്, അവസാനം ചെയ്യേണ്ടത് ജനങ്ങളുടെ മതവിശ്വാസവും അവരുടെ അന്ധവിശ്വാസത്വരെയും ക്രമേണ പ്രോസസ്സ് ചെയ്യുക, പ്രോസസ്സ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ അവർക്ക് റോഡ് കൊടുത്തുകൊണ്ടും അവർക്ക് നല്ല കുപ്പായം വാങ്ങിച്ചു കൊടുത്തുകൊണ്ടും അവർക്ക് ഗ്രാൻഡ് അനുവദിച്ചുകൊണ്ടും അവരെ ഈവൻ വിദ്യാഭ്യാസം ചെയ്യിച്ചുകൊണ്ടും കൂടി നിങ്ങൾക്ക് സാധിക്കില്ല. മറിച്ച് ക്രിട്ടിക്കലായി ചിന്തിക്കാനായിട്ട്, പ്രധാനമായിട്ട് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ ഒരു സമൂഹത്തെ മുഴുവൻ ക്രിട്ടിക്കലായി ചിന്തിക്കാനായിട്ടുള്ള പരിപാടികളാണ് അതിനാവശ്യമായിട്ടുള്ളത്. അങ്ങനെ മതവിശ്വാസം ദുർബലപ്പെടുന്ന ഒരു സമൂഹത്തിൽ, അൽബേനിയ പോലെയുള്ള സമൂഹം, 57% മുസ്ലിങ്ങളുണ്ടായിട്ടും 5% ആളുകൾ പോലും നൊയമ്പ് പിടിക്കാത്ത ഒരു സമൂഹം. നൊയമ്പ് പിടിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടൊന്നുമല്ല നമുക്ക്. പക്ഷേ നൊയമ്പ് പിടിക്കുക എന്ന് പറയുമ്പോൾ അതിനോടനുബന്ധിച്ച് വരുന്ന ഒരു സെറ്റ് ഓഫ് ട്രെയിൻ ഓഫ് സൂപ്പർസ്റ്റിഷൻസ് ഉണ്ട്. അങ്ങനെ ഒരു ജനത ഒരു സ്വപ്നാടനത്തിലെന്ന പോലെ ഇങ്ങനെ ആ ബാക്ക് പാക്കും വെച്ച് കയറിപ്പോകുന്ന ഒരു ജനത, അതിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ഇത്തരത്തിലുള്ള പൊതുജന വിദ്യാഭ്യാസ പരിപാടികൾ കൂടുതൽ ശക്തമാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത്രയും നേരം വിഷയത്തിൽ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതിന് വളരെ സന്തോഷം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ചോദ്യങ്ങൾ. മതേതരർ എന്ന് അവകാശപ്പെടുന്നവർ തന്നെ മതാത്മകതയെ പ്രോത്സാഹിപ്പിച്ചാൽ ഇന്ത്യ എങ്ങനെ ശരിയാകും? അത് നമ്മുടെ പ്രഭാഷണത്തിൻ്റെ ചോദ്യം കൂടിയാണ്. വലിയ ബുദ്ധിമുട്ടാണ്. ഗോസ് വിത്തൗട്ട് സെയിങ്. ന്യൂനപക്ഷം ഒരിക്കലും മതേതരം അല്ലാതിരിക്കെ ഭൂരിപക്ഷം മാത്രം മതേതരമാകുന്നത് ശരിയാണോ? ടെക്നിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഭൂരിപക്ഷം മതേതരമാകുമ്പോൾ ആ രാജ്യം മതേതരമാകും. ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഭൂരിപക്ഷം മതേതരമായി കഴിഞ്ഞാൽ ആ രാജ്യം മതേതരമാകും. ഇനി ആരൊക്കെ എതിർത്തിട്ടും കാര്യമില്ല. ഇപ്പോൾ മലേഷ്യയിൽ മുസ്ലിങ്ങൾ മതേതരത്വം, അവിടെ മതേതരത്വം എന്നൊരു വാക്ക് അവരുടെ ഭരണഘടനയിൽ ഇല്ലെങ്കിലും മതേതരമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ രാജ്യം മതേതരമായിട്ട് നിലകൊള്ളും. അത് ഡിക്റ്റേറ്റ് ചെയ്യാൻ അതേ തന്നെ പൊസിഷൻ ടു ഡിക്റ്റേറ്റ്. ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിലും ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനം തന്നെയാണ് മതേതരത്വം. നമ്മളതിനെ വേറെ എങ്ങനെ വ്യാഖ്യാനിച്ചിട്ടും കാര്യമില്ല. ഭൂരിപക്ഷം അതിനെതിരാണെങ്കിൽ സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടാണത്. പക്ഷേ ഇന്ത്യയിലെ ഭൂരിപക്ഷം ആരാണ് എന്നുള്ളതാണ് പ്രശ്നം. ഇന്ത്യയിലെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഇപ്പോൾ ഹിന്ദു എന്ന് പറയുന്നൊരു മതമല്ല എന്ന് നമ്മളിങ്ങനെ പറഞ്ഞ് പഴകിയൊരു സാധനമാണ്. അത് സത്യമാണ്. ഹിന്ദുവിനെ ഒരു മതമാക്കിക്കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇവിടുത്തെ വലതുപക്ഷ രാഷ്ട്രീയം. മതമാക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ മതേതരത്വം അപകടത്തിലാകുമെന്ന് പറയും. യഥാർത്ഥത്തിൽ ഹിന്ദു മതം ഇങ്ങനെ ചിതറി ഇങ്ങനെ നിൽക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ മതേതരത്തിന് നല്ലത്. അതായത് ഇപ്പോൾ പട്ടികജാതി പട്ടികവർഗ്ഗക്കാർ ഞങ്ങൾ ഹിന്ദുക്കളല്ല എന്ന് പറയുന്നില്ലേ, അത് മതേതരത്തിന് വളരെ നല്ലതാണ്. ഹാർട്ട് പില്ലാണ്. അതുകൊണ്ടാണ് ഗാന്ധിജി സ്വന്തം ജീവൻ മരണം വരെ സത്യാഗ്രഹം നടത്തുമെന്ന് പറഞ്ഞത്. ഹിന്ദുക്കളെ വിഭജിക്കാൻ സമ്മതിക്കില്ല എന്ന് ഗാന്ധിജി പറഞ്ഞതിൻ്റെ കാര്യം ഇത് തന്നെയാണ്. ചിതറി നിൽക്കുന്ന ഒരു വിഭാഗമാണെങ്കിൽ പെട്ടെന്നൊരു ഈ മതേതരത്തിന് വലിയ ഭീഷണിയില്ല. ഇന്ത്യയിൽ അങ്ങനെ ആയിരുന്നു. ഈ കൺസോളിഡേഷൻ വരുമ്പോഴാണ് മതേതരത്വം ത്രെട്ടൻഡ് ആവുന്നത്. ഇന്ത്യയിലെ മതേതരത്തിന് അതിനെ ഇപ്പോൾ മതേ തറയും
സെക്യുലറിസം ഒക്കെ എന്നൊക്കെയുള്ള വാക്കുകൾ വരാൻ കാരണം തന്നെ ഈ റിലീജിയസ് കൺസോൾട്ടേഷൻ വലതുപക്ഷത്തിൻ്റെ വരുന്നത് കൊണ്ടാണ് എന്നുള്ളതാണ് ഒരു സത്യം. ഞാനൊരു പൊളിറ്റിക്കൽ റിയാലിറ്റി പറയാം. ഈ കൺസോൾട്ടേഷൻ ദുർബലപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മതേതരത്വം പുഷ്ടിപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം മുസ്ലിങ്ങൾക്ക് എന്തായാലും വേണം, ക്രിസ്ത്യാനികൾക്ക് വേണം, ജൈനർക്ക് വേണം, പാഴ്സികൾക്ക് വേണം. അതാണ് അതിൻ്റെ പൊളിറ്റിക്സ്. മതേതരത്വ ന്യൂനപക്ഷ ഭൂരിപക്ഷ മത പ്രോത്സാഹനമായി തീരുകയാണ്. അതിൻ്റെ കൂടെ വേറൊരു ചോദ്യം ഉണ്ടായിരുന്നു. പാർലമെൻ്ററി ജനാധിപത്യം നിലനിൽക്കുന്നത് കൊണ്ടും 5 വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരുന്നത് മൂലമല്ലേ ഇടതുപക്ഷ പാർട്ടികൾക്ക് പോലും മതാധിപത്യത്തെ അംഗീകരിക്കേണ്ടി വരുന്നത്? ഇടതുപക്ഷ പാർട്ടികളുടെ കാര്യം ഞാൻ പറയുകയാണ്. നമുക്ക് ചില രാഷ്ട്രീയത്തെക്കുറിച്ച് ചില തെറ്റായ ധാരണകളുണ്ട്. ഞാൻ എൻ്റെ അഭിപ്രായം പറയാം, നിങ്ങൾക്ക് ബാധകമല്ല, നിങ്ങൾക്കും ബാധകമല്ല, ആർക്കും ബാധകമല്ല, എൻ്റെ അഭിപ്രായം മാത്രമാണ്. ചില ആൾക്കാർ പറയേണ്ട ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ വർഗരാഷ്ട്രീയം പറയുന്നു, ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിനെ തള്ളി പറയുന്നു, ജാതികളെ അവർ വേണ്ടത്ര രീതിയിൽ അംഗീകരിക്കുന്നില്ല, പഠിക്കുന്നില്ല. ഇന്ത്യയിൽ ജാതി എന്ന് പറയുന്ന ഒരു കത്തി നിൽക്കുന്ന യാഥാർത്ഥ്യമാണ്. അത് നേരിട്ട് പഠിക്കാത്തത് കൊണ്ടും പരിഗണിക്കാത്തത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിപ്പോൾ വെറും വലിയ തോതിൽ നശിച്ചു പോയത് എന്നൊരു ആർഗ്യുമെൻ്റ്. അപ്പോൾ എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പറയുന്ന വർഗ്ഗമാണ്? തൊഴിലാളി വർഗം, മുതലാളി വർഗം, പിന്നെ അങ്ങനെ വർഗ്ഗങ്ങൾ തമ്മിലുള്ള സംഘർഷം, ഐക്യം, പിന്നെ അവസാനം സർവാധിപത്യം. ഇപ്പോൾ സർവാധിപത്യം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ പേടിക്കണം. സർവാധിപത്യം ആരുടെ ആയാലും അത് വളരെ ഭീതിജനകമായൊരു കാര്യമാണ്, അല്ലേ? സ്വർണം കൊണ്ടുണ്ടാക്കിയ സൂചി വെച്ച് കണ്ണി കുത്തിയാലും എന്താ സംഭവിക്കുക? അത് സൂചിയാണത്. യു വിൽ ബ്ലീഡ്. സർവാധിപത്യം അവിടെ അവസാനിക്കുക. അതാണ് അതിനെക്കാട്ടി രസം. മാർക്സിസത്തിൻ്റെ ഒരു അടിസ്ഥാനം വെച്ച് ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് പ്രോലറ്ററേറ്റ്സ് വന്നിട്ട് അവിടെ നിൽക്കുക. അതെങ്ങനെ നിൽക്കും? മനുഷ്യനല്ലേ. ബാക്കി എല്ലാം പടം പൊഴിച്ച് അവിടെ എത്തിയിട്ട് മനുഷ്യൻ അങ്ങനെ അങ്ങ് നിൽക്കുമെന്നൊക്കെ ചിന്തിക്കണമെങ്കിൽ അതിന് കുറേ എന്താ പറയുക, അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. മനുഷ്യന് ഒരവസ്ഥയും അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ നിലകൊള്ളാൻ കഴിയില്ല. പവർ കറപ്റ്റ് ചെയ്യും. അബ്സല്യൂട്ട് പവർ ആകുമ്പം അത് അബ്സല്യൂട്ട്ലി കറപ്റ്റ് ചെയ്യും ആ വ്യവസ്ഥയും മനുഷ്യൻ്റെ മനസ്സിനെയും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ വർഗരാഷ്ട്രീയം കളിക്കുന്നതുകൊണ്ടാണോ മാർക്സിസ്റ്റ് പാർട്ടിക്കും CPIക്കും RSPക്കും ഒക്കെ പ്രശ്നം ഉണ്ടാകുന്നത് എന്നുള്ള ചോദ്യമാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഒന്ന്, എൻ്റെ ചോദ്യം, അവർ വർഗരാഷ്ട്രീയം കളിക്കാറുണ്ടോ? തൊഴിലാളി വർഗ പാർട്ടിയാണോ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്? എനിക്കറിയില്ല. ആണെന്ന് വെക്കട്ടെ. അവർ ജാതി രാഷ്ട്രീയം കളിക്കാത്തതുകൊണ്ടാണ് അവർ പിന്നോക്കം പോയത്? അല്ല എന്നുള്ള സത്യം. കാരണം ഇന്ത്യയിൽ ജാതി രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ട് വരുന്ന മിക്കവാറും എല്ലാ പാർട്ടികളും ജാതി രാഷ്ട്രീയമാണ് മുന്നോട്ട് പോകുന്നത്. 57-ന് ശേഷം ഇന്ത്യൻ ഇലക്ഷനിൽ 50-ന് ശേഷമുള്ള ഇലക്ഷനിൽ വന്ന മിക്ക പാർട്ടികളും ജാതികളെ വലിയ രീതിയിൽ പരിഗണിക്കുന്ന പാർട്ടികളാണ്, ജാതി പാർട്ടികളാണ്. ഇപ്പോൾ NDPയുടെ എന്ന് പറയുന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു, NSSൻ്റെ പാർട്ടിയാണ്. SDP എന്ന് പറഞ്ഞൊരു പാർട്ടി, SDP സോഷ്യലിസ്റ്റ് SRP എന്നൊരു പാർട്ടിയുണ്ട്. അത് ജാതി പാർട്ടിയാണ്. ജാതി എന്ന് മേളിൽ ഇങ്ങനെ എഴുതി വെച്ച പാർട്ടിയാണ്. ഇപ്പോൾ ബഹുജൻ സമാജ് പാർട്ടി എന്ന് പറയുന്നത് ഒരു ജാതിയാണ് പറയുന്നത്. ജാതി പറഞ്ഞുകൊണ്ടാണ് വന്നത്. ഇപ്പോൾ അവർ പറയുന്നത് ജാതിയല്ല, ഇപ്പോൾ അവർ ബ്രാഹ്മണർക്കാണ് ടിക്കറ്റ് കൊടുക്കുന്നത്. ബഹുജൻ സമാജ് പാർട്ടിയിലാണ് ബ്രാഹ്മണരുടെ, എനിക്ക് വന്ന് വലിയ തോതിൽ ബ്രാഹ്മണരെ അവർ ആകർഷിക്കുന്നു. അതിലിപ്പോൾ മുന്നോക്കക്കാർക്ക് 15%, 10% സംവരണം ഏർപ്പെടുത്തിയപ്പോൾ മുന്നിൽ നിന്ന് ബാധിച്ച പാർട്ടി ഏതാണ്? BSP ആണ്. രാംവിലാസ് പാസ്വാന്റെ പാർട്ടിയാണ്. ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ കക്ഷിയും മുന്നോക്കക്കാരുടെ 10% സംവരണത്തെ എതിർത്തിട്ടില്ല. CPM എതിർത്തിട്ടില്ല, CPI എതിർത്തിട്ടില്ല, കോൺഗ്രസ് എതിർത്തിട്ടില്ല, BJP എതിർത്തിട്ടില്ല. ഞങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് വ്യസനിക്ക് മാത്രമാണ് ചെയ്തത്. എന്താ സംഭവം അവിടെ? ഈ ജാതി പറഞ്ഞു വരുന്ന പാർട്ടികൾ പോലും ജാതിക്ക് അതീതമായി ഒരു ജാതി ഇതര വ്യവസ്ഥയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന അവസ്ഥ വരും. BSPയിൽ ഇപ്പോൾ ബഹുജനങ്ങളാണ് ഉള്ളത്, പട്ടികജാതിക്കാർ മാത്രമല്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ജാതി മാത്രം പറഞ്ഞുകൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോൾ മായാവതിയും മുലയും കൂടെ ചേർന്ന് UPയിൽ BJP പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ട് നടക്കാത്തത്? ഒറ്റയ്ക്ക് ഭരിച്ചല്ലേ. മിക്കവാറും ജാതി പാർട്ടികളെല്ലാം നല്ല തോതിൽ പിന്തള്ളപ്പെട്ടു പോയിട്ടുണ്ട് ഇന്ത്യയിൽ. ജാതിയൊന്നും അങ്ങനെ ഒരു പൂർണ്ണമായ വിജയത്തിനുള്ള ഒരു പ്രിസ്ക്രിപ്ഷനൊന്നും അല്ല. ഇവിടെ പ്രശ്നം ഈ ഇടതുപക്ഷം എന്ന് പറയുന്ന ആ പക്ഷം അവർ പുരോഗമനാത്മകമായിരിക്കും. പുരോഗമനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നത്തെ അവസ്ഥ പോരാ. ഇന്നത്തെ അവസ്ഥയ്ക്ക് ന്യൂനതകളുണ്ട്, പരിഷ്കരണങ്ങൾ ആവശ്യമുണ്ട്. മൂല്യവ്യവസ്ഥയിലും ഭൗതിക അവസ്ഥയിലും പരിഷ്കരണങ്ങൾ ആവശ്യമുണ്ട്. അത് ലിംഗനീതിയുടെ കാര്യത്തിലായാലും വ്യവസായത്തിൻ്റെ കാര്യത്തിലായാലും ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിലായാലും
എല്ലാത്തിനും പരിഷ്കരണം വേണം. ഈ ഒരു അവസ്ഥയിൽ തൃപ്തരല്ലാത്തവരാണ് പുരോഗമനവാദികൾ. പക്ഷേ ഇന്ത്യയിലെ കേരളത്തിലെ ഇടതുപക്ഷം പുരോഗമനവാദികളല്ല. അതൊരു തണുത്ത സത്യമാണ്, കോൾഡ് ട്രൂത്ത് എന്ന് പറയും. പുരോഗമനവാദികൾക്ക് കേരളത്തിലൊരു സ്പേസ് ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അവർക്ക് ചെയ്യാൻ കഴിയുന്നത് ആ ഒരു സ്പേസ് അവർ ഒക്യുപ്പൈ ചെയ്യുക, എന്നിട്ട് ബാക്കി സാധാരണമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ സാധാരണമായിട്ട് തന്നെ നടക്കട്ടെ. പക്ഷേ ആ സ്പേസ് ആ ഒരു കോർ വാല്യൂ അവർക്ക് പിടിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അവർ പിന്തുണപ്പെട്ടു പോകുന്നത്. അല്ലാതെ ജാതി പറയാത്തതുകൊണ്ടല്ല CPIയും CPMും പിന്തുണപ്പെടുന്നത്. ജാതി പറഞ്ഞും ജാതി നോക്കിയൊക്കെ തന്നെ അവർ കാൻഡിഡേറ്റ്സിനെ എല്ലാം നിർത്തുന്നത്. മതവും അവർ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ പുരോഗമനപക്ഷം എന്നൊക്കെ പറയുന്ന ഒരു സാധനം പുറകോട്ട് പോകുന്നെങ്കിൽ അതിൻ്റെ കാര്യം അവരെ ജോലി ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യുന്നില്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഉദാഹരണമായിട്ട് ഞാൻ പലയിടത്തും പറഞ്ഞുള്ള കാര്യം, ഇപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി BJPക്കാർ നടത്തിക്കൊണ്ടിരുന്നതാണ് കണ്ണൂരൊക്കെ. ഇപ്പോൾ P. ജയരാജനൊക്കെ വന്ന് ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് തന്നെ അവരുടെ വീട്ടിലെ സ്ത്രീകളെ എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് ഇതേ ജയന്തിയും കുട്ടികളെ വെച്ച് നടത്തുന്നു. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പം ഈ ശ്രീകൃഷ്ണ ജയന്തി ഏറ്റവും നന്നായിട്ട് നടത്താൻ കഴിയുന്ന BJPക്ക് തന്നെയാണ്. കാര്യം അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, അവർ പണ്ടേ നടത്തുന്നതാണ്. ഉപ്പോളം വരെ ഉപ്പിലിട്ടത്. നിങ്ങൾ അതേ സാധനം തന്നെ നടത്തി നോക്കിയാണ് ഇവരുടെ പിന്തുണ കിട്ടാനായിട്ട്. നിങ്ങൾ അതല്ല നടത്തേണ്ടത്. നിങ്ങൾ വിചാരിക്കുന്നത് അത് നടത്തിയാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന്. കിട്ടില്ല. CPM BJP ആവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആളുകൾ ചോദിക്കും BJP അല്ലേ കുറെ കൂടെ ബെറ്റർ. കേരളത്തിലെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബംഗാളിൽ ഇപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് ഇപ്പോൾ UDFകാർ ജയിച്ചാലെല്ലാം BJPയിലോട്ട് പോകും. ഒരു UDFകാരൻ ജയിച്ചു കഴിഞ്ഞാൽ അവന് BJP പോകാനുള്ള ബുദ്ധിമുട്ട്, മുട്ടുവേദന, തടസ്സം, ചുമ അത്രയും മാത്രമേ ഉള്ളൊരു മാർക്സിസ്റ്റുകാരൻ പോകാൻ. നിങ്ങൾ നോക്കിക്കോ. കാരണം അങ്ങനൊരു മാറ്റം, അങ്ങനൊരു വ്യത്യാസം ഉണ്ടെങ്കിലെല്ലാം ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനൊരു വ്യത്യാസം ഇല്ല. G. സുധാകരന് പോകാൻ കഴിയുമെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനും പോകാൻ കഴിയും. പറ്റില്ലേ? ഞാൻ ഒരു വ്യത്യാസവും കാണുന്നില്ല. വ്യത്യാസം ഉണ്ടെന്നൊക്കെയുള്ള വിശ്വാസത്തിൽ ഇങ്ങനെ പോകാം അല്ലേ, ഒരു വിശ്വാസം. അപ്പോൾ ഇടതുപക്ഷത്തിന് പുറകോട്ട് പോകുന്ന ഇടതുപക്ഷം ഇലക്ഷനെ നേരിടേണ്ടി വരുന്നത് കൊണ്ടാണ് മതാധിപത്യം. ഈ മതത്തെ യഥാർത്ഥത്തിൽ 2-3 രീതിയിൽ നിങ്ങളൊരു സെൽഫ് റെസ്പെക്റ്റ് കളയുന്ന രീതിയിൽ മതവുമായിട്ട് ഡീൽ ചെയ്യാം. അതാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ കക്ഷികൾ കഴിയുന്നത്. മതത്തിനെതിരെ ഒരു ഡയലോഗ് പോലും സാധ്യമല്ല. ഉദാഹരണമായിട്ട് ഞാൻ ഈ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ ഇസ്ലാം തന്നെ എടുക്കാം. ഇസ്ലാമിനെ കുറിച്ച് നമ്മുടെ പൊതുവിൽ എല്ലാവരും പറയുന്നത് അവരുമായിട്ട് യാതൊരു ചർച്ചയും അവരെ ഒന്നും പറയില്ല, അവരെപ്പോൾ വേണേലും അത് ചെയ്ത് കളയും, ഭയങ്കര വികാരമുണ്ട്. സെബാസ്റ്റ്യൻ പോൾ ഒരിക്കൽ മംഗളം പത്രത്തിനകത്ത് എഴുതി, അത് ഇസ്ലാമുമായി ഉള്ള ഒരു വിമർശനമൊക്കെ വരുമ്പോൾ നമ്മൾ കുറേ കൂടെയൊക്കെ കരുതൽ വേണം, ജാഗ്രത വേണം. അന്നേരം മറ്റുള്ളവർക്ക് പിന്നെ ഞങ്ങളാരാ 2ാം കെട്ടിലുണ്ടായത്? അല്ല, സ്വാഭാവികമായിട്ട് ആളുകൾ ചോദിക്കുന്ന കാര്യമാണല്ലോ. ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ കുറേ കൂടെ ജാഗ്രത ഇതൊക്കെ കാണിക്കുന്നത് അതെന്താണ് അതിൻ്റെ അർത്ഥം? അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താ അവിടെ വരുന്നതെന്ന് അറിയാമോ? ഇസ്ലാമുമായിട്ട് ചർച്ചയൊന്നും പറ്റില്ല, അവർ വളരെ ഇതാണ്. അങ്ങനെയൊന്നുമല്ല. ഇസ്ലാമിനെ അപ്പുറത്ത് മേശ ഇരുത്തിക്കൊണ്ട് ഇസ്ലാമിലെ തന്നെ ചിന്തിക്കാനും സംസാരിക്കാനും കാര്യങ്ങൾ വിചരിക്കാൻ കഴിയുന്ന ഒരു ക്രിയേറ്റീവായിട്ടുള്ള ന്യൂനപക്ഷം എല്ലാ മതത്തിലും ഉണ്ടാവും. അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ആ ഒരു സന്ദേശം മതത്തിലേക്ക് കടത്തിവിടണം, ഹാൻഡ് ചെയ്യണം, ചർച്ച ചെയ്യണം. അല്ലാതെ അവരെ തൊടാൻ പാടില്ല, അവരോട് സംസാരിക്കാൻ പാടില്ല, അവരാകെ ഭയങ്കര പൊട്ടിത്തെറി, അങ്ങനെ ഒരു രീതി ശരിയാവില്ല. അങ്ങനെ ഒരു രീതി ഉണ്ടാക്കുകയാണ് അവർ ചെയ്യുന്നത്. മതമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് മാത്രമേ അതിനെ ശരിക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാതെ മതം ഇത്തരം ബ്ലാസ്ഫമി ലോസ് വെച്ചുകൊണ്ട് ഒരു മതപരിഷ്കരണം നടത്തില്ല. ബ്ലാസ്ഫമി ലോ എന്ന് പറയുന്നത് അനീതമായി മതത്തെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ക്രൂരമായിട്ടുള്ള അതിൻ്റെ മുഖത്തെ നിലനിർത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ മതത്തെ തുറന്നു നോക്കുകയാണ് ചെയ്യുന്നത്. മതമായിട്ടുള്ള ഡയലോഗ് അതാണ് വേണ്ടത്. അല്ല, ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയൊക്കെ നമ്മൾ കരുതുന്നു, ബാക്കി ഇപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മീറ്റിംഗ് നടത്തുമ്പോൾ ഈ 2 രീതിയിലെ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരു കർട്ടൻ്റെ അപ്പുറവും ഇപ്പുറവും നിർത്തിയിട്ട് മീറ്റിംഗ് നടത്തുക എന്ന് പറയുന്നത് ആ ഒരു മീറ്റിംഗ് വേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു മീറ്റിംഗ് നടത്തരുത്, ഒരു വളരെ മോശം സന്ദേശം അത്. നിങ്ങളിപ്പോൾ ഒരു മീറ്റിംഗ് നടത്തുകയാണെങ്കിൽ ഇതേ മീറ്റിംഗ് പിന്നെ നിങ്ങൾ നടത്തേണ്ടി വരും. നിങ്ങൾ ലിംഗനീതി സംബന്ധിച്ചുള്ള, ഇക്വാലിറ്റി സംബന്ധിച്ചുള്ള ഭരണഘടനാ തത്വങ്ങളെയും ഇന്നത്തെ മനുഷ്യൻ ലോകമെമ്പാടും ആർജിച്ചിട്ടുള്ള മാനവിക മൂല്യങ്ങളെയും കാറ്റിൽ പറത്തുന്ന ഒരു രീതിയാണ്. അങ്ങനെ ചെയ്യരുത്. പിന്നെ അതെല്ലാം ചെയ്തിട്ട് പിന്നെ പുറകോട്ട് പോകുന്നു, ഇലക്ഷൻ വരുന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടും കാര്യം. ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിക്കാൻ കഴിഞ്ഞത് സ്ത്രീകൾക്ക് തുല്യത ഉറപ്പുവരുത്താൻ വേണ്ടി ആയിരുന്നില്ലേ? അതിലെന്താണ് തെറ്റ്?
ശബരിമലയെക്കുറിച്ച് ഞാൻ നീണ്ട ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട് അടൂർ. അതിനകത്ത് ഞാൻ ശബരിമല വിധിയെക്കുറിച്ച് പറഞ്ഞത് അത് ജയിക്കുമ്പോൾ തോൽക്കുന്ന പോരാട്ടം എന്നാണ്. അതിൻ്റെ അർത്ഥം ആ വിധി നടപ്പിലാക്കുമ്പോൾ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒന്ന്, ഭരണഘടനയുടെ അപ്രമാദിത്യം ഉറപ്പാക്കപ്പെടുന്നുണ്ട്. 2, ലിംഗനീതി സംബന്ധിച്ചുള്ള ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടുള്ള ഒരു തത്വം നമ്മുടെ സമൂഹത്തിൽ നടപ്പാക്കപ്പെടുന്ന ഒരു പ്രതീതി ഉണ്ടാകുന്നുണ്ട്. 3, ആ നിയമം നടപ്പിലാക്കുമ്പോൾ മതത്തിന് മേളിൽ പരുന്തും പറക്കില്ല എന്നുള്ള നിലവിലുള്ള അവസ്ഥയിൽ വലിയ തോതിലുള്ള ആഘാതം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ആ നിയമം നമ്മൾ പേരിനെങ്കിലും നടപ്പിലാക്കപ്പെടുന്നത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിന് എന്തുകൊണ്ടും നല്ലത്. അതുകൊണ്ട് നമ്മൾ ജയിക്കണം. പക്ഷെ അങ്ങനെ നമ്മൾ ജയിക്കുമ്പോൾ നമ്മൾ തോൽക്കുമെന്നും കൂടി ഞാൻ പറഞ്ഞിരുന്നു. കാരണം ഞാൻ മുന്നോട്ട് വെക്കുന്ന ഒരു വാദം അതാണ്. സ്ത്രീകൾ 50%, ജനസംഖ്യയുടെ 50% വരുന്ന സ്ത്രീകൾ പോപ്പുലേഷൻ, അവർ ഇന്നലെ വരെ ചെയ്യാത്തൊരു അന്ധവിശ്വാസത്തിലേക്ക് അവരെ ആനയിക്കുന്നു. അവർക്ക് കണ്ടുകൊണ്ടിരുന്ന സീരിയലിൻ്റെ കൂടെ ഒരു സീരിയലൂടെ വരുന്നു. അവരുടെ ധനം, ഊർജം, സമയം, അവരുടെ കൺസേൺ ഇതെല്ലാം തന്നെ വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് എന്താ പറയുക, ഒരു ചുമട് കൂടി, ഒരു ചാക്ക് കൂടി അവർ ചുമക്കുകയാണ്. അതുകൊണ്ട് അത് അവരുടെ മക്കൾക്കും അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ടീച്ചേഴ്സ് മലയിൽ പോവും, പ്രൊഫസേഴ്സ് പോവും, എൻജിനീയേഴ്സ് പോവും, അമ്മമാർ പോവും, വീട്ടമ്മമാരും കൗമാരക്കാരികൾ പോവും. അപ്പോൾ സമൂഹത്തിൽ കൂടുതൽ ഇരുട്ടിങ്ങനെ നിറഞ്ഞ് അടുത്ത തലമുറയിലേക്ക് ഇങ്ങനെ പ്രസരിച്ച് ഒരു വലിയ പരാജയമായിട്ട് അത് മാറുകയും മതം ചിരിക്കുകയും ചെയ്യും. കാര്യം എന്താണ്? കൂടുതൽ വരുമാനം. ശബരിമലയിൽ എന്താണ് എല്ലാ വർഷവും അളക്കുന്നത്? ഇത്ര കോടി രൂപ ഈ വർഷം കിട്ടിയിരിക്കുന്നു, കഴിഞ്ഞ വർഷത്തേക്കാൾ ഇത്ര കോടി കൂടുതലാണ്, എല്ലാവരും ഒന്ന് കൈയടിക്കട എന്നല്ലേ പറയുന്നത്. അല്ലാതെ ശബരിമലയിലെ ചൈതന്യം ഇത്ര ഡെസിബൽ അല്ലെങ്കിൽ ഇത്ര ആംബിയർ വർദ്ധിച്ചു എന്നൊന്നും ആരും പറയാറില്ല. സ്ത്രീകൾ ചെല്ലുമ്പോൾ ഇവിടുത്തെ വരുമാനം വർദ്ധിക്കുമെന്ന്. ഇപ്പം ശബരിമലയിലെ കഴിഞ്ഞ 10 വർഷം എടുത്ത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചെല്ലുന്ന ആളുകളുടെ എണ്ണം കുറയുക. കേരളത്തിലെ ഏക നവോത്ഥാനം അത്. ഇപ്രാവശ്യം വരുമാനം കുറഞ്ഞു, നവോത്ഥാനം ഒന്നുകൂടെ വർദ്ധിച്ചു. പക്ഷേ സ്ത്രീകൾ കയറി തുടങ്ങി കഴിഞ്ഞാൽ നവോത്ഥാനം എല്ലാം പോകും. പക്ഷേ സ്ത്രീകളെ കയറ്റേണ്ട എന്താണ്? അത് ഭരണഘടനാ വിധി ആയതുകൊണ്ട്, അത് ലിംഗ സമത്വത്തെ സഹായിക്കുന്ന ഒന്നായതുകൊണ്ടാണ്. ഇനിയിപ്പോൾ സ്ത്രീകളെ എങ്ങനെ കയറ്റണം എന്നുള്ളൊരു നമുക്ക് പല രീതിയിൽ കയറ്റാൻ ആളുകളെ അവിടെ കൊണ്ടുവന്നൊരു ഇപ്പോൾ ശ്രീലേഖ വേണമെങ്കിൽ കൊണ്ട് നമ്മുടെ ഹെലികോപ്റ്ററിൽ ഡ്രോപ്പ് ചെയ്യാം, എന്നിട്ട് എടുത്തുകൊണ്ട് പോവാം. ഒരു മാറ്റവും സമൂഹത്തിലുണ്ടാവില്ല. ഉണ്ടാവും. വേണമെങ്കിൽ നിങ്ങൾക്കൊരു മാർച്ച് നടത്തി കുറേ പേരെ അവിടെ ചേരാം. അവർ ചാണകവെള്ളമൊക്കെ തെളിച്ച്, ചാണകവെള്ളം തെളിക്കുന്നതാണ് പ്രശ്നം. അവിടെ ഒന്നും ഉണ്ടാകുന്നത്. പക്ഷേ ആ ചാണകവെള്ളം തളിക്കലാണ് ക്രൈം. അവിടുത്തെ ആ ഒരു സാധനം ഉണ്ടല്ലേ, അത് ആ ഭരണഘടനാ വിരുദ്ധമാണ്. അതൊരു ക്രൈമാണ് ശരിക്കും. അല്ല, ഇങ്ങനെ സ്ത്രീകളെ അവിടെ കൊണ്ട് കയറ്റുക, നമുക്ക് അച്ചീവ് ചെയ്യാം, ടാർഗറ്റ് അച്ചീവ് ചെയ്യാം. പക്ഷേ എന്ത് ചെയ്യും? ഇപ്പോഴെന്താണ് 10 പേരെ കയറ്റി 100 പേരെ കയറ്റി എന്നിരിക്കട്ടെ. ഇപ്പോഴത്തെ ദിവസം എന്താ? നമ്മളിവിടെ നടത്തുന്ന വളരെ അനാകർഷകമായ പൊതുജന വിദ്യാഭ്യാസ പരിപാടി, ബോധവൽക്കരണം, 4, 3, 7 സമൂഹം ഇവിടെ മാറിയെങ്കിലേ കാര്യമുള്ളൂ. അല്ലാതെ അവിടെ ഒരാളെ എത്തിക്കുക വലിയ കാര്യമൊന്നുമല്ല. വലിയ കാര്യമാണോ അവിടെ ഒരാളെ ഇവിടെ വേഷപ്രചരണമായിട്ടൊക്കെ പോകുന്നത്? എന്തിനാ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവിടെ മാറിയിട്ടില്ല. ഇപ്പോഴും സ്ത്രീകൾ പോകുന്നില്ലല്ലോ. നിങ്ങൾ ശബരിമല സ്ത്രീകൾ കയറിയെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ അവിടെ എത്തിക്കുക എന്നുള്ളതല്ല. അതൊരു ഗവൺമെൻറ് വിചാരിച്ചാൽ 1 സെക്കൻഡ് മതി അത് ചെയ്യാം. 10 പേരെ എത്തിക്കാം. അവരിറങ്ങി എല്ലാം ചെയ്തിട്ട് തിരിച്ചു വരും. അവൻ ചാണകവെള്ളം തെളിക്കും. വേണമെങ്കിൽ എല്ലാ ദിവസവും എത്തിക്കാം. ദിവസവും അവൻ ചാണകവെള്ളം തെളിക്കും. കുഴപ്പമില്ല. ചാണകവെള്ളം തളിക്കാതിരുന്നെങ്കിൽ ശരിക്കും സ്ത്രീ വന്നെന്നെങ്കിലും പറയും. അപ്പോൾ ചാണകവെള്ളം തളിച്ച സ്ഥിതിക്ക് ശബരിമല അവിടെ സ്ത്രീ കയറിയതിൻ്റെ ഫുൾ എഫക്റ്റ് കിട്ടിയിട്ടില്ല. കാരണം എന്താണ്? അശുദ്ധമായ ഒന്നവിടെ ചെന്നു, ശവം, കഫം, രക്തം, സ്ത്രീ ഇവരൊക്കെ വരുമ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? ശുദ്ധീകരണം നടത്തി. ഓക്കെ, കുഴപ്പമില്ല. അവിടെ എന്ത് മാറ്റം ഉണ്ടായിട്ടില്ല. മൈൻഡ് സെറ്റ് മാറിയിട്ടില്ല. ഇപ്പോഴും പോകാൻ പറ്റുന്നില്ല. ഇനി യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ നേട്ടം ഞാൻ എപ്പോഴും പറയുന്നത്, സ്ത്രീകൾക്ക് യഥാർത്ഥത്തിൽ നേട്ടം ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മുന്നോട്ടിരിക്കുന്നു. ഏകീകൃത സിവിൽ കോഡ് സമരം ചെയ്യും. സ്ത്രീകൾക്ക് എന്തുമാത്രം നേട്ടം ഉണ്ടാവും? വലിയ തോതിൽ 50% വരുന്ന മുസ്ലിം സ്ത്രീകൾക്ക് വലിയ നേട്ടം ഉണ്ടാവും. ഹിന്ദു സ്ത്രീകൾക്കുണ്ടാവും. ക്രിസ്ത്യാനികളായിട്ടുള്ള സ്ത്രീകൾക്കുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾക്കല്ലേ യഥാർത്ഥത്തിൽ സമരം ചെയ്യേണ്ടത്. നഴ്സുമാരുടെ സമരം നടന്നു, അവരുടെ വേതനം, അങ്ങനെയുള്ള സമരങ്ങൾക്കാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം. പക്ഷേ അതിനകത്തൊന്നും നമ്മൾ അത്ര വലിയ താല്പര്യം കൊടുക്കില്ല. പക്ഷേ ഇതാണ് ഞാൻ ജയിക്കുമ്പോൾ തോൽക്കുന്ന പോരാട്ടം. കയറിയതൊക്കെ കൊള്ളാം, കയറിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ അതുകൊണ്ട് സമൂഹത്തിന് പ്രത്യേകിച്ച് നല്ലൊരു കാര്യമായിരുന്നേ കുഴപ്പമില്ല. ഇപ്പോൾ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ചിലേക്ക് സ്ത്രീകൾ കടന്നു ചെല്ലുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ സന്തോഷിക്കും. ശബരിമലയ്ക്ക് കൂടുതൽ സ്ത്രീകൾ കടന്നു ചെല്ലുന്നു എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല. എന്നാലും എനിക്കുള്ളിൽ സന്തോഷം ഉണ്ടാവില്ല. ആ സന്തോഷം ഇല്ലായ്മ ഞാൻ മറച്ചു വെക്കുന്നില്ല.
Isn't the government funding the religious events and festivals unconstitutional? ഫണ്ടിങ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്നാണ് എനിക്ക് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് വായിച്ചിട്ട് മനസ്സിലാക്കി. ബട്ട് ദേ ഡു. അത് ഡു ചെയ്യാൻ കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് ശബരിമലയും ട്രാവൻകൂറും രാജകുടുംബം തമ്മിലുള്ള ചില ബന്ധങ്ങളൊക്കെ ഉണ്ട്, കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ട്. പുതുതായിട്ട് വന്നുള്ള ഗവൺമെൻറ് രാജകുടുംബം ട്രാവൻകൂറിലെ സർക്കാർ ചെയ്തിരുന്നതിൻ്റെ തുടർച്ചകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ തുടർച്ചകൾ പല അമ്പലങ്ങളിലും അങ്ങനെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് അതൊരു കരാറാണ്. ട്രാവൻകൂർ യൂണിയൻ ട്രാവൻകൂർ എന്നുള്ള രാജ്യം ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുമ്പോൾ ചില കരാറുകളുടെ അടിസ്ഥാനത്തിലാണ് ലയിക്കുന്നത്. അതിൽ ദേവസ്വം പോലെയുള്ള അമ്പലങ്ങൾ പോലെയുള്ള അവിടെയുള്ള ഫണ്ട്, അവിടുത്തെ പ്രവർത്തനങ്ങൾ, അവിടുത്തെ ജൂറിസ്ഡിക്ഷൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ഇന്ത്യൻ യൂണിയനുമായിട്ടുള്ള കരാറിൻ്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ പിണറായി വിജയൻ കയറിയാലും അത് കാര്യങ്ങൾ തുടരേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. അത് ടെക്നിക്കലാണ്. അതുകൊണ്ടാണ് പലതും അങ്ങനെ തുടരുന്നത്. ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ചില ക്ഷേത്രങ്ങളുടെ കാര്യത്തിലേക്ക് അങ്ങനെയുള്ള ഇത് ലീഗലി എടുത്ത് കളയാമോ എന്ന്. അത് നമുക്ക് യഥാർത്ഥത്തിൽ ഈ കരാർ റദ്ദാക്കാം, ഇത്ര വർഷം കഴിഞ്ഞിട്ട് പുതിയൊരു കരാർ കൊണ്ടുവരാം. അങ്ങനെയൊന്നും ആരും ശ്രമിച്ച് കാണുന്നില്ല. ഭീഷണി മുഴക്കുന്ന സംഘടനകളെ പോലും നിയമം മൂലം നിരോധിക്കുന്ന ഈ രാജ്യത്ത് മതം തന്നെ നിരോധിക്കുന്നതിന് എന്താണ് മാർഗം? അതൊരു ചോദ്യം. മതം നിരോധിക്കുക എന്നുള്ളതല്ല. ഈ സെക്കുലറിസത്തിൻ്റെ അടിസ്ഥാനം മതം നിരോധിക്കുക, മതവിശ്വാസത്തെ നിരോധിക്കുക എന്നുള്ളതല്ല. കാരണം വളരെ പ്രിയപ്പെട്ടതായിട്ട് കരുതുന്ന ഒരു വിശ്വാസം നാളെ തൊട്ട് വേണ്ടാന്ന് ഒരാളോട് പറഞ്ഞാൽ അയാൾ കരുതും അയാളുടെ എന്താ പറയുക, ഒരു കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടിയെ പോലെ അവൻ എന്തോ നഷ്ടപ്പെടും, അവൻ്റെ പാപ്പം എടുത്തുകൊണ്ട് പോയെന്നാണ് കരുതുന്നത്. ഇപ്പോൾ ഇന്നലെ വരെ ഭയങ്കര സ്വസ്ഥതയായിരുന്നു, ഇന്നതില്ല. ഭയങ്കരമായിട്ട് മുറിവേറ്റ മൃഗമായി മാറും. അപ്പം ഇതൊക്കെ ഗ്രാജുവലായിട്ട് മാത്രമേ, ഞാൻ അൽബേനിയയുടെ ഉദാഹരണം വീണ്ടും പറയാം. മതം ഉണ്ടായിരിക്കുകയും അതൊരു കൾച്ചറലായിട്ട് തുടരുകയും, കൾച്ചറൽ ഉദാഹരണമായിട്ട് നമ്മൾ ജനിച്ചു വീഴുന്ന മതത്തിൻ്റെ കൾച്ചറലായിട്ടുള്ള ശേഷിപ്പുകൾ നമ്മളെല്ലാവരും ഉണ്ട്. ആഹാരത്തിൽ, ഭാഷയിൽ, വസ്ത്രധാരണത്തിൽ, ഭക്ഷണ രീതിയിൽ, രുചി, ഇതിനകത്തൊക്കെ ഉണ്ടാവും. അതെല്ലാം അങ്ങ് മാറ്റിക്കളയാം. ഞാനിപ്പോൾ ഇനി ഇന്ന മതമായതുകൊണ്ട് ഞാൻ ബിരിയാണി കഴിക്കുമായിരുന്നു, ഇനി നാളെ തൊട്ട് ബിരിയാണി കഴിക്കില്ല, ഞാൻ എത്തീസ്റ്റായി മാറി, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ മുണ്ട് ഇടത്തോട്ടാണ് കൊടുത്തിരുന്നത്, ഇനി എനിക്ക് വലത്തോട്ട് കൊടുക്കണം, ഞാൻ പുറത്തു വന്ന്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ചിഹ്നങ്ങൾ പാടില്ല എന്നുള്ളത് ശരിയാണ്, മതപരമായ ചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കാതിരിക്കുക. പക്ഷേ നിങ്ങളുടെ വഴക്കങ്ങളും നിങ്ങളുടെ ശീലങ്ങളും നിങ്ങളുടെ രുചികളും വസ്ത്രധാരണ രീതിയോ, നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷ, സാഹിത്യം, ഗസലുകൾ ഇഷ്ടമായിരുന്നു, ഇനി ഞാൻ ശാസ്ത്രീയ സംഗീതം ഇഷ്ടപ്പെടൂ എന്നൊന്നും പറയേണ്ട കാര്യമില്ല. മതം അങ്ങനെ ഒരു പൂർണ്ണമായി അങ്ങ് വടിച്ചു കളയുക എന്നുള്ളതല്ല, ഈ ചിന്താശീലം മാറ്റുക എന്നുള്ള. മതം വെച്ചുകൊണ്ട് തന്നെ ഉദാഹരണമായിട്ട് ഞാൻ പറയാം. ഇംഗ്ലണ്ടിൽ ഹൗസ് ഓഫ് ലോർഡ്സും ഹൗസ് ഓഫ് കോമൺസും. ഹൗസ് ഓഫ് കോമൺസിനേക്കാൾ വലിയ സഭയാണ് ഹൗസ് ഓഫ് ലോർഡ്സ്, ഹൗസ് ഓഫ് PS എന്ന് അതിന് പറയാറുണ്ട്. അവിടെ ഇന്ന് ഇംഗ്ലണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് ഒരു നിരീശ്വര രാജ്യം എന്ന് വേണമെങ്കിൽ പറയാം. നിരീശ്വരം എന്ന് പറയുമ്പോൾ ആളുകൾക്ക് അതൊരു ഒരു കാര്യമില്ല. വലിയ വലിയ പള്ളികളും, ഇപ്പോൾ ഫ്രാൻസിൽ തന്നെ നോട്ടർഡാം പള്ളി കത്തി, ഫ്രാൻസിന് തീ പിടിച്ചെന്നാണ് മാക്രോൺ പറഞ്ഞത്. ഫ്രാൻസിന് തീ പിടിച്ചെന്നാണ്. അവിടുത്തെ ആളുകൾ വിശ്വാസികളായിട്ടൊന്നുമല്ല. ഫ്രാൻസിലൊക്കെ പള്ളിയിൽ പോക്കെന്ന് പറഞ്ഞാൽ 10% താഴെ കത്തോലിക്ക മതമാണ്. ബ്ലഡി സെക്കുലറാണ്. ഫ്രാൻസാണ് സെക്കുലറിസത്തിൻ്റെ ഏറ്റവും വലിയ സ്ട്രൈക്കിംഗ് എക്സാമ്പിളായിട്ട് നമ്മൾ ചൂണ്ടിക്കാണുന്നത്. പക്ഷേ ഈഫൽ ടവർ കാണുന്നതിനേക്കാൾ കൂടുതൽ ആളുകളാണ് നോട്ടർഡാമിലെ പള്ളിയെ കാണാനായിട്ട് പോകുന്നത്. അതൊരു ചരിത്രത്തോട് നിങ്ങളൊരു യു ആർ ഹാവിങ് എ ഹാൻഡ് ഷേക്ക് വിത്ത് ഹിസ്റ്ററി ഇല്ലല്ലോ. ഇവിടെ ചരിത്രമായൊരു ഹസ്തദാനമാണ്. നെപ്പോളിയൻ്റെ കാലഘട്ടമൊക്കെ നിങ്ങളുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോയെന്നിരിക്കും ആ പള്ളിയുടെ മുന്നിൽ നിൽക്കുന്നു. അതൊന്നും മാറ്റേണ്ട കാര്യമില്ല. നമ്മളങ്ങനെ ഈ ചില ആൾക്കാരുണ്ടല്ലേ, കൈ കഴുകുമല്ലോ, കൈ കഴുകുമ്പോൾ നിങ്ങൾ കുറേയൊക്കെ കഴുകിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ കോടിക്കണക്കിന് ബാക്ടീരിയകൾ ഉണ്ടാവും. വീണ്ടും കഴുകാനും കോടിക്കണക്കിനുണ്ടാവും. അങ്ങനെ എല്ലാ ബാക്ടീരിയകളെയും കളഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ശുദ്ധമാവാനൊന്നും പറ്റില്ല. ഈ മതം മാറ്റണം, മതം പോകണമെന്നൊക്കെ പറയുമ്പോൾ അതിനെ മുച്ചൂട് നശിപ്പിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. മനുഷ്യന് തിരിച്ചറിയാൻ കഴിയുന്ന മാൻ ടു മാൻ റിലേഷൻഷിപ്പിൽ ദൈവവും പ്രേതവും അന്ധവിശ്വാസങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ ജനാധിപത്യ ബോധമുള്ള ഒരു സമൂഹം ഉണ്ടാവണം, ഒരു പൗരസമൂഹം ഉണ്ടാവണം. അതിനെ മതത്തെ മരിച്ചതുപോലെ ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മരിക്കണമെന്ന് തന്നെ നിർബന്ധമില്ല, കിടന്നോട്ടെ. ഒരു പള്ളിയുണ്ട്, അത് കാണാം. പള്ളി നശിപ്പിക്കേണ്ട കാര്യമില്ല, അമ്പലം നശിപ്പിക്കേണ്ട കാര്യമില്ല. ശാസ്ത്രീയ സംഗീതം, കഥകളി സംഗീതം കൊള്ളാം, എന്താണ് അത് കളയേണ്ട കാര്യമില്ല, ഒരു കാര്യമില്ല.
അല്ലെങ്കിൽ മതപരമായ എന്തെങ്കിലും ഡിഷ്, ക്രിസ്മസ് കേക്ക്, ക്രിസ്മസ് ഒന്നും ഇനിയില്ല, കേക്കൊന്നുമില്ല, എടുത്ത് കളയടാ, അതിൻ്റെ ആവശ്യമില്ല. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ മതം നിരോധിക്കുക എന്നുള്ളതല്ല, മതം നിയമപരമായി കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് വ്യക്തിയുടെ സ്വകാര്യ തലത്തിലേക്ക് ഒതുക്കിക്കൊണ്ട് രാഷ്ട്രീയത്തെ മതത്തിൽ നിന്ന് മാറ്റിയത്. രാഷ്ട്രീയം വേറെ പോട്ടെ. നിങ്ങൾ ആംബുലൻസിനകത്ത് മയക്കുമരുന്ന് കടത്താതിരിക്കുക, ആംബുലൻസ് അതിൻ്റെ വഴിക്ക് പോവുക. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. തീർത്തും ജനവിരുദ്ധവും മനുഷ്യത്വ വിരുദ്ധവുമായിട്ട് പോലും മതസംഹിതകൾക്ക് ഇപ്പോഴും സ്വയം പൊട്ടിത്തെറിക്കുന്ന മനുഷ്യരെ സൃഷ്ടിക്കാനാവുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഈ മതം എന്ന് പറഞ്ഞാൽ മാറുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അവർ പൊട്ടിത്തെറിച്ചതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അവർ പൊട്ടിത്തെറിക്കുന്ന അടുത്ത പീക്കോ സെക്കൻഡിൽ അല്ലെ അടുത്ത നാനോ സെക്കൻഡിൽ അവരൊരു സ്ഥലത്ത് ചെല്ലും. ആ സ്ഥലത്ത് മദ്യം ഒഴുകുന്ന ഒരു നദി ഉണ്ടായിരിക്കും. അധ്വാനിക്കണ്ട 72 തരുണിമാർ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. മുസ്ലിങ്ങളുടെ സ്വർഗത്തിൽ മുഹമ്മദ് ഇതുവരെ എത്തിയിട്ടില്ല. മുഹമ്മദൊക്കെ ഇങ്ങനെ ചെക്ക് പോസ്റ്റിൽ കിടക്കുക. പക്ഷേ ദൈവത്തിൻ്റെ മാർഗത്തിൽ പൊട്ടിത്തെറിച്ചാൽ അപ്പോഴേ അവിടെ അഡ്മിഷൻ കിട്ടും. നേരിട്ട് ചെയ്യാതിരിക്കുമോ? മുഹമ്മദിന് പോലും കിട്ടാത്ത ഭാഗ്യം. ഇങ്ങനെ ആളുകൾ വിശ്വസിക്കും. നിങ്ങൾക്കറിയാം, ഞാൻ ആ ഉറുമ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അല്ലെങ്കിൽ പല പല ജീവികളുണ്ട്. ആ എലിയുടെ കാര്യം പറഞ്ഞില്ലേ, ആ എലി എന്തിനാ പൂച്ചയുടെയൊക്കെ പോയി കളിക്കുന്നത്? എലിയല്ല, എലിയുടെ സോഫ്റ്റ്വെയർ അല്ല, മനുഷ്യൻ്റെ സോഫ്റ്റ്വെയർ അല്ല ഇവരിൽ വർക്ക് ചെയ്ത്. അല്ല, എങ്ങനെ കഴിയും? നിങ്ങളിപ്പോൾ ഇതൊരു വലിയ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ കഥ മറ്റുള്ളവരുടെ കഥയിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങൾ അടുത്ത് ചെന്നിരിക്കുന്നു, നിങ്ങൾ അവരെ നശിപ്പിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും ആ കൊച്ചു കുട്ടിയെ തലോടിയിട്ട് അവൻ കയറി പോകുന്നു? അവിടെ വെച്ച് അവനങ്ങ് പൊട്ടിത്തെറിച്ചുവിടായിരുന്നു. കാരണം അതിനകത്തൊരു മതദർശനമുണ്ട്. ഈ കുട്ടികൾ ഇത്ര വയസ്സിന്, അത് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, അവരുടെ ഒരു ഏജുണ്ട്. അവർ സ്വർഗത്തിൽ തന്നെ ചെല്ലും എന്നൊരു ഏജുണ്ട്. പക്ഷെ അവർ മുസ്ലിം ആവണമെന്ന് തോന്നുന്നില്ലേ? ഞാനത് ക്ലാരിഫൈ ചെയ്യുന്നില്ല. പക്ഷേ എന്നാലും എനിക്ക് അങ്ങനെ ഒരു സംശയമുണ്ട്. പക്ഷെ അവനത് ചെയ്തില്ല, ആരും മുതലാവില്ല. അതുകൊണ്ടാണ് ഒരു കുട്ടി മാത്രമേ മരിക്കുള്ളൂ, മുതലാവില്ല. പക്ഷെ പള്ളിയിൽ പോയിരിക്കുമ്പോൾ മുതലാവും. ഒരുപാട് പേരിങ്ങനെ ചുറ്റുമിരിക്കുകയാണ്. ഞാൻ ഇന്ന് ഷാലോ എന്ന് പറയുന്ന ഒരു ചാനൽ, ഒരു പത്രത്തിനകത്ത് അവരെഴുതിയിരിക്കുന്നൊരു കാര്യം, യേശുവിന് വേണ്ടി മരിക്കാൻ തയ്യാറാണോ കുട്ടികളെ എന്ന് ചോദിച്ചു. കുട്ടികളെല്ലാം പറഞ്ഞു യേശുവിന് വേണ്ടി എന്തും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞതും യേശു വിളിച്ചു എന്നുള്ളത്. അപ്പോൾ ഒരു ഇസ്രായേലി ക്രിസ്ത്യാനി അയാൾ ട്വീറ്റ് ചെയ്തിരിക്കുന്നു, യേശുവിന് വേണ്ടി ജീവൻ കൊടുത്ത കുട്ടികൾ അവരെന്നും സ്മരിക്കപ്പെടും. യേശുവിന് വേണ്ടി ജീവൻ കൊടുക്കുക, അള്ളാഹുവിന് വേണ്ടി ജീവൻ കൊടുക്കുക, കൊന്നാലും ചത്താലും ലാഭം എന്നുള്ള രീതിയിൽ മനുഷ്യർ ചിന്തിക്കുക. ഇതെല്ലാം രക്തസാക്ഷികളാണ്. ഇവരെല്ലാം ഫോട്ടോ വെച്ച്, ഇവരെല്ലാം പേര് വിളിച്ച് പല പള്ളികളിലും ഇപ്പോൾ അവരെക്കുറിച്ചുള്ള പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. ഇറ്റ്സ് എ വെരി ഡേഞ്ചറസ് വൈറസ് വി ഹാവ് ടു ലിബറേറ്റ് ഫ്രം. അങ്ങനെ ലിബറേറ്റ് ചെയ്തെടുത്ത് മാത്രമേ പുരോഗതി ഉണ്ടായിട്ടുള്ളൂ. സാമ്പത്തിക പുരോഗതിയായാലും കൾച്ചറലായിട്ടും. ഇത് പലരും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. വസുദൈവ കുടുംബകം, ലോകാസമസ്ത, സുഖിനോ ഭവന്തു തുടങ്ങിയ സങ്കല്പങ്ങൾ ഇന്ത്യൻ മതേതരത്തിൽ പ്രേരക ശക്തിയായിട്ടുണ്ടോ? ഇന്ത്യൻ മതേതരത്തിൽ ഇങ്ങനെയൊന്നും വന്നല്ല. ഇന്ത്യൻ മതേതരത്വം ഒരു വെസ്റ്റേൺ സാധനം തന്നെയാണ്. നെഹ്റു ഒക്കെയാണ്. നെഹ്റു ഇവിടെ നിന്നും എടുത്ത സാധനമല്ല, നമ്മൾ ഇവിടുന്ന് കൊണ്ടുവന്ന സാധനമല്ല. ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മതസൗഹാർദ്ദമാണ്, മതമൈത്രിയാണ്. എന്താണ് മതസൗഹാർദ്ദം, മതമൈത്രി? ഉദാഹരണമാണ് ജോൺ ജാഫർ ജനാർദ്ദനൻ, അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സിൽ കയറുമ്പോൾ പാർവതി, യേശു, മെക്കയുടെ പടം, 3 പടം കൂടെ വെക്കും. അപ്പോൾ മുതലാളിയുടെ മതം ഏതാണെന്ന് അറിയണമെങ്കിൽ നടുക്കത്തെ ആയിരിക്കും അല്ലേ? അങ്ങനെ അതിനകത്തെല്ലാം ചിഹ്നം ഉണ്ടാവും നിനക്ക്. അല്ലെങ്കിൽ ഒരു ഹിന്ദു കുട്ടി, ഒരു ക്രിസ്ത്യൻ കുട്ടി, ഒരു മുസ്ലിം കുട്ടി ഒരുമിച്ചിരിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. ഒരു മുള്ള, ഒരു മുക്രി, ഒരു പൂജാരി കെട്ടിപ്പിടിക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ മതേതരത്വമായിട്ട് തെറ്റിദ്ധരിച്ചത്. ഇതൊന്നും മതേതരത്വമല്ല, ഇതൊക്കെ മതസൗഹാർദ്ദം, മതമൈത്രി. എന്താണ് ഈ സാധനം? ഈ സാധനം എന്ന് പറഞ്ഞാൽ ബഹുസ്വരതയുള്ള ഒരു സമൂഹത്തിൽ, ഒന്നിലധികം മതങ്ങളുള്ള ഒരു സമൂഹത്തിൽ ഏതൊരു മതത്തിനും അതിജീവിക്കണമെങ്കിൽ ഈ സാധനം വേണം. അതൊരു ബ്രിഡ്ജ് കോഴ്സാണ്. ഇപ്പോൾ ഇന്ത്യയിൽ 4-5 മതങ്ങളുണ്ടെന്നിരിക്കട്ടെ, ആ മതങ്ങൾ എന്താ ചെയ്യുക? കുറേ നാൾ ഒരു സംഘർഷം ഉണ്ടാവും, കുറേ കഴിഞ്ഞ് എന്ത് ചെയ്യും? ലഹള ഉണ്ടാവും, കുറേ കഴിഞ്ഞ് അവർ അടിക്കും, പരസ്പരം കൊല്ലും. പിന്നെന്ത് സംഭവിക്കും? അടി നിൽക്കും, കൈ കൊടുക്കും, സമാധാനം ഉണ്ടാവും,
അതിനെയാണ് നമ്മൾ മതമൈത്രി എന്ന് പറയുന്നത്. കുറേ കഴിഞ്ഞ് വീണ്ടും ഇതെല്ലാം നടക്കും. കൃത്യമായ ഇടവേളകളിൽ അടിയും യുദ്ധവും സമാധാനവും മതങ്ങൾക്കിടയിൽ ഉണ്ടാവും. മതമൈത്രി എന്ന് പറയുന്നത് മതത്തിൻ്റെ തന്നെ ഉൽപ്പന്നമാണ്, അല്ല നമ്മളുണ്ടാക്കുന്നതല്ല. നിങ്ങൾ മതക്കാരെയൊക്കെ പറഞ്ഞ് കൂട്ടി നിങ്ങൾ അങ്ങനെ അടിക്കില്ല അങ്ങനെ അടിക്കരുതെന്ന് പറഞ്ഞ് ഉണ്ടാക്കുന്ന സാധനമല്ല. മതമൈത്രി നാച്ചുറലായിട്ടുണ്ടാവും, മതസൗഹാർദ്ദം നാച്ചുറലായിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു ഇക്വേഷനിലായിരിക്കും. ഇപ്പോൾ ഇറാഖിലുള്ള മതമൈത്രി ആയിരിക്കില്ല ഇന്ത്യയിലുള്ള മതമൈത്രി. ഇറാഖിലുള്ള മതമൈത്രി ചിലപ്പോൾ ന്യൂനപക്ഷങ്ങൾ കുറേ താഴ്ന്നു കൊടുത്തിട്ടായിരിക്കും അതുണ്ടാവും. ഇന്ത്യയിൽ ചിലപ്പോൾ അങ്ങനെ താഴേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിപക്ഷത്തിനില്ലാത്ത അവകാശങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ലോകത്തെ ഏക ഭരണഘടന ഇന്ത്യയുടേതാണ്. Can you believe it? ലോകത്ത് വേറെ എങ്ങുമില്ല അങ്ങനെ ഒരു വ്യവസ്ഥയില്ല. വളരെ വ്യക്തമായ ഒരു സ്ലാൻഡ് ഉണ്ട്. ആർട്ടിക്കിൾ 29-30 നിങ്ങൾ വായിച്ചു നോക്കൂ. സ്വന്തമായ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങാനായിട്ടുള്ള, അവിടെ ആളുകളെ നിയമിക്കാനായിട്ടുള്ള അവകാശം ലോകത്തൊരു ന്യൂനപക്ഷങ്ങൾക്കില്ല. അങ്ങനെ ഒരു ഭരണഘടന വേറെ എങ്ങുമില്ല. നമ്മൾ ആ രീതിയിൽ ഭയങ്കരമായ ഒരു അത്ഭുതമാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് 29-30 പ്രകാരം സ്വന്തം ഭാഷ, ലിപി, സംസ്കാരം ഇത് മൂന്നും സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള സ്ഥാപനങ്ങൾ നടത്താനായിട്ടുള്ള അവകാശമാണ് മൈനോറിറ്റീസിന് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ആ ഗ്യാപ്പിലാണ് എഞ്ചിനീയറിംഗ് കോളേജുകളും മെഡിക്കൽ കോളേജുകളും തഴച്ചുകൊള്ളുന്നത്. ഭാഷ, ലിപി, സംസ്കാരം, മെഡിക്കൽ കോളേജ്, അതൊക്കെ പോട്ടെ, അത് വേറെ ഒരു കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഒരു പോയിന്റ് ഞാൻ ഓർത്തുകൊണ്ട് തിരിച്ച് നിൽക്കാം. നിങ്ങൾ ഹൗസ് ഓഫ് ലോർഡ്സിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ 725 സീറ്റുണ്ട്. അവിടെ ഫ്രണ്ട് സീറ്റ് ഇരിക്കുന്ന 26 പേരെ കണ്ടു കഴിഞ്ഞാൽ ഇത്രത്തെ എത്തീസ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇത്ര സെക്കുലർ ആയിട്ടുള്ള, ഇത്ര പുരോഗമനമായ പരമായിട്ടുള്ള ഡോക്കിൻസിൻ്റെയൊക്കെ നാടായിട്ടുള്ള ഇംഗ്ലണ്ടിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് ഞാൻ പോകാൻ പോകുന്നു, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ട്. വളരെ ദേ ഡോണ്ട് കെയർ അബൌട്ട് റിലീജിയൻ, അവർക്കതൊരു വിഷയമേ അല്ല. പക്ഷേ ഹൗസ് ഓഫ് ലോർഡ്സിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ 26 ബിഷപ്പുമാർ ഇപ്പോഴും ഉണ്ട് അവിടെ. 26 ബിഷപ്പുമാർ ഇങ്ങനെ തലയിലില്ല ആ എന്തോ പറയുന്ന ഒരു വിഗ്, വെള്ളയപ്പം വെച്ചുകൊണ്ട് 26 ബിഷപ്പുമാർ നിൽക്കുകയാണ്. ഒരു റെലിക്കാണ്, ഒരു കൾച്ചറൽ റെലിക്കാണ്. അവരെ നിലനിർത്താണ്. അവർ സെക്കുലറാണ്. ദേ ആർ ബ്ലഡി സെക്കുലർ ആൻഡ് സ്റ്റിൽ ദേ പ്രിസർവ് ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. അപ്പോൾ അതുകൊണ്ട് മതം മുഴുവൻ നശിപ്പിക്കണോ എന്നുള്ളൊരു ചോദ്യത്തെക്കുറിച്ചാണ്. ഇലൂമിനേറ്റിയെക്കുറിച്ച് ഒന്നുകൂടെ പറയാമോ? പിന്നെ പറയാം. എന്തുകൊണ്ട് സുപ്രീം കോർട്ട് പോലും ന്യൂ സെക്കുലറായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന പാർട്ടികളോട് പ്രസംഗങ്ങളുടെ അക്ഷരമായി പ്രവർത്തിക്കാൻ കഴിയുന്നത്? രാഷ്ട്രീയ പാർട്ടികൾ മതനാമം കൊടുക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതെനിക്ക് വായിക്കാൻ പലതും ബുദ്ധിമുട്ടുണ്ട്. എന്തുകൊണ്ടാണ് സുപ്രീം കോർട്ട് പോലും ഒരു ന്യൂ സെക്കുലറിസ്റ്റായ നിലപാടുകൾ സ്വീകരിക്കുന്ന പാർട്ടികളോട് പ്രസംഗങ്ങളോട് അക്ഷരമായി പ്രവർത്തിക്കുന്നത്? ന്യൂ സെക്കുലറിസം, വാട്ട് യു മീൻ വിത്ത് ദാറ്റ്? നോൺ സെക്കുലർ. നമ്മുടെ കോടതികൾ എവിടെ നിന്ന് വരുന്നു? ചൊവ്വയിൽ നിന്നാണോ? അല്ല. നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ? അല്ല. നമ്മുടെ കോടതി കച്ചി കെട്ടാനുള്ള വള്ളി കച്ചിയിൽ നിന്നാണ് എടുക്കുക. ഞങ്ങളുടെ കൊല്ലത്തുകാരുടെ ഭാഷയാണ് വൈക്കോലെന്ന് പറയും. വൈക്കോല് കെട്ടുന്ന വള്ളി വൈക്കോലിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു സൃഷ്ടിയാണ്. നമ്മുടെ ബ്യൂറോക്രസി മോശമാണെങ്കിൽ നമ്മൾ മോശമാണ് എന്ന് തന്നെ എൻ്റെ അർത്ഥം. നമ്മളുടെ കോടതി മോശമാണെങ്കിൽ അങ്ങനെ തന്നെയാണ് എൻ്റെ അർത്ഥം. ഇതെല്ലാം ഇവിടെ നിന്ന് വരുന്നതാണ് സംഭവം. നമ്മുടെ ഇപ്പോൾ സുപ്രീം കോടതിയിലൊരു കേസ്, ഇന്നലെ വന്നൊരു കേസ് തന്നെ ആലോചിച്ചു. ഈ നിയമജ്ഞർക്ക് പോലും പലപ്പോഴും നമ്മൾ ഏത് ഡിറക്ഷനിലാണ്, നമ്മൾ ഈക്വാലിറ്റി എന്നൊക്കെ പറയുമെങ്കിലും നമുക്ക് ശരിക്കും ആ ഒരു മണമടിക്കാത്ത സമൂഹമാണ്. എന്താണ് ജെൻഡർ ഈക്വാലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിച്ചങ്ങ് കയറ്റും, അതിനകത്ത് മുകളിലേക്ക് അങ്ങ് കയറ്റും. നമ്മുടെ നിയമങ്ങളൊക്കെ ഭയങ്കര ഡ്രാക്കോണിയൻ ആവുന്നതിൻ്റെ കാര്യം അതാണ്. ഇപ്പോൾ സ്ത്രീ സംരക്ഷണമായാലും ദളിത് സംരക്ഷണമായാലും ഒരുപാട് നിയമങ്ങളിൽ നമ്മൾ ഭയങ്കര ഡ്രാക്കോണിയനായിട്ട് മാറുകയാണ്. അതായത് സമത്വം എന്ന് പറയുന്ന സാധനം നിയമത്തിൽ നമ്മൾ പാലിക്കുന്നില്ല. ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരെ ഒരു ആരോപണം വന്നപ്പോൾ എന്താ ഇപ്പോൾ സംഭവിക്കുന്നത്? സുപ്രീം കോടതി സ്വന്തമായിട്ടൊരു 3 അംഗ സമിതി ഉണ്ടാക്കി 2 സ്ത്രീകളെ വെച്ചുകൊണ്ട് അതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന അന്വേഷിക്കുകയാണ്. ഈ ഒരു നീതി ഇന്ത്യയിലെ ഒരു സാധാരണ പൗരന് കിട്ടുന്നുണ്ടോ? ഈ ഒരു നീതി ഇന്ത്യയിലെ ഒരു സാധാരണ പൗരന് കിട്ടുന്നുണ്ടോ? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സ്വീകരിക്കാൻ? നിങ്ങൾ എല്ലാ വിധികളും പുറപ്പെടുവിക്കുന്ന നിങ്ങൾ, ഒരു സ്ത്രീ ഒരു പരാതി സമർപ്പിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ പിടിച്ച ആളുകളെ അകത്തിടുന്ന, ഒന്നും നോക്കാതെ അകത്തിട്ടിട്ട് പുരോഗമനാഭിമുഖ്യം പ്രകടിപ്പിക്കുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾക്കെതിരെ ഒരു ചെറിയ പരാമർശം വന്നപ്പോൾ അത് പരിശോധിക്കണമെന്നും അന്വേഷിക്കണമെന്നും ഒക്കെ ഉള്ളൊരു വീണ്ടും വിചാരം ഉണ്ടാകുന്നുള്ള ചോദ്യം.
അപ്പോൾ ഈ പറഞ്ഞ എടുക്കാൻ പറ്റാത്തത് കൊടുക്കരുത് എന്നുള്ള ഒരു സാമാന്യ തത്വം നമ്മളെ നിയമത്തിന് അങ്ങനെ കുറേ സുപ്രീം കോടതിയുടെ കാര്യമായാലും പറഞ്ഞു, അവർക്കിപ്പോൾ പറ്റുന്നില്ല. ഈ ജഡ്ജി എത്ര പേരെ വിധിച്ചിട്ടുണ്ടാവും, മുന്നിൽ വരുന്ന വിധിയെല്ലാം എന്തു കേൾക്കോ എന്തു പറഞ്ഞോ അതനുസരിച്ച് തീരുമാനിക്കുക. ജഡ്ജിക്ക് വന്നപ്പോൾ മനസ്സിലായോ ഇത് അങ്ങനെ ശരിയാവില്ലല്ലോ, നമുക്ക് അങ്ങനെ പറ്റത്തില്ല, നമ്മളിത് പരിശോധിക്കണം, കേസിൻ്റെ മെരിറ്റിലേക്ക് പോകണം. ജഡ്ജിമാർ പറയും, ഇന്ത്യയിലെ ജഡ്ജിമാർ സ്ത്രീ വിഷയങ്ങളിൽ കേസിൻ്റെ മെരിറ്റിലേക്ക് പോയി തുടങ്ങിയിരിക്കും. അവർക്ക് വന്നപ്പോഴാണ് എടുക്കാൻ പറ്റാത്ത കൊടുക്കരുത് എന്ന് പറയുന്ന കാര്യം. അതാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലായാലും ഏത് കോടതി, നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ രോഗങ്ങളും അവിടെയുണ്ട്, എല്ലാ രോഗങ്ങളും ഉണ്ട്. ജഡ്ജിമാർക്ക് അവർ പുറത്തുനിന്ന് വരുന്നവരൊന്നുമല്ല. ദേ ആർ നോട്ട് ബേസിക്കലി ദേ ആർ സെക്കുലർ ബിക്കോസ് ദേ ആർ ഡിപ്പെൻഡിങ് ഓൺ എ ബുക്ക് വിച്ച് ഈസ് സെക്കുലർ. ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ സെക്കുലർ ഉണ്ട്, ഭരണഘടനയുടെ മുഴുവൻ ഡിസ്കോഴ്സസും സെക്കുലറാണ്. അപ്പോൾ അത് വെച്ച് വിധി നിർണ്ണയിക്കുന്ന ജഡ്ജിമാരും സെക്കുലർ ആവണം. പക്ഷേ ദേ ആർ നോട്ട് സെക്കുലർ ഇൻഡിവിജ്വലി, ദേ ആർ നോട്ട് സെക്കുലർ. വ്യക്തിപരമായിട്ട് അവരാരും സെക്കുലറും അല്ല, ഇറിലീജിയസും അല്ല, ശാസ്ത്ര അഭിരുചി ഉണ്ടെന്ന് പറയാനും പറ്റില്ല. 13-ാം നമ്പർ മുറി ഒഴിവാക്കിയാണ് ഹൈക്കോടതി എറണാകുളത്ത് സ്ഥാപിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സുപ്രീം കോടതി അങ്ങനെ എന്തിനാണ് ചെയ്തതെന്ന് തിരിച്ചു ചോദിച്ചിരുന്നു. പക്ഷേ സുപ്രീം കോടതി എന്തുകൊണ്ട് അങ്ങനെ ചോദിക്കാൻ കാര്യം, സുപ്രീം കോടതി അങ്ങനെ ഒരു വിധി പ്രഖ്യാപിക്കുമ്പോൾ സുപ്രീം കോടതിക്ക് ഭരണഘടന മാത്രമേ ആധാരമാക്കാൻ കഴിയൂ. അല്ലാതെ സുപ്രീം കോടതി ജഡ്ജിമാരൊക്കെ വളരെ ശാസ്ത്രീയ മനോഭാവമുള്ളവരും ഹൈക്കോടതിയിലുള്ളവരൊക്കെ വെറും അന്ധവിശ്വാസികളാണെന്നൊന്നും അർത്ഥമൊന്നുമില്ല, മനസ്സിലായി. അപ്പം അൽബേനിയയിൽ മാത്രം അത്തരത്തിലുള്ള മാറ്റം ഉണ്ടായതെങ്ങനെ? അൽബേനിയയിലെ മാറ്റം എന്ന് വെച്ചാൽ അതെനിക്ക് തോന്നുന്നു കുറേ ഈ വിദ്യാഭ്യാസത്തിൽ നിന്ന് മതത്തെ എടുത്ത് ദൂരെ കളയും. ഇവിടെ എന്താ ചെയ്യുന്നത്, വിദ്യാഭ്യാസം മതത്തെ ഏൽപ്പിക്കുക. എങ്ങനെ ഉണ്ടാവും? ഡാഷിനെ ഡാഷ് ഏൽപ്പിക്കുക എന്നൊക്കെ പറയുന്നതുകൊണ്ടാണ്. വിദ്യാഭ്യാസത്തിൽ നിന്നാണ് മതത്തെ തുരത്തി ഓടിക്കുന്നത്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് റിഗ്രസീവായിട്ടുള്ള എഡ്യൂക്കേഷനാണ്. കളക്ഷൻ ഓഫ് ഫാക്ട്സ്, കുറേ കാര്യങ്ങൾ ഓർത്ത് വെക്കുക, കുറേ കാര്യങ്ങൾ കൊണ്ടുവന്ന് അതേ കണക്ക് കാണാൻ പഠിച്ചുകൊണ്ടുവന്ന് വെക്കുക. ചോദ്യം എന്ന് പറയുന്ന സാധനം, ചോദ്യം ചെയ്യാനുള്ള ആ ഒരു സാധനം ഉണ്ടല്ലോ, ഒരു ടമ്മി ചെയ്തഞ്ഞ് മാറ്റിയിട്ടാണ് കുട്ടികളെ കയറ്റിവിടുന്നത്. അപ്പം വിദ്യാഭ്യാസം അതേപോലെയുള്ള ഈ മൗൾഡിങ് പീരീഡിൽ മതത്തിനുള്ള ശക്തമായിട്ടുള്ള സ്വാധീനം അതില്ലാതാക്കണം. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ മതത്തിൻ്റെ ആഘോഷങ്ങളെയും മറ്റു കാര്യങ്ങളെയൊക്കെ ഇപ്പോൾ ബലിയിടാൻ ചെല്ലുന്നവർക്ക് ചുക്കുകാപ്പി കൊടുക്കലും, എന്താ പറയുക, ബക്രീദ് ആഘോഷിക്കുന്നവർക്ക് ആടിനെ കൊണ്ട് കൊടുക്കലും, ഇനി നാളെ വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. മതത്തെ പ്രീണിപ്പിച്ച് മതം ഒരു മതയാനയാണ് കേട്ടോ, ഒരു മതയാനയാണ്. കരിമ്പും വെള്ളമൊക്കെ കൊടുത്തോണ്ടിരുന്നാൽ തലയാട്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും. എപ്പോൾ സാധനം കിട്ടാതിരിക്കാൻ അപ്പം കൊമ്പിക്കൊരുക്കും. അത് ഇവർക്ക് അറിയില്ല. ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൻ്റെ ഭാവിയാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. കുറേ നാൾ കഴിഞ്ഞ് മതക്കാർ തന്നെ സ്ഥാനാർത്ഥികളെ അങ്ങ് നിർത്തും. എന്തുകൊണ്ട് നിർത്തിക്കൂടാ? ഇപ്പോൾ ഈ സെക്കുലറിസം ഉള്ളതുകൊണ്ടാണ് മതക്കാർ, ഈ പ്രീസ്റ്റുകളും മതമേലധ്യക്ഷന്മാരും ജാതിക്കാരും ഒന്നും സ്ഥാനാർത്ഥികളെ നിർത്താത്തത്. ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യമില്ലാതെ വരും ഇന്ത്യയിൽ. എന്തിനാ രാഷ്ട്രീയ പാർട്ടികൾ? ഈ സെക്കുലറിസം എന്നുള്ള സാധനം കിടക്കുന്നതുകൊണ്ട് ഈ മതക്കാർക്ക് നേരിട്ട് വരാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ രാഷ്ട്രീയക്കാർ ഇലക്ഷനിൽ നിന്ന് ജയിക്കുന്നത്. മതത്തിൻ്റെ ഔദാര്യത്തിലാണ് അവർ യഥാർത്ഥത്തിൽ. കാര്യം അത്രമാത്രം മതവിധേയത്വമായിട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞ് അവർ തീരുമാനിക്കും, എന്തിനാ ഞങ്ങൾ നിങ്ങളെ കൊണ്ട് അങ്ങോട്ട് ഫോൺ വിളിക്കേണ്ട കാര്യമില്ലല്ലോ, സ്ഥാനാർത്ഥിയൊക്കെ ഞങ്ങൾ തീരുമാനിച്ച് ഞങ്ങളെല്ലാം നിർത്തും. അതൊരു വലിയൊരു സാധ്യതയാണ് ഇന്ത്യയിൽ, മതം ഡയറക്റ്റായിട്ട്. ഇപ്പം BJP എന്നൊക്കെ പറഞ്ഞാൽ പക്ക അത് തന്നെയാണ്. BJP മതം രാഷ്ട്രീയം എന്നുള്ള ആ ഒരു ബൗണ്ടറി തന്നെ ലംഘിക്കുന്ന, അതായത് എവിടെ നിന്നാണ് RSS തുടങ്ങുന്നത്, എവിടെ വെച്ചാണ് BJP തുടങ്ങുന്നതെന്ന് നമുക്കറിയില്ല. അതാണ് ഇത്ര വിജയിച്ച്, ഇത്ര വളരെ ചെറിയ കാലഘട്ടം. 2 സീറ്റാണ് 1984 രാജീവ് ഗാന്ധി കുതിച്ചു കയറുമ്പോൾ 2 സീറ്റാണ്. വാജ്പേയി ഉൾപ്പെടെ തോറ്റു, മാധവ്റാവ് സിന്ധ്യ തോപ്പിക്കുന്നു. ഇപ്പം 280+ സീറ്റായി. എത്ര ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് എത്ര സർക്കാരുകൾ അവരുണ്ടാക്കി. ബിക്കോസ് അവർ മതവും രാഷ്ട്രീയവും തമ്മിലുള്ള ബോർഡർ ഇല്ലാതാക്കുകയാണ്. ഉപ്പുവെള്ളവും അല്ലാത്ത വെള്ളവും തമ്മിൽ കലർത്തിയെടുക്കുക, ഏതെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. ശ്രീകൃഷ്ണ ജയന്തി വിജയിപ്പിക്കേണ്ടതും BJPയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കേണ്ടതും ഒന്നാണെന്നുള്ളൊരു ബോധ്യം വരും. അത് തന്നെ എല്ലായിടത്തും വരും. സോ ദാറ്റ്സ് എ വെരി ഡേഞ്ചറസ് തിങ്. ഇത്രയും ചോദ്യങ്ങളാണ് ചോദിച്ചത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നമസ്കാരം.
എസൻസ് റിലീസ് ചെയ്യുന്ന വീഡിയോകൾ എത്രയും വേഗം ലഭിക്കുന്നതിന് ന്യൂറോൺസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.